ഓം ശരവണഭവായ നമഃ. ഓം നമോ ഭഗവതേ സുബ്രഹ്മണ്യായ. നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. മുരുകാ ഗുരുവായൂരപ്പ സർവേശ്വര. ഓം ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ഹര നമ പാർവതീപതയേ. வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு, வெற்றிவேல் முருகனுக்கு. എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇന്ന് സ്കന്ദപുരാണ യജ്ഞത്തിൻ്റെ 11ാമത്തെ ദിവസം, സമാപന ദിവസം. 1ാമത്തെ ദിവസം സഹസ്രനാമം വായിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗവാന്റെ ധ്യാനരൂപം എങ്ങനെ വേണം, എങ്ങനെയാണ് സ്കന്ദപുരാണത്തിൽ സൂതൻ ബ്രഹ്മാവ് ഉപദേശിച്ചിട്ടുള്ള ആ സഹസ്രനാമത്തിനെ പറഞ്ഞു കൊടുക്കുന്നതെന്ന്. ആ ധ്യാനമാണ് നമ്മൾ നേരത്തെ ചൊല്ലിയത്. ധ്യായേ ഷൺമുഖമിന്ദുകോടി സദൃശം രത്നപ്രഭാശോഭിതം ബാലാർക്കദ്യുതി ഷൾക്കിരീടവിലസത് കേയൂരഹാരാന്വിതം കർണാലംബിതകുണ്ഡലപ്രവിലസത് ഗണ്ഡസ്ഥലാശോഭിതം കിഞ്ചിത് കങ്കണ കിങ്കിണീരവയുധം ശൃംഗാരസാരോധയം ധായേ ദീപ്സിതസിദ്ധിതം ശിവസുതം ശ്രീദ്വാദശാക്ഷം ഗുഹം ഖേടം കുക്കുടമങ്കുശശ്ച വരദം പാശം ധനുശ്ചക്രകം വജ്രം ശക്തിമശിം ശൂലമഭയം ദോർഭിർധൃതം ഷൺമുഖം നിത്യം ചിത്രമയൂരവാഹനയുധം ചിത്രാംബരാലങ്കൃതം. കോടിചന്ദ്രന്മാർക്ക് തുല്യമായിട്ടുള്ള ശോഭയുള്ളവൻ, രത്നങ്ങളുടെ പ്രഭ കൊണ്ട് തിളക്കം കൊണ്ട് ശോഭിക്കണവൻ, ഉദയസൂര്യൻ്റെ കാന്തിയുള്ള 6 കിരീടങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിട്ടുള്ള ദേവൻ, തോൾവള മാല ഇതൊക്കെ ധരിച്ച് ചെവിയിലണിഞ്ഞിട്ടുള്ള കുണ്ഡലങ്ങളുടെ പ്രഭ കൊണ്ട് തിളങ്ങണ കവിളുകളുള്ള കങ്കണങ്ങൾ, അതായത് വളകൾ, കിങ്ങിണികൾ, ഇതൊക്കെയുള്ള ചെറിയ കിലുക്കമുള്ള ശബ്ദത്തോടു കൂടിയ ശൃംഗാരരസത്തിൻ്റെ ഉദയമായിട്ടുള്ള അത്യധികം സുന്ദരനായിട്ടുള്ള ജ്വലിക്കുന്ന അഗ്നിയെപ്പോലിരിക്കുന്ന ഷൺമുഖനെ ധ്യാനിക്കാനാണ് ബ്രഹ്മാവ് പറയണത്. മനസ്സിലത് കിട്ടണം നമുക്ക്. എപ്പോഴും സഹസ്രനാമം ചെല്ലുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, കുറച്ച് നേരം മറ്റ് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിലും ഒന്നിരുന്ന് ശ്വാസം ഒന്ന് നേരെയാക്കുക. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അവനവൻ്റെ ശ്വാസം കുറച്ച് നേരം ശ്രദ്ധിച്ചാൽ ധാരാളം മതി. ആ കുറച്ച് നേരം ശ്രദ്ധിച്ച് ഒന്ന് ഇരുന്നൊന്ന് സാവകാശമായി കാല് തൊട്ട് തള്ളവരിൽ തൊട്ട് തലവരെ എവിടെയെങ്കിലുമൊക്കെ ബലം പിടുത്തുണ്ടോ നോക്കുക. ആ ബലം പിടുത്തത്തിനൊക്കെ അഴിച്ചു വിടുക. ശ്രദ്ധയോട് കൂടിയിട്ട് ഇങ്ങനെ അഴിച്ചു വിട്ടാൽ പിന്നെ മെല്ലെ 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 അതങ്ങോട്ട് ശരിയായിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്കൊരു ഫോക്കസ് കിട്ടും. എന്നിട്ട് ധ്യാനശ്ലോകം ചൊല്ലിയിട്ട് ഒന്ന് ധ്യാനിക്കണം. ഈ രൂപത്തിൻ്റെ ഈ അർത്ഥം മനസ്സിലാക്കി ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. ഭഗവാന്റെ പാദം തൊട്ട്, അല്ലെങ്കിൽ അതിൽ പറയണ ഓരോ വരി കോടിചന്ദ്രന്മാർക്ക് തുല്യമായിട്ടുള്ള ശോഭയോട് കൂടിയെന്ന് പറയുമ്പോൾ ഒരു വെളിച്ചം, രത്നങ്ങളുടെ പ്രഭ, നമ്മുടെയൊക്കെ ഭാവനയ്ക്കനുസരിച്ചാവാം. ഉദയസൂര്യൻ്റെ കാന്തി എന്ന് പറയുമ്പോൾ ഇളം ചുവപ്പ് നിറം, രാവിലെ ഉദിച്ചു വരണ സൂര്യൻ്റെ നിറം അല്ലേ. അങ്ങനെ 6 കിരീടങ്ങൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ 6 മുഖമുണ്ടെന്ന് ഉറപ്പാണ്. തോൾവള, ഭഗവാന്റെ തോൾവള സങ്കല്പിക്കുക. ഭഗവാനെ ഒന്നിച്ചങ്ങോട്ട് സങ്കല്പിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഭഗവാന്റെ ഓരോ അംഗങ്ങളെയും സ്മരിച്ചാൽ മാത്രം മതി. കർണകുണ്ഡലങ്ങളുടെ പ്രഭ ഇങ്ങനെ കവിളിൽ തട്ടണം. ആ തട്ടുന്ന ആ വെളിച്ചം ഇങ്ങനെ കവിളിൽ ഇങ്ങനെ കാണുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ പുറപ്പെട്ടിട്ടുള്ള വെളിച്ചം അതിൽ തട്ടി തിരിച്ച് തട്ടുകയാണ്. അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. അതേപോലെ വളകൾ അണിഞ്ഞിട്ട്, അതേ കിങ്ങിണികൾ കാലിൽ, അതിലൊക്കെ ചെറിയ ചെറിയ അലിക്കുകളുണ്ട്. ആ അലിക്കുകൾ ഇങ്ങനെ ഭഗവാന്റെ കയ്യോ കാലോ ചെറുതായിട്ട് അനങ്ങവനെ കിലുകില് കിലുകില് എന്ന് സൗണ്ട് വരുന്ന ആ ശബ്ദം, അതുപോലും ശബ്ദത്തോടു കൂടി പോലും വേണമെന്നാണ്. എല്ലാം വേണം. ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ജവാദിൻ്റെ സുഗന്ധം, കസ്തൂരിയുടെ സുഗന്ധം, അങ്ങനെ പല കുറിക്കൂട്ടുകളുടെ സുഗന്ധം. മുരുകനും ഗുരുവായൂരപ്പനും സുഗന്ധങ്ങൾ വളരെ വിശേഷമാണ്. ഒരുപാട് സുഗന്ധണിയാണ് അവരാ രണ്ടുപേരും.
അവർക്ക് രണ്ടുപേർക്കും സുഗന്ധം കൊടുക്കുന്നത്. ഹനുമാൻ സ്വാമിക്കും ചില പ്രത്യേക സുഗന്ധങ്ങൾ വളരെ ഇഷ്ടമാണ്. കേവട പോലുള്ള തൈലങ്ങളൊക്കെ അദ്ദേഹത്തിനെ അണിയിക്കും. അപ്പോൾ അതേപോലെ ശൃംഗാരരസത്തിൻ്റെ ഉദയം, അതിൽ അത്ര സൗന്ദര്യമായിട്ട് അതീവ സുന്ദരനായിട്ട് അഗ്നി പോലെ ഇരിക്കുന്ന ഷൺമുഖനെ ധ്യാനിക്കാൻ പറയുകയാണ്. ആഗ്രഹങ്ങൾ സാധിച്ചു തരണവൻ. രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്നവൻ. ആരുടെ? നമ്മുടെയൊക്കെ ന്യായമായ ഏത് ആഗ്രഹവും സാധിച്ചു തരുന്നുണ്ട് ഭഗവാൻ. ശിവൻ്റെ പുത്രൻ, അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ അഡ്രസ്സ്. മുരുകൻ്റെ അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ശിവൻ്റെ പുത്രൻ, 12 കണ്ണുള്ളവൻ, ഖേടം കോഴിയുടെ കൊടി, അങ്കുശം അതായത് ആനയെ വലിക്കുന്ന തോട്ടി, പാശം വില്ല്, ചക്രം, വജ്രം, ശക്തി, ശക്തിച്ച വേല്, വാള്, ശൂലം, അഭയമുദ്ര, വരദമുദ്ര, ഇതൊക്കെ കൈകളിൽ ധരിക്കുന്ന ഓരോ കൈയായിട്ട് ഇങ്ങനെ ധ്യാനിക്കുക, ഓരോ ആയുധങ്ങളെ ധ്യാനിക്കുക, ഓരോ ആയുധങ്ങളെ മനസ്സുകൊണ്ട് വണങ്ങുക. 6 മുഖങ്ങൾ വീണ്ടും ധ്യാനിക്കുകയാണ്. 6 മുഖങ്ങളുള്ളവൻ മനോഹരമായിട്ടുള്ള മയിൽവാഹനത്തോട് കൂടിയിട്ടെന്ന് പറയുമ്പോഴാണ് നമ്മൾ വീണ്ടും ആ ഓരോന്നായിട്ട് ധ്യാനിച്ചതെന്ന് വന്ന് പുറകോട്ട് വന്ന് നിന്നിട്ട് ഭഗവാന്റെ മൊത്ത രൂപം അങ്ങോട്ട് കാണുകയാണ്. ഇങ്ങനെ കാണണം മനസ്സിൽ. അങ്ങനെ കാണുമ്പോൾ മംഗളം ഉണ്ടാവും. അതുകൊണ്ടാണ് മംഗളകാരി എന്ന് പറയണത്. മനോഹരമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ള ഗുഹൻ ആ ഭഗവാനെ ധ്യാനിക്കണം എന്നാണ് പറയണത്. എന്തുകൊണ്ടാണ് ഗുഹം എന്നവിടെ പറയാൻ കാരണം വെച്ചാൽ ധ്യായേ ദീപ്സിത സിദ്ധതം ശിവസുതം ശ്രീ ദ്വാദശാക്ഷം ഗുഹം. 12 കണ്ണുള്ള ഗുഹൻ. ദ്വാദശാക്ഷം സ്കന്ദം എന്നോ ദ്വാദശാക്ഷം സുബ്രഹ്മണ്യെന്നോ ദ്വാദശാക്ഷം കാർത്തികയെന്നോ അവിടെ ആചാര്യൻ എഴുതിയിട്ടില്ല. ബ്രഹ്മദേവൻ ഗുഹം എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് കാരണം നമ്മുടെ ഹൃദയഗുഹയുടെ അകത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാൻ പുറത്തെവിടെയല്ല ഇരിക്കുന്നത്. നമ്മുടെ ഹൃദയഗുഹയിലിരിക്കുന്നവനായതുകൊണ്ടാണ് സുബ്രഹ്മണ്യന് ഗുഹൻ. എല്ലാ ജീവികൾക്കും സകല ചരാചരങ്ങൾക്കും അന്തര്യാമിയായിരിക്കുന്ന കൊണ്ട് എൻ്റെ മകൻ ഗുഹൻ എന്നറിയപ്പെടുന്നതാണ് ഭഗവാൻ പേരിട്ടപ്പോൾ പേര് പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗുഹൻ എന്ന് പറയണു. സഹസ്രനാമം മുഴുവൻ വ്യാഖ്യാനിക്കാനുള്ള സമയമില്ല. വിഗ്രഹങ്ങൾ 17 തരത്തിൽ ഉള്ള മുരുകൻ്റെ ആ വിശേഷങ്ങൾ പറയണതിന് മുമ്പ് ഞാൻ ഒന്നാമത്തെ ദിവസം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നാമത്തെ നാമം മാത്രം ഒന്ന് വ്യാഖ്യാനിച്ച് പറയാം. കാരണം മുരുകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാമം അതാണ്, അചിന്ത്യശക്തി. ഓം അചിന്ത്യശക്തയെ നമഃ എന്നാണ് നമ്മൾ അർച്ചന കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓം അചിന്ത്യശക്തയെ സ്വാഹ എന്ന് ഹോമിക്കുമ്പോൾ നമ്മൾ ജപിക്കേണ്ടത്. മനസ്സിന് ശക്തിക്കുറവ് തോന്നുക, ശരീരത്തിന് ശക്തിക്കുറവ് തോന്നുക, മനസ്സ് വീഴുക, തളർച്ച തോന്നുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഏത് സഹസ്രനാമത്തെയും അവനവൻ്റെ ഇഷ്ടദേവതയുടെ ഏത് സഹസ്രനാമം, ലളിത സഹസ്രനാമാവാം, ഗുരുവായൂരപ്പൻ വിഷ്ണു സഹസ്രനാമാവാം, ഗോപാല സഹസ്രനാമാവാം, ശിവസഹസ്രനാമാവാം, ഏതാണെങ്കിലും അതിൽ അതാത് ഗുണങ്ങളെപ്പറ്റി പറയുന്ന നാമം നിരന്തരം നിശ്ചിത സംഖ്യ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അത് മാത്രം എടുത്തിട്ട് ഇപ്പോൾ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ഭക്തിയുള്ള ഒരാൾ ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമാന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ്. അത് ദിവസം ജപത്തിൻ്റെ ഒപ്പം ഇത്ര നിഷ്ഠയായിട്ട് ജപിക്കുന്നത് നല്ലതാണ്. ഇവിടെ ഓം അചിന്ത്യശക്തയേ നമ. ഈ അചിന്ത്യശക്തി അത് ഭഗവാനിലാണ് ഉള്ളത്. നമുക്ക് അളക്കാൻ പറ്റാത്ത, ചിന്തിക്കാൻ പറ്റാത്ത ശക്തി. ആ ശക്തി അതിൻ്റെ ഒരു അംശം നമുക്കുണ്ടാവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ആ ശക്തി നമ്മളിലേക്ക് വരുന്നതായിട്ടും സങ്കല്പിക്കണം. ആ ശക്തി നമ്മളെ ബലപ്പെടുത്തുന്നതായും വീണ് കിടക്കണം നമ്മുടെ മനസ്സിനെ എണീപ്പിക്കുന്നതായിട്ടും സങ്കല്പിക്കണം. ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നഷ്ടപ്പെടുത്താം. മനസ്സ് വീഴ്ത്തരുത്. മനസ്സ് വീണ സകലതും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് മനുഷ്യ സഹജമാണ്, വീഴാണ്ടിരിക്കില്ല. പക്ഷെ എണീക്കണം. ഇന്നല്ലെങ്കിൽ നാളെ എണീച്ചേ പറ്റൂ. ശരീരമുള്ളിടത്തോളം അങ്ങനെയാണ്. എന്തിനാണ് എണീപ്പിക്കണേ? മനസ്സിനെ ഇല്ലാണ്ടാക്കാനാ. വീണ് കിടക്കണ മനസ്സിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. അത് അവിടെ കിടന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കി 100,000 ചിന്തകളും 100,000 പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ആത്മബോധം ഉണ്ടാക്കി തരില്ല. മനസ്സിനെ ആരോഗ്യത്തോടു കൂടിയിട്ട് എണീപ്പിച്ച് നിർത്തിയിട്ട് അതിൻ്റെ കട്ടി, അതായത് ചിന്തകളുടെ എണ്ണം കുറച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിൻ്റെ പവർ വർദ്ധിക്കാൻ തുടങ്ങും. അവസാനം മനസ്സേ ഇല്ലാതാവുന്ന സമയത്ത് ആത്മാവ് പൂർണ്ണമായിട്ടും തിളങ്ങുമ്പോൾ ആ പവർ മാത്രം അവശേഷിക്കും. അതിനെ നമ്മൾ ആത്മബലം, ആത്മജ്യോതിസ്, ആത്മചൈതന്യം എന്നൊക്കെ പറയും. അചിന്ത്യമായിട്ടുള്ളത്, ചിന്തിക്കാൻ പോലും പറ്റാത്ത
ശക്തിയോട് കൂടിയിട്ടുള്ള ആ ഭഗവാന് നമസ്കാരം എന്നാണ് നമ്മൾ ഓം അചിന്ത്യ ശക്തയെ നമ എന്ന് പറയുമ്പോൾ. ഓം എന്നുള്ളത് ബ്രഹ്മസൂചകമാണ്. ബ്രഹ്മത്തിൽ നിന്നാണ് സകലതും ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ് എല്ലാ മന്ത്രത്തിൻ്റെയും തുടക്കം ഓം എന്ന് വയ്ക്കുന്നത്. എല്ലാറ്റിലും എല്ലാമായിരിക്കുന്നതിൽ ഇങ്ങനെ ആയിരിക്കുന്ന നിനക്ക് നമസ്കാരം എന്നാണ്. ഓം വിഷ്ണവേ നമ. ബ്രഹ്മമായിരിക്കുന്നതിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവനായിട്ടുള്ള വിഷ്ണുവായിട്ടുള്ള നിനക്ക് നമസ്കാരം. ഓം നമ ശിവായ. ബ്രഹ്മമായിരിക്കുന്ന മംഗളത്തെ കൊണ്ടുവരണം നിനക്ക് നമസ്കാരം. അപ്പോൾ എപ്പോഴും ബ്രഹ്മമായിരിക്കണമെന്ന് പറയാനാണ് ഈ ഓം ചേർക്കുന്നത്. ഓം അചിന്ത്യ ശക്തയെ നമ. ബ്രഹ്മമായിരിക്കുന്ന അചിന്ത്യമായിട്ടുള്ള ശക്തിയുള്ളവനെ നിനക്ക് നമസ്കാരം. ഓം ശ്രീമാത്രേ നമ, അല്ലെങ്കിൽ ഓം ശ്രീ മഹാരാജ്ഞിയെ നമ. ബ്രഹ്മമായിരിക്കുന്ന ഐശ്വര്യവതിയായിട്ടുള്ള മഹാരാജ്ഞിയായിട്ടിരിക്കുന്ന പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവളായിട്ടുള്ള നിനക്ക് നമസ്കാരം. ഓം ജഗദാദി വിയൽ പ്രസവേ നമ. ഓം ബ്രഹ്മമായിരിക്കുന്ന നീ തന്നെയാണ് ജഗത്തിനെയും ഈ ആകാശത്തിനെയും സകലത്തിനെയും പ്രസവിച്ചോളം അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. എങ്ങനെ എടുത്താലും ഈ ഓംകാരം ഉണ്ടാവും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ നാദബ്രഹ്മം എന്ന് പറഞ്ഞാൽ. ആദ്യം ബ്രഹ്മം നമുക്ക് അനുഭവത്തിൽ വരുന്നത് കേട്ടിട്ടാണ്, മണത്തിട്ടോ തൊട്ടിട്ടോ കണ്ടിട്ടോ അല്ല. ശ്രവണമാണ് ആദ്യം. ഗർഭത്തിൽ കിടക്കുമ്പോഴും നമ്മൾ കേൾക്കുക ചെയ്യണം. അമ്മയുടെ ഹൃദയമിടിപ്പ് തൊട്ട് അമ്മയുടെ ശരീരത്തിൽ അകത്ത് സംഭവിക്കുന്ന ആ അവയവങ്ങളുടെയൊക്കെ ശബ്ദങ്ങൾ, പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങൾ, ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ കേട്ടുകൊണ്ടാണ് ലോകത്തിനെ അറിയണത് ആദ്യം. എല്ലാ ജീവികളും അങ്ങനെയാണ്, കേട്ടിട്ടാണ് അറിയുക. അതുകൊണ്ടാണ് നവതാഭക്തിയിൽ ശ്രവണത്തിനെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണു എന്ന് പറയണത് കേട്ടിട്ട് സാക്ഷാത്കരിക്കുകയാണ്. അപ്പോൾ കേൾക്കലാണ് ആദ്യം വേണ്ടത്. അരൂപമായിട്ടുള്ളൊരു വസ്തു, അതിന് ഗുണമില്ല മണമില്ല ഒന്നുമില്ല, എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞിങ്ങനെ ശക്തി കിടക്കുകയാണ്. അത് പ്രകടിപ്പിക്കുമ്പോൾ അതിനെ ശക്തി എന്ന് പറയുന്നത് ഉണരും. അത് ശബ്ദമായിട്ടാണ് ആദ്യം വരിക. പവർ, ആ ശബ്ദശക്തിയാണ് ശബ്ദബ്രഹ്മം. അത് ഓം എന്ന് പറഞ്ഞിട്ട് മുഴങ്ങും. അതിൽ നിന്നാണ് പിന്നെ ബാക്കിയൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്രമത്തിൽ പോകുന്നത്. വിഷ്ണു സഹസ്രനാമം ലളിതയും പോകുന്ന അങ്ങനെയാണ്. ഇവിടെ അചിന്ത്യ ശക്തി. അപ്പോൾ ഓംകാരത്തിൽ നിന്ന് ആദ്യം ഉണ്ടാവുന്ന ഉപയോഗിച്ച വാക്ക്, വേറെ വാക്ക് ഉപയോഗിക്കാം. ഓം അപരാജിതായ, ഓം സുബ്രഹ്മണ്യായ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങായിരുന്നു, തുടങ്ങിയില്ല. ഒന്ന് സുബ്രഹ്മണ്യ സഹസ്രനാമം അക്ഷരമാലാക്രമത്തിലാണ്. ആ തൊട്ട് ക്ഷ വരെയുള്ള അക്ഷരങ്ങൾ മുഴുവൻ കോർത്തിണക്കിയിട്ടൊരു വലിയ മന്ത്രമാതൃക ആണത്. ശരിക്കും മാതൃക വെച്ചാൽ മാതൃകാക്ഷരം. ദേവിയുടെ സ്വരൂപത്തിൽ മകനെ സ്തുതിച്ചിരിക്കുകയാണ്. ദേവിയുടെ സ്വരൂപം കൊണ്ട്, അക്ഷരങ്ങളാകണ ദേവിയുടെ സ്വരൂപം കൊണ്ട് 51 അക്ഷരാളി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടില്ലേ. സ്വയം പ്രകാശിക്കണതാണെങ്കിലും രൂപരഹിതമായതുകൊണ്ട്, സ്വയം പ്രകാശമുണ്ട് പക്ഷേ അതിന് രൂപമില്ലാത്തത് കൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ലാത്ത വസ്തുവാണ് ബ്രഹ്മം. ഉപനിഷത്തുക്കൾ ഇത് സത്യം സത്യം, ഞങ്ങൾ സത്യമാണ് പറഞ്ഞത്, ഞാൻ സത്യമാണ് പറഞ്ഞതെന്ന് ഉറപ്പിച്ച് അടിച്ചടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ എങ്ങനെ കാണും? അയ്യോ ഞങ്ങൾക്ക് കാണുന്നില്ലല്ലോ, ഞങ്ങൾക്ക് മണക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് തൊടാൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് രുചിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇന്ദ്രിയങ്ങളാണ്, ഇതുകൊണ്ട് ഒന്നും അനുഭവിക്കാൻ പറ്റില്ല. നാക്കുകൊണ്ട് രുചിച്ചിട്ട് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. മനുഷ്യനാണെങ്കിൽ ഇതുകൊണ്ടൊക്കെ അറിയണതിനെക്കുറിച്ച് മാത്രമേ അറിവുള്ളൂ. എന്നിട്ട് കണ്ണുണ്ടായിട്ടും കാണാത്തവരും, ചെവി ഉണ്ടായിട്ടും കേൾക്കാത്തവരും, നാക്കുണ്ടായിട്ടും പറയാത്തവരും ഒക്കെയാണ് നമ്മൾ. ഈശ്വരൻ ആരോഗ്യത്തോടു കൂടിയിട്ട് ഇന്ദ്രിയങ്ങൾ തന്നിട്ടും അത് ഡിഫക്റ്റീവാണ്. കാരണം ഇന്ദ്രിയങ്ങളുടെ പർപ്പസ് മുഴുവൻ നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നവരാണ് 99% അല്ലെങ്കിൽ 99.9% മനുഷ്യരും. ഇവിടെ ആത്മസാക്ഷാത്കാരം വരുമ്പോൾ അവനവനെ തിരിച്ചറിയലാണ് ആത്മസാക്ഷാത്കാരം. ഞാൻ ഇടയിലൊരു ദിവസം പറഞ്ഞു, നമ്മളിലുള്ള ഭഗവാനെ തന്നെ തിരിച്ചറിയലാണ് ആത്മസാക്ഷാത്കാരം. അല്ലാണ്ട് നമ്മൾ ഭഗവാനാണെന്ന് തിരിച്ചറിയലല്ല. നമ്മളിലുള്ള ഭഗവാൻ താൻ ഭഗവാനാണ്, ഈ ശരീരമായിരിക്കണം ഇന്ന ആളല്ല എന്ന് തിരിച്ചറിഞ്ഞോട് കൂട്ടി നമ്മുടെ ഐഡൻറ്റിറ്റി തകർന്ന് തരിപ്പണായി പോകും. ഞാൻ ഇന്ന ആളാണ്, ഇന്ന ആളുടെ ഭാര്യയാണ്, ഇന്ന ആളുടെ ഭർത്താവാണ്, ഇന്ന ആളുടെ എന്താ പറയുക മകനാണ്, അല്ലെങ്കിൽ അച്ഛനാണ്, ഇങ്ങനത്തെ ഐഡൻറ്റിറ്റീസൊക്കെ ഇന്ന പൊസിഷനിലിരിക്കുന്ന ആൾ ഒക്കെ പോകും. അത് കംപ്ലീറ്റ് പോയി കഴിഞ്ഞ് ആ ബ്രഹ്മാവസ്ഥ മാത്രം വരും. അത് അനുഭവിക്കാനേ പറ്റുള്ളൂ, അത് സമാധിയിലേ കിട്ടുള്ളൂ. അചിന്ത്യമായിട്ടുള്ള ബ്രഹ്മത്തിൻ്റെ ശക്തി അചിന്ത്യമായിട്ട് തന്നെ ഇരിക്കണം. അതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അചിന്ത്യ ശക്തി എന്ന് വിളിച്ച്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ബ്രഹ്മത്തിൻ്റെ ശക്തി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ഒരാളെക്കുറിച്ച് ഒന്നും അറിയില്ല, പിന്നെ അയാളുടെ ശക്തി എങ്ങനെയാണെന്ന് എങ്ങനെ അറിയും? അതുകൊണ്ടത് അചിന്ത്യ ശക്തി. ഇങ്ങനെയാണ് അതിൻ്റെ നിഷ്പത്തി വരണത്. അതായത് അതിനെ അങ്ങനെയാണ് നമ്മളത് ചിന്തിച്ചെടുക്കേണ്ടത്. പരമാത്മാവിൻ്റെ ഈ ശക്തി തന്നെയാണ് അനവധി വേദങ്ങളിൽ
വേദങ്ങളിലൊക്കെ അങ്ങനെ പല തരത്തിലും പറഞ്ഞിട്ടുള്ളത്. ശ്വേതാരോപനിഷത്തിലൊക്കെ വിസ്തരിച്ചിട്ടത് പറയുന്നുണ്ട്. ഭഗവാന്റെ ഈ ശക്തിയെ, ബ്രഹ്മത്തിൻ്റെ ഈ ശക്തിയെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 3 തരത്തിലാണ് ഇത് പ്രപഞ്ചത്തിൽ വർക്ക് ചെയ്യണത്. ഈ ശക്തി എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഇത് നമ്മുടെ അകത്തുണ്ട്, പ്രകൃതിയിലുണ്ട്, സകല ചരാചരങ്ങളിലുണ്ട്, ബ്രഹ്മാണ്ടത്തിൽ മുഴുവനുണ്ട്. ഗോളങ്ങൾ നീങ്ങണതും ഭ്രമണങ്ങൾ നടക്കുന്നതും ഗ്രഹണങ്ങൾ നടക്കുന്നതും ഒക്കെ, എല്ലാം നക്ഷത്രങ്ങൾ ഉണ്ടാവുന്നതും പൊട്ടിത്തെറിച്ച് പോകുന്നതും ഇല്ലാതാവുന്നതും ഉണ്ടാവുന്നതും ഒക്കെ, നെബുലകളും ക്വാസാറുകളും പൾസാറുകളും ഇങ്ങനത്തെ ഗാലക്സികളും മുഴുവൻ വർക്ക് ചെയ്യുന്നതും, നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നതും, നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും വർക്ക് ചെയ്യുന്നതും, നമ്മുടെ അവയവങ്ങൾ വർക്ക് ചെയ്യുന്നതും, നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നതും, ഈ പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളും വർക്ക് ചെയ്യണത് ഈ 3 ശക്തികളെ കൊണ്ടാണ്. അല്ലാന്ന് തെളിയിക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. സയൻസ് പോലും അതിനെ ഡിസ്പ്യൂട്ട് ചെയ്യില്ല. കാരണം അത്ര പെർഫെക്റ്റ് ഫണ്ടമെൻ്റൽസ് അത്. അതിലാദ്യത്തത്, ഒരു കാര്യം ഇങ്ങനെ ഉണ്ടാവണം എന്ന നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹമായിട്ടുള്ള ഇച്ഛാശക്തിയാണ്. ഗോളങ്ങൾക്കുണ്ട്. നമുക്ക് തോന്നുകയാണ് രൂപയിൽ ഇങ്ങനത്തെ വസ്തുക്കൾക്ക് ഇച്ഛാശക്തിയില്ല. ഇച്ഛാശക്തിയുണ്ട്. ഇതിലത്തെ തന്മാത്രകൾ നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നുള്ള ബോധത്തോട് കൂടിയിട്ട് ഒട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊക്കെ പറത് എല്ലാം ആവിയായി പോവും, ഒന്നും ഉണ്ടാവില്ല. ഈ നിൽക്കുന്ന വസ്തുക്കളൊന്നും നമുക്കൊന്നും ഉണ്ടാവില്ല, നമ്മുടെ ശരീരം പോലും ഉണ്ടാവില്ല. മോളിക്കുലർ അട്രാക്ഷൻ, ആറ്റോമിക് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്, ഭൂമിയുടെ തന്നെ അട്രാക്റ്റീവ് ഫോഴ്സ്, ഗ്രാവിറ്റി, ഇതൊക്കെ ഒരു ഇച്ഛയിലാണ് സംഭവിക്കുന്നത്. അത് നമ്മൾ വിചാരിക്കണം നമ്മൾ ആഗ്രഹിക്കണ പോലെ എന്താണെന്നാണ്. അങ്ങനെ അല്ല. അത് സൂക്ഷ്മമായിട്ടേ മനസ്സിലാവുള്ളൂ. ആ ഇച്ഛാശക്തിയാണ് ഫസ്റ്റത്തെ ആൾ. പിന്നെ ആഗ്രഹിച്ചതിനെ പ്രവർത്തിക്കാനൊരു കാര്യപ്രാപ്തി എന്ന് പറയും നമ്മൾ നാടൻ ഭാഷയിൽ. ഇറങ്ങി പണിയെടുക്കുക. വെറുതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് ഇച്ഛാശക്തി വേണം. ഞാനത് ചെയ്തിരിക്കും, എനിക്കത് അങ്ങനെ ചെയ്യണം. അത് കഴിഞ്ഞാൽ കാര്യപ്രാപ്തിയാണ്. ആ കാര്യപ്രാപ്തിയാണ് ക്രിയാശക്തി. പക്ഷേ ഇച്ഛ ആഗ്രഹിച്ചു, കാര്യപ്രാപ്തി ഉണ്ട്, അതുകൊണ്ടും കാര്യമില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് അറിയണം. എങ്ങനെ ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് മാത്രമേ അതിനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് ജ്ഞാനശക്തി എന്ന് പറയും. അപ്പോൾ ഇച്ഛ വേണം, ക്രിയ വേണം, ജ്ഞാനം വേണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമേ ജഗത്തിൻ്റെ സൃഷ്ടി തന്നെ ഉണ്ടാവുള്ളൂ. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം, ഇതിലൊക്കെ ഈ ശക്തിത്രയത്തിൻ്റെ നിരന്തര പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇടകലർന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് ആദ്യം ആഗ്രഹം ഉണ്ടാവും. അതിനെ പറ്റിയിട്ട് നന്നായി പഠിക്കും. ബുദ്ധിയുള്ളവൻ ചാടിക്കയറി ചെയ്യില്ല. ജ്ഞാനശക്തിയെ വർദ്ധിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാര്യം ചെയ്യും. ഇതാണ് അതിൻ്റെ ക്രമം. ഈ പ്രപഞ്ചത്തിൽ സകല പ്രവർത്തനങ്ങളും ഈ ക്രമത്തിലാണ് ഉണ്ടാവുന്നത്. ആഗ്രഹം ഉണ്ടാവണം, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ജ്ഞാനം ഉണ്ടാവണം, അത് കഴിഞ്ഞ് അത് നടപ്പിൽ വരുത്തണം. നിങ്ങൾ രാവിലെ ഇന്നലെ ചിന്തിച്ചു, ഇന്നലെ വരാത്തവരും കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വരാത്തവരും വിചാരിച്ചു ഇന്നെങ്കിലും ഒന്ന് വലിയപാടത്ത് പോകണം. അത് നിങ്ങളുടെ ഇച്ഛാശക്തിയാണ്. രാവിലെ എണീച്ചു, രാവിലെ നേരത്തെ എണീച്ചു, അലാം അടിച്ചു, വേണ്ട വയ്യ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു, പിന്നെയും അല്ല ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എണീച്ചു. അത് ഇച്ഛാശക്തിയാണ്. എന്നിട്ട് നിങ്ങൾ കുളിച്ചു, റെഡിയായി വരണു. അപ്പോൾ നിങ്ങൾക്ക് അറിയണം എത്ര മണിക്ക് എത്തണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഏത് വസ്ത്രം ധരിക്കണം, ഏത് റൂട്ടിൽ വലിയപാടത്തേക്ക് വരണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയലാണ് ആ അറിവിൻ്റെ ശക്തി. നിങ്ങൾ അവിടെ നിന്ന് വന്ന വരവാണ് ക്രിയ. ഈ വിധത്തിൽ എന്തിലും ഏത് ചെറിയ കാര്യത്തിലും രാവിലെ ഒരു കപ്പ് ചായ ഉണ്ടാക്കണതിൽ പോലും നിങ്ങൾക്ക് കാണാം. ചായ ഉണ്ടാക്കാൻ അറിയുക എന്നുള്ളതാണ് ജ്ഞാനശക്തി. ചായ വേണമെന്നുള്ള ആഗ്രഹമാണ് ഇച്ഛാശക്തി. അത് ഉണ്ടാക്കാം, ഞാൻ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതും ഇച്ഛാശക്തിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കണോ അല്ലേ, അതും അതാണ്. പിന്നെ അത് ഉണ്ടാക്കലാണ് ക്രിയ. അപ്പം ഇങ്ങനെ ഈ വിധത്തിൽ ആണ് പ്രപഞ്ചത്തിലെ സകലമായ കാര്യങ്ങളും നടക്കുന്നത്. ജീവാത്മാക്കളുടെ സംസാരം അതേമാതിരി ആധ്യാത്മികം ആയിട്ടുള്ള സകല ഉന്നമനത്തിനും സഹായിക്കുന്നത്. അതേമാതിരി തന്നെ അവരുടെ എല്ലാ വീഴ്ചകൾക്കും കാരണം ഇവരുടെ ഇല്ലായ്മയാണ്. ഈ 3 പേരും ഇല്ലെങ്കിൽ, ഇതിൽ ആരെങ്കിലും ഒരാളില്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ നമ്മൾ ഉയരില്ല. നമ്മൾ പരാതിപ്പട്ടികൾ മാത്രവും. നമ്മുടെ ഭരണകൂടങ്ങളും നമ്മളെ നയിക്കുന്ന നേതാക്കന്മാരും നമ്മളെ പരാതിപ്പട്ടികളായിട്ട് ഇരിക്കാൻ മാത്രമാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ 3 ഗുണം അവർ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ നന്നായിട്ടിരിക്കും.
നമ്മൾ നന്നാവില്ല. ഈ 3 ഗുണത്തിനെ വളർത്തുകയാണ് വേണ്ടത് കൊച്ചുകുട്ടിയാകുമ്പോൾ തൊട്ട് നമ്മുടെ മക്കളിൽ. അത് വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ലൗകികമായിട്ടും ആധ്യാത്മികമായിട്ടും ഉയരാനുള്ള സകല സാഹചര്യങ്ങളും പ്രകൃതി തന്നെ ഒരുക്കി കൊടുക്കും. കാരണം ഈ ശക്തികൾ ജഗത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലാണ് ഇച്ഛാശക്തി ഇരിക്കുന്നത്. മനസ്സിൻ്റെ തലത്തിലാണ് ഇച്ഛാശക്തിയായിട്ടിരിക്കുന്നത്. ബുദ്ധിയുടെ തലത്തിലാണ് ജ്ഞാനശക്തിയായിട്ടിരിക്കുന്നത്. ശരീരത്തിൻ്റെ തലത്തിലാണ് ക്രിയാശക്തിയായിട്ടിരിക്കുന്നത്. അപ്പോൾ മനസ്സ്, ബുദ്ധി, ശരീരം, ഇതാണ് ഈ 3 ശക്തികളുടെ ഇരിപ്പിടം. വേല് ജ്ഞാനശക്തിയാണ്. മുരുകൻ്റെ ബുദ്ധിയിലാണ് വേലിരിക്കുന്നത്. മുരുകൻ്റെ ഹൃദയം, മുരുകന് കുറച്ച് സ്നേഹം വള്ളിയോട് കൂടുതലുള്ള മാതിരി നമുക്ക് എപ്പോഴും കഥകളിൽ തോന്നും. അതിന് കാരണം ആണെന്ന് ചോദിക്കുമ്പോഴേക്കും ആണെന്ന് പറഞ്ഞു, തോന്നുന്നു പറഞ്ഞത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല, ആണെന്ന് ആണ് മണിയടിച്ച്. അപ്പോൾ മനസ്സിലാണ് ഇച്ഛാശക്തി ഇരിക്കുന്നത്. വള്ളി കുടികൊള്ളണത് മനസ്സിൽ. അതേപോലെ ക്രിയ എന്ന് പറയുന്ന ശക്തി നമ്മുടെ ശരീരത്തിൽ വർത്തിക്കുന്നു. ദേവസേന നമ്മുടെ ശരീരത്തിലുള്ള സകല കഴിവുകളുമാണ് എന്ന് മനസ്സിലാക്കിയാൽ അത് കൃത്യമായിട്ട് നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ജീവാത്മാക്കളുടെ മാനസികവും ശാരീരികവും ബുദ്ധിപരമായിട്ടുള്ള എല്ലാ കഴിവുകളും ഈ ശക്തിത്രയത്തിൻ്റെ ചെറിയ ഒരു പ്രതിഫലനം മാത്രമാണ്. നമ്മൾ പറയില്ല അയാൾ ഭയങ്കര കഴിവുള്ള ആളാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര മനഃശക്തിയാണ്, അയാൾ കാര്യം നടത്തണം കാണണം, അല്ലെങ്കിൽ അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനെയും ഏറ്റവും വലിയ ഇച്ഛാശക്തി ഉള്ളവനെയും ഏറ്റവും വലിയ ശരീരബലം ഉള്ളവനെയും ഒക്കെ നമ്മൾ വാഴ്ത്താറുണ്ട്. അതൊക്കെ ഈ പ്രപഞ്ചത്തിൽ ഈ ബ്രഹ്മം ഉൾക്കൊള്ളുന്ന ഈ 3 ശക്തികളുടെയും വെറും ഒരു ചെറിയ പൊടി മാത്രമാണെന്നാണ് പറയുന്നത്. ഒരു ചെറിയ പൊടി. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് 3ാം ഒരു ഗുണമുണ്ടാവും. ഇതൊരു ചെറിയ പ്രതിഫലനം മാത്രമാണെന്ന്. സാധനയിൽ നമ്മൾ ഉയരുമ്പോൾ ഇത് 3ഉം വർദ്ധിക്കും. ശരീരത്തിനും ബലം വരും, മനസ്സിനും ബലം വരും, ബുദ്ധിക്കും നല്ല തെളിച്ചും കൂർമ്മതിയും വരും. പക്ഷെ അത് ഭഗവാന്റെ ശക്തിയുടെ ഈ 3 ശക്തികളുടെ ചെറിയൊരു പൊടി മാത്രമാണ് നമ്മൾ ഇത്രയും വലുതായിട്ട് അനുഭവിക്കണമെന്ന് മനസ്സിലാവുമ്പോൾ നമുക്ക് വിനയം ഉണ്ടാവും. വിനയം പരമപ്രധാനമാണ്. മുരുകനെ പ്രസാദിക്കാൻ ഏറ്റവും വേണ്ട ഒരു ഗുണം വിനയമാണ്. മുരുകൻ്റെ കാര്യത്തിൽ മുരുകൻ ബ്രഹ്മാവെന്ന് പോലും ആ വിനയം കാണായ്മയാണ് മുരുകനെ ആ ചോദ്യം ചെയ്യാനും അദ്ദേഹത്തിനെ പിടിച്ച് തടവിലിടാനും ഒക്കെ കാരണം. അറിയില്ല എനിക്കെന്ന് പറഞ്ഞിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് ഒഴിഞ്ഞു നടക്കുകയും അഹങ്കാരം കാണിക്കുകയൊക്കെ ചെയ്തതാണ് മുരുകനെ ചൊടിപ്പിക്കുന്നത്. വിനയം വളരുമ്പോൾ താനെ ആത്മസമർപ്പണത്തിൻ്റെ വഴി തുറക്കും. കാരണം വിനയം സമർപ്പണത്തിന് കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗുരുനാഥനാണ്. വിനയമുണ്ടെങ്കിൽ സമർപ്പണം ഉണ്ടാവും, അത് യാതൊരു സംശയമില്ല. അചിന്ത്യശക്തിക്ക് വേറൊരർത്ഥം കൂടെ കൊടുത്തിട്ടുണ്ട്. ഉപാസനയുടെ തലത്തിലാണ് അത് പറയണത്. നമ്മൾ സൈക്കോളജിക്കലി മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലും ഉപാസനയുടെ കാഴ്ചപ്പാടിലും. വാസ്തവത്തിൽ ഉപാസനയുടെ കാഴ്ചപ്പാട് എന്നും മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടാണ്. മനസ്സിനെ നിയന്ത്രിക്കാനും ബലപ്പെടുത്താനും വേണ്ടിയാണ് ഉപാസന ചെയ്യണത്. എന്തിനാണ് ഉപാസനം ഭഗവാന്റെ അടുത്ത് പോയിരിക്കണത്? മനസ്സ് നേരാക്കി നിർത്താനാണ്. അപ്പോൾ സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഉപാസനാപരം, ഒരു വ്യത്യാസവും. അചിന്ത്യശക്തി എന്ന് പറഞ്ഞാൽ ഭ്രമരകീടന്യായം എന്ന് പറയും. ഭ്രമരകീടന്യായം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പുഴു വേട്ടാളനെ ചിന്തിച്ചിട്ട് വേട്ടാളനായിട്ട് മാറുന്നു. വേട്ടാളൻ്റെ കൂട് പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ പുഴു ഉണ്ടാവും. ആ പുഴു വേട്ടാളനെ ചിന്തിച്ചിട്ട് വേട്ടാളനായിട്ട് മാറുക. നമ്മൾ ആരെ ചിന്തിക്കണോ അതായി നമ്മൾ മാറും. നമ്മൾ നമ്മുടെ ശത്രുവിനെ 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ നമ്മുടെ ശത്രുവിനെ പോലെ ആവും. അതുകൊണ്ട് ശത്രുവിനെ ചിന്തിക്കരുത്, അധികം പ്രാധാന്യം കൊടുക്കരുത്. ഇതിനെയാണ് ഭ്രമരകീടന്യായം പറയുക. അതുകൊണ്ട് അതേപോലെ സാധകൻ ധ്യാനത്തിൻ്റെ പരമോന്നത അവസ്ഥയിൽ എന്ത് വസ്തുവിനെയാണോ ധ്യാനിക്കണത് അതിനെ ധ്യേയം എന്ന് പറയും. നിങ്ങളൊരു പെന്ന് ധ്യാനിച്ചാൽ ധ്യേയം പെന്നാണ്. നിങ്ങൾ ഭഗവാനെ ധ്യാനിച്ചാൽ അതാണ് ധ്യേയം. ആ ധ്യേയവസ്തു ആയിട്ടുള്ള ഉപാസനയുടെ മൂർത്തിയായിട്ട് ഭഗവാനുമായിട്ട്, നമ്മൾ ഉപാസിക്കുന്ന ദേവനുമായിട്ട്, നമ്മുടെ ഇഷ്ടദേവനുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കും. കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗുരുവായൂരപ്പനെ
ആരാധിക്കുന്നവർക്ക് ഗുരുവായൂരപ്പൻ്റെ ഛായ, മഹാദേവനെ ആരാധിക്കുന്നവർക്ക് മഹാദേവൻ്റെ ഛായ, മുരുകനെ ആരാധിക്കുന്നവർക്ക് മുരുകൻ്റെ ഛായ. ഇങ്ങനെ ഏത് ദേവതയാണ് ഉപാസിക്കുന്നത് ആ ഉപാസനാമൂർത്തിയുടെ താതാത്മ്യം കൊണ്ട് ആ ഛായ വന്നുകൊണ്ടിരിക്കും എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം തന്നെ ഈ താതാത്മ്യം പ്രാപിക്കുന്നതാണ്. കാലക്രമേണ വരും. എന്തിന്? പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് 50 കൊല്ലം ഒന്നിച്ച് ജീവിക്കുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് വരെ ഒരേ ഛായ വരാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഇന്ന് അങ്ങനത്തെ ദമ്പതികൾ കുറഞ്ഞു തുടങ്ങിയില്ലോ, എന്നാലും കാണാം ഒരേപോലെ ഇരിക്കും. കൂടപ്പറപ്പുകളാണോ തോന്നിപ്പോവും, അങ്ങനെ ആവും. ആ ഛായ അങ്ങനെ ഒരേപോലെ ആയി വരുന്ന പണ്ടത്തെയൊക്കെ ചില പടങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, വയസ്സായിട്ടുള്ള പ്രായത്തിലൊക്കെ അവരുടെ പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ സാധിക്കും. ഇത് വിശദമായിട്ട് പഠിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മനുഷ്യൻ്റെ കാര്യത്തിൽ. ഞാൻ എവിടുന്നെങ്കിലും പെട്ടെന്ന് എനിക്ക് തോന്നിയിട്ട് പറയണമല്ല. ഇതിനെക്കുറിച്ച് പേപ്പറുകൾ തന്നെ, ഗവേഷണ പ്രബന്ധങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ ഛായാസാമ്യത വരുന്നതിനെക്കുറിച്ച്. അതിൻ്റെ കാരണം എന്താണെന്ന് സയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. വിശദീകരണങ്ങൾക്കൊന്നും വഴങ്ങാത്ത ഒരു നിഗൂഢ ശക്തിയാണ് ഈ താതാത്മ്യത്തിൻ്റെ കാരണമായിട്ട് നിൽക്കണം. ഈ ശക്തി എല്ലാ വിചാരങ്ങൾക്കും ചിന്തയ്ക്കും അപ്പുറത്തായതുകൊണ്ട് അതിനെ അചിന്ത്യ ശക്തി എന്ന് വിളിക്കുന്നു. ഭഗവാനുമായിട്ട് നമുക്ക് ആ താതാത്മ്യം ഉണ്ടാക്കി തരുന്ന, ആ ലയം ഉണ്ടാക്കി തരുന്ന ശക്തി ആയതുകൊണ്ട് അതിന് വിശദീകരണം ഇല്ലാത്തതുകൊണ്ട് അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്ന് പറയാൻ കറണ്ട് പോലെ ഇരിക്കും, തീ പോലെ ഇരിക്കും എന്നൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് അതിനെ അചിന്ത്യ ശക്തി എന്ന് പറയും. ഈ അചിന്ത്യ ശക്തി സാധകരുടെ വഴികാട്ടി എന്ന് പ്രസിദ്ധമായിട്ടുള്ള, അല്ലെങ്കിൽ ആ പ്രസിദ്ധിയുള്ള കാരുണ്യത്തിൻ്റെ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിക്ക് അധീനമാണ് എന്ന് പറയുകയാണ്. സുബ്രഹ്മണ്യൻ സാധകർക്ക് വഴികാട്ടിയാണ്. സാധന ചെയ്യുന്നവർ ഏത് ദേവനെ സാധന ചെയ്താലും ചില ദേവതകളുടെ അടുത്ത് നമുക്ക് എന്നും മാർഗനിർദ്ദേശം സ്വീകരിക്കാം. നമ്മൾ ശിവനെ പൂജിച്ചാലും അമ്മയെ പൂജിച്ചാലും ഇപ്പോൾ ജപം ഉറയ്ക്കുന്നില്ലെങ്കിൽ ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്. ഹനുമാൻ സ്വാമിയോട് പ്രാർത്ഥിക്കുക, സ്വാമി എനിക്ക് ജപം ഉറയ്ക്കണില്ല, എനിക്ക് സമയത്തിന് ജപിക്കാൻ പറ്റണില്ല, 3 ഉരു ജപിക്കാമെന്ന് വിചാരിച്ചിട്ട് അതുപോലും എനിക്ക് മടി വരണു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം വന്ന് മുടങ്ങണു, സഹായിക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. ഹനുമാൻ സ്വാമി ജപത്തിൻ്റെ രാജാവാണ്. ജപിക്കാൻ അനുഗ്രഹിക്കും, ധ്യാനിക്കാൻ, ചിട്ടയോടുള്ളൊരു ജീവിതത്തിന്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരിക്കാം, ഏത് ദേവൻ്റെ വേണമെങ്കിലും ഭക്തനായിരിക്കാം. നിങ്ങൾക്ക് തോന്നുന്ന അച്ചടക്കം പോരാ, നിങ്ങൾക്കൊരു മാർഗനിർദ്ദേശം ഉപാസനയിൽ കിട്ടണില്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ മുരുകനോട് പ്രാർത്ഥിച്ചു നോക്കൂ. അടിച്ച് പഠിപ്പിക്കും, അടിച്ചാൽ പഠിപ്പിക്കുക. അവിടെ അടിച്ച് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസല് ഒന്നാന്തരം ഉപാസകനാക്കിയിട്ട് മാറ്റും മുരുകൻ നമ്മളെ. അതേപോലെ ഈ ഗുരു ഇല്ല എന്ന് സങ്കടപ്പെടുന്ന ആൾക്കാർ ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിക്കുക. ദക്ഷിണാമൂർത്തിയെ പ്രാർത്ഥിച്ച്, ഭഗവാനെ എനിക്ക് ഗുരുവില്ല, അവിടുന്ന് എനിക്ക് യുക്തനായിട്ടുള്ളൊരു ഗുരുവിനെ കണ്ടെത്തി തരണേ എന്ന് പറഞ്ഞിട്ട് നിരന്തരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിന് ശരിക്കും താന്ത്രിക വിധിയൊക്കെ ഉണ്ട്. ഇത്ര ജപിച്ചിട്ട് കിഴക്കോട്ട് തലവെച്ച് ഇടത്തോട്ട് ചെരിഞ്ഞ് കിടന്ന് ഉറങ്ങുക. രാത്രി സ്വപ്നത്തിൽ കാണും, എവിടെയാണ് ആരാണെന്നൊക്കെ കാണിച്ചു തരും. അതിൻ്റെ വിദ്യകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കഠിനമാണ്. ഇന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സാധാരണക്കാർ വെറുതെ പ്രാർത്ഥിക്കുക, നല്ലോണം പ്രാർത്ഥിക്കുക, ആ യുക്തനായിട്ടുള്ള ഒരാളെ കാണിച്ചു തരും. അപ്പം ഇതൊക്കെ ആ ശക്തി, ഏതൊരു ശക്തി കൊണ്ടാണോ നമ്മൾ ഇപ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ളിൽ ഭക്തി കൊണ്ട് നിങ്ങൾ ഒരു നിമിഷം നിങ്ങളുടെ കുടുംബത്തിലുള്ള സകല വിഷമങ്ങളും മറന്ന് ആ മുരുകനിൽ മാത്രം ലയിക്കുക, കണ്ണിന്ന് കണ്ണുനീര് വരിക, ഒരു ലയം കിട്ടുക, അല്ലേ? കിട്ടില്ലേ? നമുക്കൊക്കെ കിട്ടാറുണ്ട്, എല്ലാവർക്കും കിട്ടാറുണ്ട്. അത് ഏത് ശക്തിയാണത്? അതാണ് ഈ അചിന്ത്യ ശക്തി. അതുകൊണ്ട് നമ്മളാരും ഇത് അനുഭവിക്കാത്തതല്ല. ഏതിൻ്റെ പവർ കൊണ്ടാണോ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഉള്ളിൽ ലയം വരുന്നത്, അത് അചിന്ത്യ ശക്തി. ആ ശക്തി തന്നെയാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ശക്തി എന്ന് പറഞ്ഞാൽ അനന്തമാണ്.
അത് ഒരു വിഷയത്തിലും ഇന്ന സബ്ജക്റ്റിൽപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല, ഇന്ന ക്ലാസിഫിക്കേഷൻ്റെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കില്ല, അതിനെ നിർവചിക്കാൻ സാധിക്കില്ല. അതിലൊക്കെ ഉപരി അത് അചിന്ത്യമാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. സുബ്രഹ്മണ്യസ്വാമിയുടെ രൂപത്തിൻ്റെ ആരാധനയിൽ സഗുണാരാധന എന്ന് പറയും. ഭഗവാന്റെ കാണാവുന്ന ഇതൊക്കെ നമ്മൾ ഈ ചെയ്യണയൊക്കെ സഗുണാരാധനയാണ്, ഗുണത്തോടു കൂടിയുള്ള ആരാധന. ഭഗവാൻ വെറും ഒരു പടനായകനോ എല്ലാവരെയും ഹരം കൊള്ളിക്കുന്ന ഒരു സേനാനി ലീഡർ അതൊന്നുമല്ല ശരിക്ക്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് അതൊക്കെ ഭഗവാന്റെ ചെറിയ ചില അംശങ്ങൾ മാത്രമാണ്. അത് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ നമ്മൾ രൂപം കൊടുത്തിട്ട് നമ്മൾ സാധാരണക്കാർക്ക് എന്തെങ്കിലും ഒരു രൂപം കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് വേണം. അരൂപിയായിട്ടുള്ളൊരു ദൈവത്തിനെ ആരാധിക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അത് തട്ടിപ്പാണ്. എവിടെയെങ്കിലും ഒരു ദിക്കിലേക്ക് നോക്കിയിട്ടെങ്കിലും ഒരു രൂപത്തിൽ നോക്കിയിട്ടെങ്കിലേ ഈ അരൂപി എന്ന് പറയുന്ന ദൈവത്തിനെ വിളിക്കാൻ പറ്റുള്ളൂ. ഒരു പോയിൻ്റ് ഓഫ് റെഫറൻസ് ഇല്ലാണ്ട് മനസ്സിന് മനസ്സിലാവില്ല. മനുഷ്യൻ്റെ മനസ്സിന് എപ്പോഴും എന്തെങ്കിലും ഒരു ഘടകം വേണം, അതിൻ്റെ നേരെ തിരിഞ്ഞിരിക്കാൻ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ സഗുണമായിട്ടുള്ള ആരാധനയിൽ സത്വരജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ടുള്ള രൂപം, ശരീരം കൊടുത്തിരിക്കുന്നു. 6 ഗുണങ്ങൾ. ഭഗവാനിൽ സത്വഗുണവും രജോ ഗുണവുമാണ്, മുരുകനിൽ തമസില്ല. അത്ര ശുദ്ധനാണ്. അതുകൊണ്ടാണ് ജ്ഞാനപണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. ഭഗവാന് നമ്മളെ മാതിരി ജപിക്കാണ്ടിരിക്കുമ്പോൾ ഉറക്കം വരില്ല. സത്സംഗത്തിൻ്റെ അവിടെ പോയാലും ഉറക്കം വരില്ല. വീട്ടിൽ ഉറങ്ങാൻ പറ്റാത്ത നമ്മൾ, അതും തമസ്സുകൊണ്ടാണ്. എവിടെയാണോ ഉറങ്ങേണ്ടത്, ഒരു ധർമ്മം എവിടെ ചെയ്യണോ, ഏത് സമയത്ത് ചെയ്യണോ ആ സമയത്ത് ചെയ്യാൻ സാധിക്കാതിരിക്കുക. ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങേണ്ട കിടക്കയിൽ കിടന്നാൽ ഉറക്കം വരില്ല, അത് തമസ്സാണ്. എന്നാൽ ഉറങ്ങാൻ പാടില്ലാത്ത സ്ഥലത്ത് ഉറങ്ങാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം വരിക, അതും തമസ്സാണ്. ഭഗവാനെ ഇത് ബാധിക്കുന്നില്ല. ഭഗവാനെ ആരാധിച്ചാൽ ഇതും നമ്മളെ ബാധിക്കില്ല. അങ്ങനെ ഭഗവാന്റെ രൂപത്തിൽ ആരാധനയിൽ ഭഗവാന്റെ പത്നിമാരായിട്ടുള്ള ശ്രീവല്ലി ദേവി, വല്ലിനായകിയും അതേമാതിരി ദേവസേനാദേവി ഷഷ്ടി, ഇവർ രണ്ടുപേരും ഭഗവാന്റെ ഇച്ഛയും ക്രിയയുമാണ്. വല്ലി ഇച്ഛ, ദേവസേന ക്രിയ, രണ്ടുപേരും വേണം. ക്രിയ മാത്രമായിരുന്നു ബ്രഹ്മത്തിലുണ്ടായിരുന്നത് ആദ്യം. പക്ഷേ ഇച്ഛയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വല്ലിയെ സ്വീകരിച്ചു. നോക്കൂ, ആദ്യം വല്ലിയല്ല സ്വീകരിച്ച്, ക്രിയാശക്തിയാണ് സ്വീകരിച്ച്. ഇതിനൊക്കെ അർത്ഥമുണ്ട്. നമുക്കിതൊന്നും മുഴുവൻ ഇരുന്ന് പറയാൻ സമയമില്ല. ചിന്തിക്കുക, എന്തുകൊണ്ട് ആദ്യം ക്രിയയെ സ്വീകരിച്ചു? അതിനൊക്കെ മുമ്പ് എന്തുകൊണ്ട് വേലായിട്ട് ജ്ഞാനശക്തിയെ സ്വീകരിച്ചു? വേലെന്നോണ്ട് ജനിച്ചിട്ട് വിത്തിൻ കുറച്ച് നേരത്തിനുള്ളിൽ ആൾക്ക് വേല് കൈ കിട്ടിയിട്ടുണ്ട്. അറിവാണ് ആദ്യം ഉണർന്നത്, പിന്നെ ക്രിയ ഉണർന്നു, പിന്നെ ഇച്ഛ ഉണർന്നു. സാധാരണഗതിക്ക് ഇത് നേരെ തിരിച്ചാണ് വരിക ജീവിതത്തിൽ. ഭഗവാനിൽ ഇതൊക്കെ റിവേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഭഗവാനോടുള്ള ശുദ്ധമായിട്ടുള്ള ഭക്തിയുടെ രൂപം, നമ്മുടെയൊക്കെ ഉള്ളിൽ ശുദ്ധഭക്തി ഉണ്ടെങ്കിൽ ആ ശുദ്ധഭക്തിയും ഇച്ഛാശക്തിയാണ്. ശുദ്ധമായിട്ട് ഈശ്വരനോട് തോന്നുന്ന സ്നേഹം, ഭക്തി, ഇച്ഛാശക്തിയാണ്. ഭഗവാനെ കിട്ടണം കിട്ടണം കിട്ടണം, ഭഗവാന് വേണ്ടിയിട്ട് പലതും ചെയ്യണം ചെയ്യണം ചെയ്യണം, ഭഗവാനും ഞാനും തമ്മിലുള്ള ആ താതാത്മ്യം, ലയം അറിയണം അറിയണം അറിയണം, ഇതൊക്കെ ഇച്ഛാശക്തിയാണ്. അത് എങ്ങനെ അറിയണം, എങ്ങനെ ഭഗവാനെ സേവിക്കണം, എങ്ങനെ ഭഗവാനെ സന്തോഷിപ്പിക്കണം, എന്ത് ചെയ്യാൻ പാടില്ല ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഈ അറിവാണ് ജ്ഞാനശക്തി. അതിനുശേഷം അത് നമ്മൾ പൂജയായിട്ടും നമസ്കാരമായിട്ടും പ്രദക്ഷിണമായിട്ടും ജപമായിട്ടും ഒക്കെ ചെയ്യൽ ക്രിയാശക്തി. നമ്മൾ പല ആൾക്കാർക്കും സാധനയുടെ കാര്യം വരുന്ന സമയത്ത് വല്ലി ഉണ്ട്, ഇച്ഛാശക്തി ഉണ്ട്, വേണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും ഉണ്ട്, പോകണം, പ്രാർത്ഥിക്കണം. പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ജ്ഞാനം കുറവാണ്. ഇനി കിട്ടിയാൽ തന്നെ എനിക്കൊന്നും മെനക്കെടാൻ വയ്യ. ദേവസേന ഒട്ടുമില്ല. ദേവസേനയാണ് ഏറ്റവും കുറവ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസേന ഉണ്ടെങ്കിൽ ഇത് നടപ്പിൽ വരുത്താൻ പറ്റുള്ളൂ. അറിഞ്ഞിട്ടും കാര്യമില്ല. എല്ലാവരും, ചിലവരുണ്ട് കുറേ പുസ്തകം വാങ്ങി വയ്ക്കും, ലോകത്തിലുള്ള സകല സത്സംഗത്തിനും പോവും, എല്ലാ നോട്ടും എഴുതിയെടുക്കും, ഫുള്ള് കൺഫ്യൂഷനാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ഈ സംശയം തീർന്നിട്ട് ഇതൊന്നും അവർക്ക് നടപ്പിൽ വരുത്താനുള്ള സമയമില്ല. 2 ദിവസം എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും 3-ാമത്തെ ദിവസം ഇവർ വേറെ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കേൾക്കും. അപ്പോൾ ഇതവിടെ ഇടും, അടുത്തത് തുടങ്ങും. ഞാൻ പല പ്രഭാഷണങ്ങളും പറയാറുള്ള പോലെ നമ്മുടെ ജീവിതം ഒരു പറമ്പാണെന്ന് വിചാരിക്കാം. നമ്മൾ ജനിച്ച്
ജീവിച്ച് മരിക്കണ വരെയുള്ള കാലം ഒരു പറമ്പ് മേടിച്ചിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഈ പറമ്പിൽ ആദ്യം നമ്മൾ പറമ്പ് കെട്ടിയാൽ നമ്മൾ വേലി കെട്ടും. വേലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യണം കിണർ കുഴിക്കലാണ്, അല്ലേ? വെള്ളം കിട്ടണവരെ കിണർ കുഴിക്കണം. ആ ഒരു സ്ഥലത്ത് തന്നെ ഒരു മന്ത്രം കിട്ടിയ, ഒരു ദേവനോട് ഇഷ്ടം തോന്നിയ, അല്ലെങ്കിൽ ആ രീതിക്ക് ചിന്തിക്കുക അതിനെ. ആ വെള്ളം കാണുന്നവരെ, സാക്ഷാത്കാരം കിട്ടണവരെ കിണർ കുഴിക്കണം. ഇത് കുറച്ച് കുഴിച്ചു, അപ്പോൾ വേറെ പറയേ ഇവിടെ അല്ല കുഴിക്കേണ്ടത്, വേറെ സ്ഥലത്താണ് പറയും. മറ്റൊരു സ്ഥലത്ത് കുഴിക്കുക. അപ്പോഴേക്കും വേറൊരാൾ എന്തോ ചെയ്യണം കാണും. ഉടനെ അപ്പുറത്തെ പറമ്പിൽ ഒരുത്തൻ വേറൊരു ഡ്രില്ലർ വെച്ചിട്ട് അടിക്കുന്നു. ഉടനെ ഈ ഉപകരണം താഴെയിട്ടു, അടുത്ത ഉപകരണം എടുത്തു, അവിടെ കുഴിച്ചു. ഇങ്ങനെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോഴേക്കും ആ പറമ്പ് മുഴുവൻ കുറേ കുഴി ഉണ്ടാവും എന്നല്ലാണ്ട് വെള്ളം കിട്ടില്ല. ഈ കുഴികളാണ് മൊത്തം നമ്മുടെയൊക്കെ ജീവിതം. നമ്മൾ ഓരോരോ പ്രസ്ഥാനങ്ങളുടെ പുറകെ പോകണു, നമ്മൾ ഓരോരോ എന്താ പറയുക ആശയങ്ങളുടെ പുറകെ പോകുന്നു, നമ്മൾ കുറേ മിഥ്യാധാരണകളുടെ പുറകെ പോകുന്നു, നമ്മൾ കുറേ ആൾക്കൂട്ടങ്ങളുടെ പുറകെ പോകുന്നു. നോക്കൂ, ഭഗവാനെ ആൾക്കൂട്ടത്തിൽ കിട്ടില്ല. ഇവിടെ ഇരുന്നാലും നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള പ്രചോദനമാണ് കിട്ടുന്നത്, ഇച്ഛാശക്തിയാണ് കിട്ടുന്നത്. വള്ളിയെ കിട്ടും, വേലും കിട്ടും. ദേവസേന നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ക്രിയ ഇത് പോയിട്ട് ആചരിക്കുക എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനമാണ്. ശുദ്ധഭക്തിയുടെ രൂപമായിട്ടുള്ള ഇച്ഛാശക്തി കൊണ്ടിട്ട് ഭഗവാന്റെ പത്നീപദം കിട്ടിയിട്ടുള്ളവളാണ് വള്ളി. ശാസ്ത്രാനുസൃതമായിട്ട് ഭഗവാന്റെ കർമാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് ക്രിയയുടെ വഴിക്ക് ഭഗവാനെ ലഭിച്ചവളാ ദേവസേന. വ്യത്യാസമുണ്ട്. വള്ളിയെ കിട്ടുക എങ്ങനെ നോക്കൂ, ഒരു ചടങ്ങും നടത്തിയിട്ടില്ല. കാട്ടിൽ കാണുന്നു, കിട്ടും, സ്നേഹിക്കണു, കിട്ടുന്നു. ഇച്ഛാശക്തി അങ്ങനെയാണ്. അതിന് ഭക്തിയുടെ സ്വഭാവമാണ്. ഭക്തിക്ക് അങ്ങനെയാണ്. ഭക്തിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ചിട്ടവട്ടങ്ങളൊന്നുമില്ല, സ്നേഹം കൊണ്ടാണ് കിട്ടണം. അതുകൊണ്ട് ഇച്ഛാശക്തിയുടെ രൂപമാണ് വള്ളി. ദേവസേന അങ്ങനെയല്ല, ഇത്ര ചടങ്ങുകൾ കഴിച്ച്, അല്ലേ, വിധിപ്രകാരമുള്ള വിവാഹം ഇട്ടണ തിരുപ്പരംകുன்றത്തിൽ വെച്ചിട്ട് ഇന്ദ്രൻ തൻ്റെ മകളെ ബ്രഹ്മാവ് പുരോഹിതനായിരുന്നിട്ട് ഈ കല്യാണം നടത്തി കൊടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യണ ചടങ്ങുകളിലും കൂടെ മറ്റും സുബ്രഹ്മണ്യനെ സാക്ഷാത്കരിക്കണ മാർഗം കൂടിയാണ് ദേവസേന. ഭഗവാന്റെ മുഖ്യ ആയുധമായിട്ടുള്ള വേലാണ് ജ്ഞാനശക്തി. അറിവ് വെല്ലും, ജയിക്കും എന്നാണ്. വെല്ലുന്നത് വേലിന്, ജയിക്കുന്നതായതുകൊണ്ടാണ് അതിനെ വേൽ എന്ന് വിളിക്കുന്നത്. വേലായുധം ഭഗവാന് സമ്മാനിക്കുന്നത് സ്വന്തം അമ്മയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള ശ്രീപാർവതിയാണ്. അപ്പം ജ്ഞാനത്തിൻ്റെ ശക്തി കൊടുക്കുന്നതും ജ്ഞാനപ്പാല് കൊടുക്കുന്നതും ഒക്കെ അമ്മയാണ്. അമ്മയെന്നാണ് നമ്മളിലേക്ക് അത് വരണമെന്ന് മനസ്സിലാക്കുക. ശിവൻ വഴിയല്ല. ശിവനത് അമ്മയ്ക്ക് പകർന്ന അമ്മയെന്ന് നമുക്ക് ആത്മാവെന്ന് പ്രകൃതിയിലേക്ക് വന്ന് പ്രകൃതിയെ കണ്ട് അതിനെ ഒബ്സർവ് ചെയ്ത് അതിൻ്റെ സത്യത്തെ പഠിച്ചിട്ട് വേണം നമുക്കത് കിട്ടാൻ. അല്ലാണ്ട് നേരിട്ട് ആത്മാവ് പോയിട്ട് പ്ലഗ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല, അവിടെ കണക്ഷൻ ഇല്ല. ഭഗവാൻ ആത്മാവ്, അമ്മ പ്രകൃതി. പ്രാചീന ഋഷിമാർ മുഴുവൻ പ്രകൃതിയെ നോക്കി കണ്ട് പഠിച്ചാണ്. സൂര്യൻ ഉദിക്കണതും ചന്ദ്രൻ്റെ ഉദയവും ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളും എല്ലാം നോക്കിയും കണ്ടും അറിവുണ്ടാക്കി അവസാനം അവർ കണ്ടെത്തി ഇതിലൊക്കെ ഉള്ളിൽ അന്തർലീനമായിട്ടൊരു ശക്തിയുണ്ട്. പലതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഒന്നായിട്ടിരിക്കുന്നുണ്ട്, അതൊന്നാണ്. ഇതാണ് ബ്രഹ്മജ്ഞാനം. അതെവിടുന്നാണ് കിട്ടിയത്? പ്രകൃതിയെ നോക്കിയിട്ടും. ജാബാല സത്യകാമൻ്റെ കഥ ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ആവർത്തിച്ച് ഞാൻ പറയാറുണ്ട്. ഉപനിഷത്തുകളിലെ പ്രസിദ്ധമായിട്ടുള്ള കഥയാണ്. ജാബാല സത്യകാമൻ ജാബാലയുടെ മകനായിരുന്നു. അച്ഛൻ ആരാന്നറിയില്ല. അപ്പോൾ സ്കൂളിൽ ചേർത്താൻ പോകുമ്പോൾ കുട്ടിയുടെ അച്ഛൻ്റെ പേരെഴുതണം. അമ്മ പോകണമില്ല അഡ്മിഷന്. കുട്ടിയോട് പോയി പറയുന്നത് തന്നെ പോയിട്ട് ചേർന്നോ ഗുരുകുലത്തിൽ. കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അമ്മ പറയണ കേട്ടപ്പോൾ സത്യകാമൻ ശരി എന്ന് പറഞ്ഞിട്ട് പുറപ്പെട്ടു. അവിടെ ചെന്നു, ഗുരുനാഥൻ്റെ അവിടെ ചെന്നു. അപ്പോൾ ക്ലാസ്സിൽ കുട്ടികളൊക്കെ ഓൾറെഡി ഉണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് കുറച്ച് മാസമായി. കുട്ടി വൈകിട്ടാണ് ചെല്ലണത്. ഈ പിള്ളേരൊക്കെ കൂടെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ ആരാണ്? ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന് പറഞ്ഞു. അന്നത്തെ കാലത്തൊക്കെ ആരാണ് അച്ഛൻ ആ ആളുടെ മകനാണെന്നേ പറയുള്ളൂ. സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് സ്ത്രീയുടെ മകനാണെന്ന് പറയില്ല. അതുകൊണ്ട് അവിടെയുള്ള ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ വീണ്ടും ഉറക്കെ ചിരിച്ചു, കളിയാക്കിയിട്ട്. അവൻ്റെ അച്ഛൻ്റെ പേരറിയില്ല എന്ന് കളിയാക്കി. മഹർഷി പറഞ്ഞു, നീ സത്യസന്ധനാണ്. നീ മറ്റുള്ളവരുടെ മുന്നിൽ അപകർഷതാബോധം വെച്ചിട്ട് ഇല്ലാത്തൊരു പേര് പറയാനോ ഉരുണ്ട് കളിക്കാനോ ഒന്നും നോക്കിയില്ല. മനുഷ്യരുടെയൊക്കെ പ്രശ്നം അതാണ്. അപകർഷതാബോധമാണ് ഏറ്റവും വലിയ അപകടം. ഈ അപകർഷതാബോധത്തിനെ മുതലാക്കിയിട്ടാണ് സകല രാഷ്ട്രീയവും സകല അധികാരങ്ങളും വളർന്നത്. ഈ കുട്ടി പറഞ്ഞു, ഞാൻ ജാബാലയുടെ മകൻ സത്യകാമനാണെന്ന്.
മഹർഷി പറഞ്ഞു, നീ സത്യസന്ധനാണ്, നീ സത്യത്തെ സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് നീ സത്യകാമനാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഇപ്പം നീ ക്ലാസ്സിലിരിക്കേണ്ട, ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ചെയ്യേണ്ടത് പറഞ്ഞു തരാം. ക്ലാസ് കഴിഞ്ഞപ്പോൾ സത്യകാമനെ അടുത്തേക്ക് വിളിച്ചിട്ട് വീടിൻ്റെ പുറകിലെ തൊഴുത്തിൻ്റെ അവിടെ കൊണ്ടുപോയി. അന്നൊക്കെ ഗുരുവിൻ്റെ വീട്ടിൽ തന്നെയാണല്ലോ ക്ലാസ്സുകൾ. വീടിൻ്റെ പുറകിലെ തൊഴുത്ത് കൊണ്ടുപോയിട്ട്, വലിയ തൊഴുത്ത്, 1000 ചാവാലി പശുക്കൾ നിൽക്കുന്നുണ്ട്, എല്ലും തോലുമായിട്ടുള്ള പശുക്കൾ. അദ്ദേഹം പറഞ്ഞു, ഓരോരുത്തരും എനിക്ക് ദാനം തന്ന പശുക്കളാണ്. കാരണം ദാനം കൊടുക്കുക അന്നും ചാവാലി പശുവിനെ കൊടുക്കുള്ളൂ. ഗുരുവായൂരപ്പന് കൊണ്ടുപോയിട്ട് ഞാൻ പശുവിനെ കൊടുത്തു പറയും. കറവ പറ്റി അകട് ചുങ്ങി എല്ലും തോലുമായിട്ടുള്ളത് ഗുരുവായൂരപ്പന്. എന്നിട്ട് പറയും, ഞാൻ പശുവിനെ കൊടുത്തു ഗുരുവായൂരപ്പനെന്ന്. അവനവൻ്റെ വീട്ടിലെടുക്കാവുന്ന പാലൊക്കെ എടുത്ത് അറക്കാറായി കഴിഞ്ഞാൽ, അറക്കേണ്ട പ്രായമാകുമ്പോൾ പറയും, ഞങ്ങളൊന്നും അറക്കാൻ കൊടുത്തില്ല, ഞങ്ങളത് ഭഗവാന് കൊടുത്തു. ഭഗവാൻ അങ്ങനത്തെ പശുക്കളെയാണ് ആ വേങ്ങാട് ഗോശാലയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു തുള്ളി പാലാ പാവത്തിന് കിട്ടുന്നില്ല. ഇപ്പോഴും മിൽമേലെ പാലാ ഗുരുവായൂരപ്പൻ കുടിക്കണം. ക്യാന് കണക്കിന് മിൽമേന്ന് വരും. അതേപോലെ 1000 പശു തൊഴുത്ത് നിൽക്കണു. പലരും തന്നതാണ്, കാര്യമൊന്നുമില്ല എന്ന് പറയും. ചില ദക്ഷിണമുണ്ട് കിട്ടുമ്പോൾ നല്ല രസമാണ്. ആദ്യം എടുത്ത് നോക്കിയാൽ കാണും 14 ലോകവും കാണും അത് കൊടുത്താൽ. സത്യം, അതുപോലും ചിന്തിക്കാണ്ട വസ്ത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഉപകാരപ്പെടാത്ത വസ്തു കൊടുക്കുന്നത് മഹാപാപം എന്ന് പറയും. സത്യകാമൻ പറയും, ഗുരുനാഥ, ഇത് മുഴുവൻ ഉപകാരപ്പെടാത്ത പശുക്കളല്ലേ? ആണ്, ഇങ്ങനെയാണ് മനുഷ്യർ. ദക്ഷിണ ചെയ്യണു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി തരണു. നീ ഒരു കാര്യം ചെയ്യുക, ഈ പശുക്കളെ തെളിച്ചു കൊണ്ടുപോവുക. ഈ പശുക്കൾക്ക് നല്ല പുല്ലും വെള്ളവും കിട്ടുന്ന പുൽമേടുകളിൽ കൊണ്ടുപോയി ഇവറ്റകൾക്ക് തീറ്റയും കാര്യങ്ങളും കൊടുത്ത് ഇവറ്റകൾ തടിച്ചു കൊഴുത്ത് പെറ്റു പെരുകി 2000 എണ്ണാവുമ്പോൾ നീ തിരിച്ചു വന്നാൽ മതി, പൊക്കോന്നും പറഞ്ഞിട്ടൊരു വടിയും കൊടുത്ത് വിട്ടു. ഗുരുപത്നി ചോദിച്ചു, എന്ത് അക്രമം കാണിച്ച്? ഇതാ പിള്ളേർ പരിഹസിച്ചതിനെക്കാട്ടിലും ഭയങ്കരമായി പോയി. അവൻ എന്താ അച്ഛനില്ലാത്തതുകൊണ്ടാണോ അങ്ങ് ഇങ്ങനെ ചെയ്തത്? പറഞ്ഞു, അല്ലല്ല, നീ നോക്കിക്കോ, അവൻ പ്രത്യേകതയുള്ളൊരു കുട്ടിയാണ്. ഇത്രയ്ക്കും സത്യം പറയാൻ ധൈര്യമുള്ളൊരുത്തൻ എനിക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സത്യകാമൻ ഗുരുവിനെയും പത്നിയും സാഷ്ടാംഗം നമസ്കരിച്ച് 1000 ചാവാലി പശുക്കളെയും കൊണ്ടുപോയി. ഒരു കൊല്ലക്കാലം പുൽമേടുകളിലും കാടുകളിലും പല സ്ഥലങ്ങളിലും സമതലങ്ങളിലും ഒക്കെ അലഞ്ഞ് പശുക്കൾക്ക് തീറ്റ കൊടുത്ത് പശുക്കൾ തടിച്ചു കൊഴുത്ത് പെറ്റു പെരുകി 2000 എണ്ണമായി. കന്നുകുട്ടികളും പശുക്കളും ഒക്കെ കൂടെ ചേർന്ന് 2000 പശുക്കളായ സമയത്ത് സത്യകാമൻ്റെ പണി എന്ന് പറഞ്ഞ് പശുക്കൾ തിന്നുന്ന സമയത്തൊക്കെ സത്യകാമൻ പ്രകൃതിയിൽ ഓരോ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷികൾ കൂടുണ്ടാക്കണത്, മൃഗങ്ങൾ കുട്ടികൾക്ക് തീറ്റ കൊടുക്കണത്, ഇണ ചേരണത്, ഗർഭിണികളാവണത്, പ്രസവിക്കണത്, നക്ഷത്രങ്ങൾ, ഗോളങ്ങളുടെ മൂവ്മെൻറ്റുകൾ, ഇതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഉള്ളിലേക്ക് മനസ്സിലാക്കി അവസാനം 2000 പശുക്കളെ 2000ാമത്തെ കന്നുകുട്ടി പ്രസവിക്കപ്പെട്ട ദിവസം സത്യകാമന് പെട്ടെന്ന് ഒരു സ്ഫോടനം പോലെ സത്യകാമന് തോന്നി, കാണായ സകലതും ഒറ്റൊന്നാണെന്ന്. ഈ പശുക്കളിലും എന്നിലും ഞാൻ ഈ ചാരിയിരിക്കുന്ന വൃക്ഷത്തിലും ഇതിൻ്റെ മുകളിലിരിക്കുന്ന കുരുവിയിലും ആകാശത്ത് പറക്കണ പക്ഷിയിലും ആകാശത്തിലും മേഘങ്ങളിലും സൂര്യനിലും പുൽക്കൊടികളിലും മഞ്ഞുതുള്ളികളിലും ആ പുൽക്കൊടിയിൽ നിൽക്കണം മഞ്ഞുതുള്ളികളിലും സകലതിലും ഒന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധം രമണ മഹർഷിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് കോലായിൽ കിടന്നുറങ്ങുമുണ്ടായില്ലേ? അതേപോലെ 13 വയസ്സിൽ അദ്ദേഹത്തിനുണ്ടായ അതേ അനുഭവം ജാവാല സത്യകാമനുണ്ടായി. വെട്ടിത്തിളങ്ങണ തേജസ്സായി സത്യകാമൻ. ആ തിരിച്ചറിവ് വന്നോടുവിട്ട് അദ്ദേഹത്തിൻ്റെ അകത്ത ഭഗവാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഭഗവാനാണ്, ഞാൻ ഈ ശരീരമല്ല, ഈ കാണായ പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള, അദ്ദേഹം എന്നാ പറയേണ്ടത്, കൊച്ചുകുട്ടിയാണ്, 10 വയസ്സ് പ്രായ, ഉണർന്നു. തിരിച്ചൊരു പോക്കാണ് പശുക്കളെയും കൊണ്ട്. അപ്പോൾ ആ ശബ്ദം കേൾക്കുകയാണ്, പശുക്കളുടെ കുളമ്പടി ശബ്ദവും കിണി എന്നുള്ള ശബ്ദങ്ങൾ, കഴുത്ത് കെട്ടിയിട്ടുള്ള മണികളുടെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ഗുരുപത്നി പറയും, അതാ കുന്നിൻ്റെ മുകളിൽ കുളമ്പടിയുടെ ശബ്ദം കേൾക്കണു, ഒരാരവം കേൾക്കുന്നുണ്ട്, പശുക്കളുടെ അമറലുകളും ഇങ്ങനെ സന്തോഷ സൂചകമായിട്ടുള്ള, പശുക്കൾ സന്തോഷം എന്നൊരു ശബ്ദം ഉണ്ടാക്കും, അതുപോലുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗുരുനാഥനും ശിഷ്യന്മാരൊക്കെ നോക്കുമ്പോൾ 2000 പശുക്കളുടെ നടുക്ക് ഒരു ചെറിയ സൂര്യൻ വരുന്നത് പോലെ കുന്നിറങ്ങിയിട്ട് ഇങ്ങനെ വരികയാണ് ജാവാല സത്യകാമൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവന് കിട്ടേണ്ടത് കിട്ടിയെന്ന്. അതാണ് വിദ്യാഭ്യാസം. ഇത് തിരിച്ചറിഞ്ഞാൽ സത്യകാമനും സുബ്രഹ്മണ്യനാണ്, നമ്മളും സുബ്രഹ്മണ്യനാണ്. ഇതറിയണവനാണ് സുബ്രഹ്മണ്യൻ.
ആ ശക്തി തന്നെയാണ് ബ്രഹ്മസ്വരൂപമായിരിക്കുന്നത്, ആ ശക്തി തന്നെയാണ് വിഷ്ണു സ്വരൂപമായിരിക്കുന്നത്, ആ ശക്തി തന്നെയാണ് ശിവസ്വരൂപമായിരിക്കുന്നത്, ആ ശക്തി തന്നെയാണ് അമ്മയായിരിക്കുന്നത്, സ്വാമിയായിരിക്കുന്നത്, അയ്യപ്പസ്വാമിയായിരിക്കുക, എല്ലാം ആ സ്വരൂപമാണ്. താരകബ്രഹ്മം എന്ന അയ്യപ്പനെ വിളിച്ചാൽ ആ താരകബ്രഹ്മം തന്നെയാണിത്, ആ താരകബ്രഹ്മം തന്നെയാണ് അതും, വ്യത്യാസമില്ല. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ദിവസം ഈ സ്കന്ദപുരാണം പറഞ്ഞതും കേട്ടതും. ഏത് പുരാണം പഠിക്കണതും കേൾക്കണതും അതിനാണ്. ഈ 3 ശക്തികളെയും നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആ പരമ്പൊരുളിൻ്റെ ബലം. കേരളത്തിൽ പൊതുവിൽ വലിയ ദേവസേനാ സമേതനായിട്ടുള്ള മുരുകനെ അങ്ങനെ കാണില്ല, വിരളമാണ്. അതേപോലെ ജ്ഞാനത്തിൻ്റെ പ്രതീകവും സർവം ജയിക്കുന്നതുമായിട്ടുള്ള വേലില്ലാത്ത വേലായുധനെ ആരാധിക്കാൻ പാടില്ല. വേല് പിടിക്കാത്ത മുരുകനെ വീട്ടിൽ വെക്കരുത്. വേലിൻ്റെ അതേ തുല്യഭാവമാണ് ഓടക്കുഴലിന്. ഓടക്കുഴലില്ലാത്ത കൃഷ്ണനെ വീട്ടിൽ വെക്കരുത്. ഏത് മരമണ്ടൻ അത് പറഞ്ഞാലും അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞേക്കണം. ഇങ്ങനെ മാത്രം, അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. മൂപ്പരേതോ ബസ്സിൽ വീഴാണ്ടിരിക്കാൻ ഫുട്ബോളിൽ പിടിച്ച് നിൽക്കണമായി. അങ്ങനെ നിർത്തരുത് കൃഷ്ണനെ. ഈ വിധത്തിൽ ഭഗവാന്റെ ശക്തി, അതിനെക്കുറിച്ചൊന്നും നമുക്ക് വാക്കുകൾ കൊണ്ട് എവിടെയും എത്തുന്നില്ല, ചുരുക്കമാണ്. എന്നാലും ആ അചിന്ത്യ ശക്തിയായിട്ടുള്ള ആ സുബ്രഹ്മണ്യസ്വാമിയെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്കന്ദപുരാണത്തിൻ്റെ ശ്രവണമാഹാത്മ്യം പറയുന്നതിന് മുമ്പ് ഭഗവാന്റെ 17 വിഗ്രഹങ്ങളുടെ ലക്ഷണം പറയാം. മുരുകനെ 17 തരത്തിലാണ് പ്രതിഷ്ഠിക്കുക. മനുഷ്യന് ആ രൂപങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 17 തരത്തിൽ പ്രതിഷ്ഠിക്കും. അത് അതിൻ്റെ മുകളിൽ പറ്റുമോ? പറ്റില്ല, നടക്കില്ല. സാധിക്കുമോ ചോദിച്ചാൽ ഭാവന കൊണ്ട് ഉണ്ടാക്കാം, ശാസ്ത്രാനുസരണമില്ല. നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിൽ 119 ചക്രങ്ങളാണ്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ അറിയണ 6 എണ്ണം പ്ലസ് സഹസ്രാരം 7. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് എഴുതി വെച്ചത് അതുകൊണ്ടാണ്. അല്ലാണ്ട് വൈക്കം ക്ഷേത്രത്തിൽ എന്നല്ല ശരിക്കും അതിൻ്റെ അർത്ഥം. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിൽ തന്നെയാണത് തിരിച്ചറിയുന്നത്. മൂലാധാര ആദ്യത്തെ ചക്രം. വിസർജനാവയവത്തിൻ്റെയും ലൈംഗികാവയവത്തിൻ്റെയും അകത്ത്, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഉള്ളിൽ നട്ടല്ലിൻ്റെ താഴെയാണ് മൂലാധാര ശക്തി ഇരിക്കുന്നത്. ഗണപതിയുടെ സ്ഥാനം അതാണ് ശരീരത്തിൽ. ലൈംഗികാവയവത്തിൻ്റെ പുറകുവശത്തായിട്ട് സ്വാധിഷ്ഠാന ശക്തി, അതിനെ ബ്രഹ്മഗ്രന്ഥി എന്ന് പറയും. അത് കഴിഞ്ഞാൽ പൊക്കിളിൻ്റെ പുറകുവശത്തായിട്ട് കുറച്ചുയർന്നിട്ട് മണിപൂരകം എന്ന പേരുള്ള സോളാർ പ്ലക്സസ്, അതിന് മഞ്ഞ നിറമാണ്, വിഷ്ണുവാണ്, വിഷ്ണുഗ്രന്ഥി. ഇതൊക്കെ ഭേദിക്കണമുള്ളതായതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ ബ്രഹ്മഗ്രന്ഥി വിവേദിനി, വിഷ്ണുഗ്രന്ഥി വിവേദിനി. അത് കുണ്ഡലിനി ഓരോ ചക്രത്തിനെയും തകർത്ത് മേലോട്ടേക്ക് കയറുമ്പോൾ വരണ വാക്കുകളാണ്. ആ ഗ്രന്ഥി ഭേദിക്കുമ്പോൾ ഗുരുപദേശം ഇല്ലാതെ അഭ്യാസം ചെയ്യണവനാണെങ്കിൽ ചിലപ്പോൾ മനോനില തെറ്റിപ്പോവും, ഭ്രാന്ത് വരും. അത്രയും പവറാണ് അവനവൻ്റെ ഉള്ളിലുള്ളത്. അതിനെ ഹാൻഡിൽ ചെയ്യാൻ മനുഷ്യൻ്റെ സ്വന്തം ശരീരത്തിന് പോലും സാധിക്കില്ല. പിന്നെ വരുന്നത് പച്ച നിറമുള്ള അനാഹത ചക്രമാണ്. അനാഹതം, അതിൻ്റെ ചക്രത്തിൻ്റെ നിറം പച്ച നിറമാണ്. സ്നേഹമിരിക്കുന്ന, പ്രണയമിരിക്കുന്ന സ്ഥലം ഹൃദയഗുഹ എന്ന് പറയും. മുരുകൻ്റെ പട്ട് വസ്ത്രം പച്ച നിറമാവണത് അനാഹത ചക്രത്തിൻ്റെ നിറമാണ്. ഇളം മഞ്ഞ എന്നുള്ളത് ബാലസുബ്രഹ്മണ്യ ഭാവത്തിൽ മാത്രം. പച്ചപ്പട്ട മുരുകൻ ഉടുക്കുക, അനാഹത ചക്രസ്ഥിതനാണ്. അതേമാതിരി നാരായണൻ്റെ ഹൃദയസ്ഥിതയായിട്ടിരിക്കണോണ്ട് മഹാലക്ഷ്മിയും പച്ചപ്പട്ട. മഹാലക്ഷ്മിയുടെ ചൈതന്യത്തിനും മുരുകൻ്റെ ചൈതന്യത്തിനും പല സിമിലാരിറ്റീസും ഉണ്ട്, പറയാൻ സമയമില്ല. രണ്ടുപേരും ഒന്നാണെന്നാക്കി കാണിക്കാം, വേണമെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഒന്ന് പെണ്ണും ഒന്ന് ആണുമാണെന്നേ ഉള്ളൂ, രണ്ടും ഒരാളാണ്. ഒരേ സ്വഭാവമാണ് രണ്ടുപേർക്കും, ഒരേ സ്വഭാവമാണ്, ഒട്ടും ക്ഷമിക്കില്ല. അഗ്നി സ്വരൂപങ്ങളുമാണ്, ഭയങ്കര തീവ്രാഗ്നികളാണ്. ലക്ഷ്മി എന്ന് പറഞ്ഞാൽ അത്രയും ജ്വലനം ഉണ്ട്, പക്ഷെ ശാന്തമായ തണുപ്പുള്ള തീയാണത്. ഇത് ചൂടുള്ള തീയാണെന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിശുദ്ധി, കഴുത്ത്, നീലകണ്ഠം, കർമ്മങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മുടെ.
നമ്മുടെ കർമ്മദോഷം തന്നെയാണ് ഭഗവാൻ കുടിച്ചിട്ട് കഴുത്തിൽ വെച്ചിരിക്കുന്നത്. കാളകൂടം വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ മൊത്തം കർമ്മദോഷം. മറ്റൊരു മതപദ്ധതിയിൽ പറയുന്നില്ല, നിങ്ങളുടെ പാപങ്ങളൊക്കെ എനിക്ക് തരൂ, ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയണത് ആ പദ്ധതി ഈ നീലകണ്ഠൻ്റെ പദ്ധതിയാണ്. അഘോരികൾ അങ്ങനെയാണ്, നിങ്ങളുടെ പാപങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തരൂ, നിങ്ങളുടെ കർമ്മങ്ങൾ തരൂ. അവിടെ അയാൾ അർഹതയുള്ളവനാണോ അല്ലാത്തവനാണോ എന്നൊന്നും ചിന്തിക്കില്ല. സ്നേഹമാണ്, കൊടുക്കും. പക്ഷേ അങ്ങനെയുള്ളവർക്ക് അപകടവും പറ്റാറുണ്ട്. കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പലരും വന്നിട്ട് നമ്മളോട് ചോദിക്കും. അഘോരികൾ പലപ്പോഴും ആ വ്യക്തിയുടെ അർഹത പോലും നോക്കാണ്ട് അവർക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവരാ പരിഹാരം ചെയ്യില്ല, അവരതിനെ വക്രീകരിക്കും. എന്നിട്ട് അവരതിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും വന്നിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ചെയ്യാൻ പാടില്ലാത്ത അധാർമികമായിട്ടുള്ള കാര്യത്തിന് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നല്ല മിനുക്കിയിട്ട് ചോദിക്കും. ആ സമയത്ത് സംഭവിക്കുന്ന കർമ്മദോഷം ചില്ലറയല്ല അവർക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക്. വിശുദ്ധി കഴിഞ്ഞ ആജ്ഞയാണ്, ആജ്ഞ കൽപ്പനയാണ്. മൂന്നാം കണ്ണ് എന്ന് നമ്മൾ പറയണത് ആജ്ഞ. പിനിയൽ ഗ്ലാൻഡ് എന്ന് പറയും, അകത്തുണ്ട്. ബുദ്ധമതത്തിലൊക്കെ ഇവിടെ ചെറിയ ആണി അടിച്ച് കയറ്റും, അത് ഓണാക്കാൻ വേണ്ടിയിട്ട്. ശരീരത്തിൽ അത് ഓണാക്കാൻ വേണ്ടിയിട്ട് ഈ തേർഡ് ചക്രം ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ തന്നെയുണ്ട്. മൂന്നാമത്തെ അതും ഈ പറഞ്ഞ മാതിരിയാണ്. ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് തോന്നുമോ മൂന്നാം കണ്ണ് തുറന്നത് നല്ലതല്ലേ. അതായത് ബാലൻസ് ചെയ്യാൻ ആ ഗുരുനാഥൻ്റെ ഒരു സാന്നിധ്യം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. വെറുതെ ആവശ്യമില്ലാണ്ട് മറ്റുള്ളവൻ്റെ മനസ്സിൽ കിടക്കണ ചെളിയൊക്കെ നമ്മളറിയും, നമ്മുടെ മനസ്സ് നശിക്കും. ഈ മറ്റൊരാളുടെ മനസ്സിൽ വിചാരിക്കുന്നത് അറിയാൻ പറ്റിയ വലിയ കാര്യമാണെന്നാണ് പലരുടെയും വിചാരം. പൂർവ്വജന്മം അറിയുന്നതും വേറൊരാളുടെ മനസ്സിലുള്ളത് അറിയണതും പോലെ ഇത്രയും നമ്മുടെ മനസ്സിനെ നശിപ്പിക്കുന്ന ഒരു സാധനം വേറിയില്ല ശരിക്കും. കാരണം പൂർവ്വത്തിൽ പോയ ചെളിയൊക്കെ വരും, വേറെ തന്നെ മനസ്സിലുള്ള സകല വൃത്തികേടും നമ്മുടെ മനസ്സിൽ കയറും. എന്തിനാ വെറുതെ ഇപ്പോഴുള്ള മാതിരി സന്തോഷമായിട്ടിരുന്നാൽ പോരെ. ആജ്ഞ മൂന്നാം കണ്ട ആ ചക്രം, അത് കഴിഞ്ഞ ഏറ്റവും മുകളിലുള്ള സഹസ്രാരം കുറച്ചോ ഇറന്നിട്ടാണ് ഇവിടുന്ന് നമ്മൾ ബ്രഹ്മരന്ധ്രം. കുഞ്ഞുമാവുകളുടെ തലയിൽ തൊട്ട് കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ് ഭാഗം ഉണ്ടാവും, അതാണ് ബ്രഹ്മരന്ധ്രം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മുകളിലേക്കാണെങ്കിൽ 1000 അതുള്ള താമരയായിട്ടുള്ള സഹസ്രാരം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടെ 119 ചക്രമുണ്ട്. ഇത് മഹാദേവൻ കണ്ടെത്തിയതാണ്. ഭഗവാനാണ് പറഞ്ഞത് മനുഷ്യ ശരീരത്തിൽ 119 ചക്രമുണ്ട്. അപ്പം ഭഗവാൻ ഒരു ദിവസം ഇത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണത് അമ്മ കേട്ടു. അമ്മ കല്യാണം കഴിഞ്ഞ് വന്ന കാലമാണ്, ഞാനിത് മുമ്പ് പറഞ്ഞിട്ട് പോകണം. അമ്മ ഭഗവാനെ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിച്ചു, അതെന്താ 119 ചക്രം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു 119 ചക്രമേ ഉള്ളൂ അമ്മേ, വേറെ ഇല്ല. അതെങ്ങനെയാണ് പറയാൻ പറ്റുക? ഭഗവാൻ പറഞ്ഞു അല്ല അങ്ങനെയാണ്. അത് അങ്ങേക്ക് അറിയാനായിട്ടായിരിക്കും. അല്ല അങ്ങനെയാ കുട്ടി, അതങ്ങനെയാണ്, 119 ചക്രമേ ഉള്ളൂ. ഞാൻ 120ാമത്തെ കണ്ടുപിടിച്ചാലോ? ഓ ആയിക്കോട്ടെ, കണ്ടുപിടിച്ചോളൂ. അങ്ങനെ അമ്മ 1000 വർഷങ്ങളോളം തപസ് ചെയ്തു അത്രേ. അവസാനം വന്നിട്ട് പറഞ്ഞു അങ്ങ് പറഞ്ഞത് ശരിയാണ്, 119 ചക്രമേ ഉള്ളൂ, അതിൻ്റെ മുകളിലേക്ക് ചക്രങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അടിയറവ് പറഞ്ഞു എന്ന് പറയും. ഈ 119 ചക്രവും പ്രകാശിച്ച് നിൽക്കും സുബ്രഹ്മണ്യനിൽ. ഇതിലെ 6 ചക്രങ്ങളെ പ്രകാശിപ്പിച്ചിട്ടാണ് നമ്മൾ കേരളത്തിലെ പ്രതിഷ്ഠാ സമ്പ്രദായം. അതാണ് ഇവിടെ ഷഡാധാര പ്രതിഷ്ഠ എന്ന് പറയും. കേരളത്തിലെ പ്രതിഷ്ഠകളുടെ മഹാത്മ്യം അതാണ്. കേരളീയ തന്ത്രത്തിൽ ഷഡാധാര പ്രതിഷ്ഠയാണ്. 6 ചക്രങ്ങളെ ഉണർത്തി സഹസ്രാരം ഉണർന്നിട്ടാണ് വിഗ്രഹം നിൽക്കുക. പക്ഷേ പുറത്ത് ഉള്ള ശാസ്ത്രം പഠിച്ചവർ നമ്മുടെ ഷഡാധാര പ്രതിഷ്ഠ അംഗീകരിക്കില്ല. തമിഴ്നാട്ടിലോ റെസ്റ്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ഷഡാധാര പ്രതിഷ്ഠ അംഗീകരിക്കാറില്ല. കാഞ്ചി പെരിവ 1950കളിൽ കാഞ്ചിയിൽ വെച്ചിട്ട് തന്ത്രിമാരുടെയും വിദ്വൽ സദസ്സ് നടത്തി, ക്ഷേത്ര തന്ത്രിമാരുടെ. ഇന്ന് പിന്നെ ആർക്ക് ഇതിനൊന്നും നേരമൊന്നുമില്ല. ഇന്ന് ഘോഷയാത്ര പോകാനും റീലിടാനും സ്വർണ്ണസിംഹാസനത്തിൽ ഇരിക്കാനൊക്കെ നേരമുള്ളൂ. പിന്നെ കുറേ മുദ്രാവാക്യവും വിളിക്കും, ബഹളവും ഉണ്ടാക്കും. അല്ലാണ്ട് ഭഗവാന്മാർക്ക് വേണ്ടിയിട്ട് ചെയ്യാനോ ശാസ്ത്രം വളർത്താനോ ഒന്നും ഈ ഫണ്ടമെൻ്റൽസ് ഇല്ലാണ്ട് ആരെ എന്ത് റോട്ടിൽ ബഹളം വയ്ക്കാൻ ഇറക്കിയിട്ടും ഈ ധർമ്മം രക്ഷപ്പെടില്ല. വെറുതെ കുറേ മാട്ടുകൂട്ടന്മാർ ബഹളം വെച്ചുകൊണ്ട് പോകുന്നല്ലാണ്ട്, കുറേ ആയുധം എടുത്ത് അലറി ആക്രോശിക്കുന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും സംഭവിക്കില്ല. ഫണ്ടമെൻ്റൽസ് ഉണ്ടായിട്ട് ആയുധം എടുക്കണം. മുരുകനെ പോലെ ആയുധം എടുക്കുന്നതിന് മുമ്പ് ആദ്യം അടിസ്ഥാന തത്വം ഉറപ്പിക്കണം, എന്നിട്ട് ആയുധം എടുക്കണം. അപ്പോൾ കാഞ്ചി പെരിയ ഈ സെമിനാർ നടത്തിയപ്പോൾ ഷഡാധാര പ്രതിഷ്ഠയ്ക്ക് എന്ന ആധാരം, അതിൻ്റെ പ്രമാണം എന്താണെന്ന് ചോദിച്ചു. കേരളത്തിൽ അക്കാലത്തെ പല തന്ത്രിമാരും ഒക്കെ വിളിച്ചിട്ടുണ്ട്.
ഒരാൾ പോലും എണീച്ചിട്ട് കാമാന്നൊരു അക്ഷരം പറഞ്ഞില്ല. അപ്പോൾ പരദേശത്തുള്ള പണ്ഡിതന്മാർ ചിരിക്കാനും തുടങ്ങി. കാരണം ഇത് പറയാൻ ആളില്ല. അന്ന് 19 വയസ്സുള്ളൊരു കുട്ടി പുറകുന്ന് എണീറ്റിട്ട് ഞാൻ പറയട്ടെ ചോദിച്ചു. പെയ്യോ പറഞ്ഞു, ധാരാളமாக പറയാൻ പറഞ്ഞു. അദ്ദേഹം വൃത്തിയായിട്ട് ഷടാധാര പ്രതിഷ്ഠയുടെ പ്രമാണം മുഴുവൻ പറഞ്ഞു, വേദോക്തമായിട്ടുള്ള പ്രമാണങ്ങളൊക്കെ പറഞ്ഞു. പേരെന്താ ചോദിച്ചു. ശ്രീധരൻ എന്നാണെന്ന് പറഞ്ഞു. നന്നായിട്ട് വരും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. പറവൂർ ശ്രീധരൻ തന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 19 വയസ്സൊറ്റ. അദ്ദേഹം ശ്രീനാരായണീയനാണ്, പക്ഷെ മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തിനാണ് അത്ര പ്രമാണ ശ്ലോകം പറയാൻ സാധിച്ചത്. എന്തിനാണ് ഷടാധാര പ്രതിഷ്ഠ എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുത്തവരിൽ അദ്ദേഹമേ പറഞ്ഞുള്ളൂ. നമുക്കിവിടെ സൂര്യജ്യോതിസുകൾ പോലുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നു, അവർ പങ്കെടുത്തിട്ടില്ലായിരിക്കും. കൽപ്പുഴയൊക്കെ പോലുള്ളവർ, കൽപ്പുഴ ദിവാരതമ്പൂരിപ്പാടെന്ന് പറഞ്ഞ അവസാന വാക്കായിരുന്നു. എത്രയോ വലിയൊരു ഗുരുനാഥൻ, തന്ത്രവിദ്യാപീഠത്തിൻ്റെ സ്ഥാപക ഗുരുനാഥനാണ് മാധവജിയുടെ ഒപ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ചക്രങ്ങൾ മുഴുവൻ ഉണർന്ന് ഇരിക്കുന്ന ആളാണ് സുബ്രഹ്മണ്യസ്വാമി. ബ്രഹ്മണ്യദേവൻ ഗുരുവായൂരപ്പന് നാരായണൻ്റെ ഉപചാരമന്ത്രത്തിൽ പോലും ഈ വാക്ക് വരുന്നത് ഞാൻ മുമ്പ് തുടക്കത്തിൽ ദിവസം പറഞ്ഞിരുന്നു. നമ്മൾ ഗുരുവായൂരപ്പനെ പൂജിക്കുമ്പോൾ, വിഷ്ണുവിനെ പൊതുവിൽ പൂജിക്കുമ്പോൾ അതിന് ചെല്ലുന്ന ഉപചാരമന്ത്രം ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന സുബ്രഹ്മണ്യ നമസ്തേസ്തു നമപുരുഷപൂർവജ എന്ന. ഇതിനെ ജിതന്തേ മന്ത്രം എന്ന് പറയും. ജിതന്തേ മന്ത്രം. ഈ മന്ത്രം കൊണ്ടാണ് ഉപചാരം കൊടുക്കുക. വിഷ്ണുവിൻ്റെ ഏത് ഭാവത്തിനും, നരസിംഹമാണെങ്കിലും ഒക്കെ ഉപചാരം ഇതാ. ജിതന്തേ പുണ്ഡരീകാക്ഷ നമസ്തേ വിശ്വഭാവന. നോക്കൂ, വിശ്വഭാവന, വിശ്വമായിട്ടിരിക്കുന്നവൻ, രൂപമായിട്ടിരിക്കണവൻ. ഈ വിശ്വഭാവന തന്നെയാണ് നാരായണ കവചം കൊടുക്കണ വിശ്വരൂപൻ. നാരായണ കവചം വിശ്വഭാവനയ്ക്കുള്ളതാണ്, അല്ലാണ്ട് വെട്ടും കുത്തും കിട്ടാണ്ടിരിക്കാനല്ല. നാരായണ കവചം വാസ്തവത്തിൽ ബ്രഹ്മവിദ്യയാണ്. വിശ്വഭാവന അത് കഴിഞ്ഞിട്ട് പറയുക സുബ്രഹ്മണ്യ നമസ്തേസ്തു. ബ്രഹ്മണ്യദേവനാണെന്നാണ് പറയണത്. അത് മുരുകനാണെന്നല്ല. മുരുകനും നാരായണനും ഏത് ചൈതന്യത്തിനെ പ്രതിനിധീകരിക്കുന്നോ, ഏത് ബ്രഹ്മത്തിനെയാണോ അവർ പ്രതിനിധീകരിക്കണത്, അതാണ് സുബ്രഹ്മണ്യ നമസ്തേസ്തു നമ പുരുഷപൂർവജ. പുരുഷൻ ജനിക്കണതിന് മുൻപേ ഉണ്ടായവൻ, ആദി പുരുഷൻ, ആദ്യത്തെ ചൈതന്യം. ഇങ്ങനെ പറഞ്ഞ് നമുക്ക് ഭഗവാന്റെ 17 വിഗ്രഹങ്ങൾ കേൾക്കാം. ഞാൻ പറഞ്ഞു പോകണേ ഉള്ളൂ. വീണ്ടും കേൾക്കേണ്ടവർക്ക് പിന്നീട് ഈ പ്രഭാഷണം നോട്ടായിട്ടൊക്കെ എടുക്കാം. ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നും. നമ്മൾ ഓരോ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ഭഗവാന്റെ രൂപം കാണുമ്പോൾ വെറുതെ ഭഗവാനെ നോക്കി നിൽക്കുക എന്നല്ലാണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയുക എന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞു തൊഴുക എന്ന് പറയും. അറിഞ്ഞു തൊഴുമ്പോൾ ഒരു സന്തോഷം വരും. ഒന്നാമത്തെ വിഗ്രഹത്തിൻ്റെ പേര് നാനാശക്തി എന്നാണ്. ഭഗവാന്റെ വിഗ്രഹം ഉണ്ടാക്കുന്ന ഒരു രൂപം നാനാശക്തി. അതിന് ഒരു തലയുണ്ടാവും, ശിരസ്സൊന്നു മാത്രം. 2 കണ്ണായിരിക്കും, 4 കൈയുണ്ടാവും. ഓരോ കൈയിലും വജ്രം, ശക്തി, കോഴി, അഭയം. കോഴി കൊടിയായിട്ടും ആവാം, ചിലപ്പോൾ കോഴി നിൽക്കുന്നതായിട്ടാവാം, പൂവൻ കോഴിയായിരിക്കും. നാനാശക്തിയുടെ കയ്യിൽ വജ്രം, ശക്തി, കുക്കുടം, അഭയം ഉണ്ടാവും. ഭഗവാന്റെ ആഭരണങ്ങളെ വർണ്ണിക്കണം. മകുടം 2 തരണ്ട്. കിരീടമായിട്ടുള്ളതുണ്ട്, ജടാമകുടമുണ്ട്. ജഡ മകുടമായിട്ട് വെച്ചാൽ ശിവന് ജടാമകുടമാണ്, ജഡ തന്നെ മകുടമായിട്ട്. ശ്രീപാർവതിക്ക് ജടാമകുട. ശ്രീപാർവതിക്ക് കിരീടമല്ല. നമ്മൾ സീരിയലിലും നാടകത്തിലും കാണാൻ പറ്റും. അമ്മയ്ക്ക് ജടയാണ് മകുടം. കാളിക്ക് ജടാമകുടമാണ്. സുബ്രഹ്മണ്യൻ്റെ അയ്യപ്പസ്വാമിക്ക് ജടാമകുടമാണ്. ശാസ്താവിന് കിരീടമാണ്. വ്യത്യാസമുണ്ട്. ശാസ്താവ് ഗൃഹസ്ഥനാണ്. അയ്യപ്പൻ മനുഷ്യനായി ജനിച്ച് യോഗിയായിരുന്ന ആളാണ്. ജടാമകുടമാണ്. അയ്യപ്പൻ്റെ വസ്ത്രം കറുത്തിട്ടാണ്, ശാസ്താവിൻ്റെ വസ്ത്രം നീലയാണ്. ശാസ്താവിന് കറുത്ത പട്ടില്ല. അപൂർവം ചില താമസധ്യാനങ്ങളിൽ കാണാമെന്നല്ലാണ്ട് കറുപ്പ് എപ്പോഴും അയ്യപ്പനാണ്. അതേ വരി ഇവിടെ നാനാശക്തിക്ക് ജടാമകുടമാണ് കിരീടം. ശ്വേതാർക്കം, വെള്ളരിക്കിൻ്റെ പൂവിൻ്റെ മാലയാണ് കഴുത്തിലിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സ്വർണത്തിൻ്റെ വലിയൊരു നെക്ലസ് പോലുള്ളൊരു ആഭരണം രത്നങ്ങൾ പതിച്ചിട്ടിട്ടുണ്ട്. നല്ല വെളുത്ത പൂണൂലുണ്ട്. ശരീരം മുഴുവൻ ചന്ദനം തേച്ചിട്ടാണ് നിൽക്കുന്നത്. നാനാശക്തി എന്ന് പറയുന്ന വിഗ്രഹഭാവം. വെളുത്ത നിറ ഭഗവാൻ. വ്യത്യാസമുണ്ട്, ഓരോന്നോരോ ഭാവമാണ്.
ഇതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ നാനാശക്തി എന്ന് പറഞ്ഞ സകല ശക്തിയും ചേർന്ന് നിൽക്കുന്ന രൂപം, പരമേശ്വരനും ദേവിയും ചേർന്നിരിക്കുന്ന രൂപം. അതിൽ ശിവനും പാർവതിയും ഒന്നായിട്ടിരിക്കുന്നു ഭഗവാനിൽ. അങ്ങനെ വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ ആ സങ്കല്പത്തിലുള്ള ധ്യാനം, അത് നാനാശക്തി എന്ന് പറയും. രണ്ടാമത്തെ വിഗ്രഹത്തിൻ്റെ പേര് സ്കന്ദൻ എന്ന് നമ്മൾ പറഞ്ഞ പേര് തന്നെ. അതിനും ഒരു ശിരസ്സേ ഉള്ളൂ, 3 കണ്ണുണ്ടാവും. സ്കന്ദൻ എപ്പോഴും 3 കണ്ണുണ്ടാവും, 4 കൈകൾ. അത് എപ്പോഴും കൈകൾ കണക്കാക്കുമ്പോൾ അതിൻ്റെ ഭരണക്രമം ഇങ്ങനെയാണേ. അതായത് ഈ കൈ ഈ കൈ ഈ കൈ ഈ കൈ, ആ ക്രമത്തിലാണ് ഇത് പറയുക. എപ്പോഴും നമ്മൾ ചക്ര ശംഖ ഇങ്ങനെ ഈ വട്ടത്തിൽ ക്ലോക്ക് വൈസ് ആയിട്ട് ഇങ്ങനെ വരണം. അപ്പം കോഴി, അഭയം, വജ്രം, വരം. വരം വെച്ചാൽ ഇത് കോഴി, വജ്രം, അഭയം, വരം. ചിലയിടങ്ങളിൽ കോഴി കൊടിയായിരിക്കും, ചിലയിടങ്ങളിൽ കോഴിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ടാവും. പുഷ്പങ്ങൾ, നാനാ പുഷ്പങ്ങളുള്ളൊരു മാല, ധാരാളം രത്നാഭരണങ്ങൾ. ഇതിൽ ഭഗവാന് വാഹനമുണ്ട്, പീഠം. വാഹനമോ പീഠമോ പറയണം എന്നാണ്. നാനാശക്തിക്ക് വാഹനമോ പീഠമോ പറയണ്ട, സ്പെഷ്യലായിട്ടില്ല. ഈ പീഠം ഏതും ആവാം. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ വെള്ളത്താമരയിലാണ് നിൽക്കണം. ഭഗവാൻ നിൽക്കുന്നത് വെള്ളത്താമര. നിറം ധൂമ്രവർണ്ണമാണ്, പുക പോലുള്ള നിറ. ചുറ്റും പ്രഭാമണ്ഡലം ഇങ്ങനെ കാണാം, തേജസ് ഇങ്ങനെ കാണാം. മൂന്നാമത്തെ വിഗ്രഹത്തിൻ്റെ പേര് അഗ്നിജാതൻ, തീയുന്നുണ്ടായവൻ. ഒരു ശിരസ്സേ ഉള്ളൂ, 2 കണ്ണാണ്, 8 കൈയാണ്. ആദ്യത്തെ കയ്യിൽ സുറുവ പിടിച്ചിരിക്കണം. നമ്മൾ ഹോമം ചെയ്യുമ്പോൾ നെയ്യ് ഒഴിക്കണ വലിയ സ്പൂണ് കണ്ടിട്ടില്ലേ, അതിന് സുറുവം എന്ന് പറയും. അതിങ്ങനെ ഒഴിക്കണ സുറുവം പിടിച്ചിട്ടുണ്ട്. വേറൊരു കയ്യിൽ ജപമാല, വാള്, സ്വസ്തിക മുദ്രയിട്ട് കോഴി, കുക്കുടം, വജ്രം, പിന്നെ നെയ്യിൻ്റെ പാത്രം, ആജ്യപാത്രം. കാരണം നെയ്യ് ഹോമം ചെയ്യണി വെറുതെ സുറുവം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. നെയ്യ് എടുക്കാനുള്ള പാത്രം കണ്ടിട്ടില്ലേ, ആ വട്ടത്തിലുള്ള പാത്രം നമ്മളതിലേക്ക് ഒഴിക്കണത് കണ്ടിട്ടില്ലേ. ഹോമത്തിനെ എടുത്തിട്ട് നമ്മളിങ്ങനെ, ആ പാത്രമാണ് ആജ്യപാത്രം. ആജ്യപാത്രവും സുറുവും പിടിച്ചേക്കണ യജ്ഞമൂർത്തിയാണ്. അദ്ദേഹത്തിന് വെളുത്തതോ നീലയോ ആയിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ. വാഹനം ഇല്ല, പീഠമില്ല, നിറം പ്രത്യേകിച്ച് പറയണില്ല. അഗ്നിസ്വരൂപമാണ്, അഗ്നിജാതൻ എന്ന പേര്. അഗ്നിയുടെ മകനാണ് എന്ന അർത്ഥത്തിൽ അഗ്നിഹോത്രം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഭഗവാനാണ്. അതാണ് അഗ്നിജാതൻ. അഗ്നിജാത സുബ്രഹ്മണ്യൻ എന്ന് പറയും. പിന്നെ വരണ സുബ്രഹ്മണ്യനാണ് സൗരഭേയൻ. നമ്മൾ സൗരഭ് എന്നൊക്കെ കുട്ടികൾക്ക് പേരിടും, കണ്ടിട്ടില്ലേ. സൗരഭ് വെച്ചാൽ ശരിക്കും സുഗന്ധമുള്ളത് എന്നർത്ഥം. ഈ ഭഗവാനെ സൗരഭേയ സുബ്രഹ്മണ്യം എന്നാണ് പറയുക. ഭഗവാൻ ഇവിടെ 4 തലയാണ്, ബ്രഹ്മാവിനെ പോലെ. 6 തലയല്ല, 1 തലയല്ല, 2 തലയല്ല, 4 തല, 8 കൈ. ശക്തി നീല താമര, പുഷ്പബാണം കാമദേവനെ പോലെ, അഭയം വജ്രം, ഇക്ഷുധനുസ് കരിമ്പിൻ്റെ വില്ല്, ശൂലം വരദം. കാമദേവനോടുകൂടി ചേർന്നിട്ടൊരു ശ്രീവിദ്യാ സ്വഭാവത്തിലാണ്. കരിമ്പ് വില്ലും പുഷ്പബാണവും വന്ന ത്രിപുരസുന്ദരി വന്നു അതിൽ. അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ശ്രീവിദ്യയുടെ സ്വഭാവം. കൃഷ്ണനിൽ ഗോപാലസുന്ദരി, ശ്രീരാമനിൽ ശ്രീരാമസുന്ദരി, പരശുരാമനിൽ പരശുരാമസുന്ദരി ഒക്കെ ഉള്ളതുപോലെ സൗരഭേയ സുബ്രഹ്മണ്യനിൽ നമുക്ക് ശ്രീവിദ്യയുടെ ചില ആഞ്ജനകൾ കാണാം. പത്മാസനത്തിലായിരിക്കണത്, താമരയിൽ ഇരിക്കുകയാണ്. നല്ല ചുവന്ന താമരയുടെ നിറമാണ് ഭഗവാന്, ചെന്താമരയുടെ നിറം. അപ്പോൾ ഉറപ്പിക്കാം ത്രിപുരസുന്ദരിയാണത്. ശ്രീവിദ്യയുള്ള മുരുകൻ, ശ്രീവിദ്യയുടെ സ്കൂളുള്ള മുരുകൻ. അതൊക്കെ രഹസ്യഭാവങ്ങളായിരുന്നു. അനവധി ഉപാസകർ ഉപാസിച്ചിട്ടുള്ളതാണ്. നിൽക്കുന്ന രൂപം വലത്തെ കാലിനെ കുത്തിപ്പിടിച്ചിട്ടും ഇടത്തെ കാലിനെ ചെരിച്ചു പിടിച്ചിട്ടും കൃഷ്ണൻ നിൽക്കണ മാതിരിയാണ് നിൽക്കുക. അപ്പോൾ ഉറപ്പിക്കാം ശ്രീവിദ്യയാണ്. കുഞ്ചിതപാദം, കുഞ്ചിതപാദം വെച്ചാൽ ചിലമ്പ് കെട്ടി ചെരിച്ചു പിടിച്ചിരിക്കുന്ന പാദം ആണ്. കുഞ്ചിതപാദമായിട്ടാണ് ഇടത്തേക്കാൽ വെച്ചിരിക്കുക. അപ്പോൾ ഇടത്തേക്കാൽ പണച്ച് വെച്ചിട്ട് നിൽക്കണം. കൃഷ്ണൻ 3 വളവായിട്ട് ത്രിഭംഗി ലളിതാകൃതിയായിട്ട് ഓടക്കോള് പിടിച്ച് നിൽക്കുന്നത് സമയത്ത് കാലെങ്ങനെ വയ്ക്കുക, അത് കാലിൽ കാണാം. നിൽക്കുകയാണ് പത്മാസനത്തിൽ. അങ്ങനെ 8 കൈയും 4 മുഖത്തോടും കൂടിയിട്ട് ചുവന്ന താമരയുടെ നിറത്തിൽ ശക്തി, നീലത്താമര, പുഷ്പബാണം, അഭയം, വജ്രം, കരിമ്പ് വില്ല്, ശൂലം, വരദം പിടിച്ചു നിൽക്കുന്ന സൗരഭേയൻ വിശേഷമായിട്ടുള്ളൊരു രൂപമാണ്. ശ്രീവിദ്യയുള്ള മുരുകനാണ്. 5ാമത്തത് ഗാംഗേയനാണ്, ഗംഗാപുത്രൻ. 1 മുഖമേ ഉള്ളൂ, 3 കണ്ണുണ്ട്, 3 കൈ, 3 കണ്ണ്,
സൗരഭേഷ് സുബ്രഹ്മണ്യന് 8 കണ്ണുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. 4 മുഖത്തും കൂടെ 8 കണ്ണ്. ഇവിടെ ഗാംഗേയന് 1 മുഖം, മുക്കണ്ണ്, 4 കൈ, പരശു, മഴു, പൂർണ്ണകുംഭം പിടിച്ചിട്ടുണ്ട് ഒരു കയ്യിൽ, വേറൊരു കയ്യിൽ അരണിയാണ് പിടിച്ചിരിക്കുന്നത്. യാഗത്തിനുള്ള കടയാനുള്ള അരണിയുടെ കോല് കണ്ടിട്ടില്ലേ, മരത്തിൻ്റെ കോല്, കടയണ കോല്, അങ്ങനെ അരണിക്കോല്. പിന്നെ കുക്കുടം, കോഴി. ഇത് കരണ്ടമകുടം എന്ന് പറയുന്ന കിരീടമാണ് ധരിച്ചിരിക്കുന്നത്. കുക്കുടധ്വജം, കരണ്ടമകുടത്തിൽ പക്ഷിയുടെ പോലുള്ള വിധാനിപ്പുണ്ടാവും പുറകിൽ കരണ്ടമകുടത്തിൽ. കുക്കുടധ്വജം, കൊടി, അതും പിടിച്ചിട്ടുണ്ട്. നീലോൽപ്പലത്തിൻ്റെ, നീലത്താമരയുടെ പുഷ്പങ്ങളുടെ നല്ല വലിയൊരു മാല ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിറം മാതളം പഴത്തിൻ്റെ നിറമാണ്, പഴുത്ത മാതളത്തിൻ്റെ നിറം, ഡീപ്പ് റെഡ്, കടും ചുവപ്പ്. നമ്മൾ മൂകാംബിയയിലേക്ക് കുങ്കുമം കണ്ടിട്ടില്ലേ, കടുത്ത കുങ്കുമം, അതുപോലുള്ള കുങ്കുമത്തിൻ്റെ നിറം. അദ്ദേഹം ഗംഗാസുതനാണ്, ഗംഗയുടെ പുത്രനാണ്, ഗാംഗേയൻ. ഈ ഭാവത്തിലാണ് കാങ്കേയം എന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭഗവാനെ. അതാണ് ഗാംഗേയം എന്നാണ് ശരിക്കും ആ സ്ഥലത്തിൻ്റെ പേര്. തമിഴ്നാട്ടിലെ കാങ്കേയം എന്ന് പറയുന്നത് ഗാംഗേയനെ പ്രതിഷ്ഠിച്ച സ്ഥലമാണ്. പിന്നെ വരുന്ന 6ാമത്തെ ആൾ ശരവണോത്ഭവനാണ്. ശരവണപ്പൊയ്കയിൽ ജനിച്ച ഭാവം. 1 മുഖം, 3 കണ്ണ്, കയ്യിൽ പുഷ്പബാണം, കരിമ്പ് വില്ല്, ഖഡ്ഗം, ഖേടകം, വജ്രം, കുക്കുടധ്വജം. ബാലസൂര്യനെ പോലെ സകലാഭരണഭൂഷിതൻ. വാഹനമുണ്ട്, സിംഹവാഹനമാണ്. ജനിക്കുന്ന സമയത്തുള്ള ഭാവമാണ്. സിംഹവാഹനത്തോട് കൂടിയിട്ട് ദേവിയുണ്ട്. ഞാൻ നേരത്തെ ദേവിയുടെ അംശം വളരെയധികമാണ്. ചുവന്ന നിറമാണ്, ചെമ്പരത്തിപ്പൂ പോലിരിക്കും. ഈ ശരജന്മ സമാഖ്യാതം എന്നാണ് പറയുക. അതായത് മുളങ്കാട്ടിൽ ജനിച്ചവൻ. ശരവണ ഭവൻചാൽ, ശരവനച്ചാൽ മുളങ്കാട്, ആ മുളങ്കാട്ടിൽ ജനിച്ചവൻ. ശരീരം മുഴുവൻ ഭസ്മം പൂശിയിട്ട്, ദേഹം മുഴുവൻ ഭസ്മം പൂശിയിട്ടാണ് ജനിച്ച ഭാവം. ദേവി നല്ലോണം, ദേവിയുടെ ചൈതന്യമുണ്ട്. ചുവന്ന നിറം, സിംഹം, ഇതൊക്കെ കരിമ്പ് വില്ല്, പുഷ്പബാണം, ഇതൊക്കെ സൂചിപ്പിക്കുന്നു. 7ാമത്തത് കാർത്തികേയനാണ്. 1 മുഖം, 3 കണ്ണ്, 10 കൈ, ശക്തി, ശൂലം, ചക്രം, അങ്കുശം, അഭയം, തോമരം, പാശം, ശംഖം, വജ്രം, ഇതൊക്കെ ആയുധങ്ങൾ. ശിരസ്സിലൊരു കൂവളത്തിൻ്റെ ഇല വെച്ചിട്ടാണ് നിൽക്കുന്നത്. അതാണ് ശിരോഅലങ്കാരം. മുടി ഇങ്ങനെ കിടക്കണം, വേറെ കിരീടമൊന്നുമില്ല, ഒരു കിരീടമില്ല. ചുരുണ്ട് മുടി ഇങ്ങനെ കെട്ടാണ്ട് ഇങ്ങനെ 2 വശത്തേക്കും കിട്ടിയിരിക്കണം. ശിരസ്സിലൊരു കൂവളത്തിൻ്റെ ഇല വെച്ചിട്ടുണ്ട്. വാഹനം മയിലാണ്. ആ ഭഗവാന് നിറം ചുവപ്പാണ്. ബാലസൂര്യനെ പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. ശിവൻ്റെയും കൃത്തികമാരുടെയും മകനായിട്ടാണ് പറയണത്, കാർത്തികേയൻ. 8ാമത്തത് കുമാരൻ. 1 മുഖം, കണ്ണുകൾ മാറിയിട്ടാണ്. അതിന് ശ്ലോകങ്ങളിൽ കാണുന്നില്ല. 2 ഉള്ളതുണ്ട്, 3 ഉള്ളതുണ്ട്. 4 കയ്യായിരിക്കും കുമാരന്. ശക്തി, അഭയം, വരദം, വജ്രം. നമ്മൾക്കിവിടെ കുമാരഭാവത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് വിഗ്രഹത്തിൽ. കരണ്ടമകുടം, നല്ല നീണ്ട് പ്രഭയുള്ള മകുടം, താമരപ്പൂവിൻ്റെ മാല, ചുവന്ന നിറം. ആസനം പ്രത്യേകിച്ച് പറയുന്നില്ല, വാഹനവും പറയുന്നില്ല. ഈ കുട്ടിയെ കൊച്ചുകുട്ടിയായിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ, ബാലസ്കന്ദൻ, കുമരൻ എന്ന് പറയും, ആ കുമാരമൂർത്തി. 9ാമത്തത് ഷൺമുഖൻ. ഷൺമുഖന് 6 മുഖം, 2 കണ്ണ് വെച്ചിട്ട് 12 കണ്ണുള്ളതുകൊണ്ട്, വിശ്വരൂപം കാണിക്കുമ്പോൾ 18 കണ്ണുള്ളതുണ്ട്. 12 കൈയാണ്. ശക്തി, ബാണം, വാള്, ചക്രം, പാശം, അഭയം, കുക്കുടം. യുദ്ധമൂർത്തിയാണ്. യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട ഭാവ. സകല ലക്ഷണങ്ങളും സകല ആഭരണങ്ങളും സകല അംഗരാഗങ്ങളും ഒക്കെ, സകല സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ പൂശിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഭാവ. മയിലാണ് വാഹനം, ചുവന്ന നിറം. 2 വശത്തും ജയ, വിജയ എന്ന് പറയുന്ന 2 പേര്, 2 ദേവിമാരെ കാണാം. ദേവസേന ജയ, വിജയ എന്ന് പറഞ്ഞാൽ വള്ളി. അതുകൊണ്ട് ജയ വിജയ ഷൺമുഖമൂർത്തി എന്ന് പറയും ആ ഭഗവാനെ. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ മേട്ടുപ്പാളയത്ത് കൊണ്ട് ഞാൻ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഈ ജയവിജയ ഷൺമുഖമൂർത്തിയായിരുന്നു. 2 തുടകളിലും ജയയും വിജയയും ഇരുത്തിയിട്ട് യുദ്ധം കഴിഞ്ഞ് വരണ ഭാവത്തിലുള്ള ഭഗവാൻ ഷൺമുഖനെയാണ് അന്ന് പ്രതിഷ്ഠിച്ചത്. ഭഗവാന്റെ കൈകളിലുള്ള ആയുധങ്ങൾ ഒന്നുകൂടെ പറയാം. ശക്തി, ബാണം, ഖഡ്ഗം, ചക്രം, പാശം, അഭയം, കുക്കുടം, വില്ല്, ഖേടകം, ശംഖ്, ഒലയ്ക്ക, ഇരുമ്പൊലയ്ക്ക, വരദം. അങ്ങനെ 12 ആയുധങ്ങൾ.
10ാമത്തത് താരകാരി എന്ന് പറഞ്ഞ താരകനെ വധിച്ച ഭാവമാണ്. ഒരു മുഖം 3 കണ്ണ് 6 കൈ, അഭയം, ഖഡ്ഗം, ശക്തി, ഖേടം, ജപമാല, കുക്കുടം. ജപമാല പിടിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ താരകനെ ഉപദേശിക്കുന്നുണ്ട്. ഭഗവാൻ കൊല്ലുന്നതിന് മുമ്പ് ജ്ഞാനം ഉപദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖേടകം എന്ന് പറഞ്ഞു. ആനയാണ് വാഹനം, ചുവന്ന നിറം, ബ്രഹ്മശാസ്താവ് എന്നും പറയും. ബ്രഹ്മശാസ്ത എന്ന് ഭഗവാനെ, ആനവാഹനമായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മശാസ്ത എന്ന് പറയും. ചുവന്ന നിറമാണ്. സേനാനി എന്ന് പറഞ്ഞ ഭാവം 11ാമത്തെ. ഒരു ശിരസ് 2 കണ്ണ് 4 കൈ, ശംഖ്, ചക്രം, വരദം, അഭയം. വെളുത്ത പൂണൂല് മാത്രമേ ധരിച്ചിട്ടുള്ളൂ, വേറെ ആഭരണങ്ങളില്ല. നീല നിറ ഭഗവാന്. സേനാനിയാണ് പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ആരാധിക്കേണ്ടത്. അതിമനോഹരമായിട്ടുള്ള മുഖമാണ്. ദേവസേനാപതി എന്നും പറയും ഈ സേനാനിയെ. ദേവസേനയുടെ പതി, അത് ഭർത്താവ് എന്നുള്ള അർത്ഥത്തില്ല, ദേവസൈന്യത്തിൻ്റെ ആധിപത്യമുള്ള ആൾ. നീല നിറ ഭഗവാനയിൽ. സംഹാര സ്വഭാവം കൂടും. ഗുഹൻ എന്ന് 12ാമത്തെ ഭാഗം. ഒരു മുഖം 3 കണ്ണ് 4 കൈ, ശൂലം, വജ്രം, വരദം, അഭയം. സ്വർണ്ണകിരീടം, അതിൽ രത്നങ്ങൾ പതിച്ച്, വെളുത്ത വസ്ത്രമാണ്, പട്ടൊക്കെ വെളുത്തിട്ടാ, നീല നിറാണ്. ജയ മാത്രം കല്യാണം കഴിക്കണ ഭാവത്തിൽ തിരുപ്പരംകുன்றത്തിൽ ഇരിക്കുന്നത് ഈ ഗുഹനാണ്. ജയ അച്ചാൽ ദേവസേന ഇടതുവശത്ത് നിൽക്കുന്ന ഭാവത്തിൽ, കല്യാണ ഭാവത്തിൽ വധുവിൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. 13ാമത്തത് ബ്രഹ്മചാരി. ഒരു മുഖം 2 കണ്ണ് 2 കൈ, ഒന്നിൽ ദണ്ഡം ഇങ്ങനെ പിടിച്ചിട്ട് ഇടുപ്പിൽ കൈവച്ച് നിൽക്കണം. തലയിൽ ചുരുണ്ട മുടി കുടുമയായി കെട്ടിവെച്ചിട്ടുണ്ട്. മേഖല ധരിച്ചിട്ടുണ്ട്, സന്യാസിമാർ ധരിക്കണ പോലെ. കൗബീനം, ബ്രഹ്മചാരി ധരിക്കണ പോലെ കൗബീനം, കോണക കൊടുത്തിരിക്കുന്നത്. ചുവന്ന താമരപ്പൂല നിൽക്കുന്നത്. ഇടത്തെ കാല് കുഞ്ചിതപാദമാണ്, പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്, കൃഷ്ണൻ്റെ പോലെ. ചുവന്ന നിറം, ബ്രഹ്മചാരിയാണ്. ആരാണെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, പഴനിയിൽ നിൽക്കണം മുരുകൻ. ജ്ഞാനദണ്ഡായുധ പാണിയുടെ രൂപം. 13ാമത്തെ വിഗ്രഹ ഭാവമാണ്, 13ാമത്തെ ബ്രഹ്മചാരി ഭാവമാണത്. 14ാമത്തെ ഭാവം ദേശികൻ. ഒരു മുഖം 2 കണ്ണോ 3 കണ്ണോ ഉണ്ടാവാറുണ്ട് ചിലതിൽ. 6 കൈ, 2 കൈകളിലും ശക്തി പിടിച്ചിട്ട്, വേലിൻ്റെ മറ്റൊരു രൂപമാണത്. ജപമാല, വരദം. പിന്നെ മറ്റൊന്നിൽ ആയുധങ്ങൾ എന്താണെന്നുള്ളത്, അത് വരദോ അഭയമാവാം എന്ന് പറഞ്ഞിട്ടാണ് ശ്ലോകം ശില്പശാസ്ത്രത്തിൽ പറയണം. കരണ്ടമകുടമാണ്. കിരീടം, വാഹനമുണ്ട്. വാഹനം മയിലാണ്, ചുവന്ന നിറാണ്. ശിവന് പ്രണവാർത്ഥം ഉപദേശിച്ച ഭാവമാണ്. സ്വാമിനാഥൻ്റെ ഭാവമാണ് ദേശികൻ എന്ന് പറയുന്നത്. ദേശിക വിഗ്രഹം 14ാമത്തെ വിഗ്രഹമാണ്. സ്വാമിമലയിലെ ഭാവമാണ് ഈ വിഗ്രഹം. അത് കഴിഞ്ഞാൽ ക്രൗഞ്ചഭേദനൻ എന്ന് പറഞ്ഞ 15ാമത്തെ വിഗ്രഹം. ഒരു മുഖം 3 കണ്ണ്, ക്രൗഞ്ചപർവ്വതത്തിനെ വേലുകൊണ്ട് തകർത്ത് കളഞ്ഞവൻ. വരദം, അഭയം, പുഷ്പബാണം, കരിമ്പിൻ്റെ വില്ല്. മയിലിൻ്റെ പുറത്ത് ഇരിക്കണവനാണ്. ചുവന്ന നിറം, ക്രൗഞ്ചനെ കൊന്ന ഭാവം. അത് കഴിഞ്ഞാൽ ശിഖിവാഹനൻ 16ാമത്തത്. ഒരു മുഖം 3 കണ്ണ് 4 കൈ, അഭയം, വരദം, പാശം, അങ്കുശം. മയിലിൻ്റെ മുകളിലിരിക്കുന്നു. ഇന്ദ്രൻ്റെ രഥമായിട്ട് അതിനെ സങ്കല്പിക്കണം. ആ ശൂരപത്മനായിട്ടുള്ള മയിലല്ല, ഇന്ദ്രൻ മയിലായിട്ടിരിക്കുന്നതായിട്ട് വിശേഷമായിട്ട് സങ്കല്പിക്കണം. ചുവന്ന നിറാണ് ഭഗവാന്. ശിഖിവാഹനൻ എന്ന പേരിൽ. അവസാനത്തെ വിഗ്രഹം പറഞ്ഞു വേലായുധൻ. ഒരു മുഖം 2 കണ്ണ്, കടിഹസ്തം ഇടുപ്പത്ത് വെച്ച കൈ, ദണ്ട് കൈ പിടിച്ചിട്ടുണ്ടാവും. വേല് വിഗ്രഹത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. ചുവന്ന താമരപ്പൂവിൽ നിൽക്കുകയാണ്. കൽപ്പവൃക്ഷമാണ്. ശിവൻ്റെയും പാർവതിയും മകനായിട്ടും സ്കന്ധഭാവത്തിലും വിശാലമായിട്ടുള്ള ചുമലുകളോട് കൂടിയിട്ടുള്ള ഭാവമാണത്. വേലായുധൻ എന്ന് പറയും. ഈ ഭാവത്തിലാണ് ചെന്നിമലയിൽ നിൽക്കുന്നത്. ചെന്നിമലയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വേലായുധ ഭാവം കാണാം. വേല് പിടിച്ചിട്ടുണ്ടെന്ന് പേരിലേ ഉള്ളൂ. കയ്യിൽ ദണ്ഡായിരിക്കും, ഇടുപ്പിൽ കൈയായിരിക്കും. ഇനി ഇതല്ലാതെ ഭഗവാന്റെ ചില
വ്യത്യാസമായിട്ടുള്ള ചില ഭാവങ്ങളുണ്ട്. അത് ഒന്ന്, ഒരു കയ്യ് ഇടുപ്പത്ത് വെച്ചിട്ടും ഒരു കയ്യ് അഭയം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഭാവമുണ്ട്. അതിൽ വേല് ചാരി വെച്ചുകൊണ്ടുള്ള ഭാവങ്ങളുണ്ട്. ഈ വിഗ്രഹത്തിൻ്റെ ഒരു പരിണാമമാണ് നമുക്ക് ദേവിയുടെ ചൈതന്യം കൂടെ ചേർന്നിട്ട് വിഷ്ണുവിൻ്റെ വിഗ്രഹമായിട്ട് നിന്ന് തിരുപ്പതിയിലിരിക്കുന്ന വിഗ്രഹം ധ്രുവഭേരം. ഇങ്ങനെ അനവധി ധ്യാന ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് 17 തരം വിഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം കൂടെ പറഞ്ഞുതരാം, താല്പര്യമുള്ളവർക്ക് തപ്പി കണ്ടുപിടിക്കാം. ശ്രീതത്വനിധി എന്ന് പറയും ആ പുസ്തകം. അതിൻ്റെ 1ാമത്തെ വോളിയത്തിലാണ് ഇതുള്ളത്. ആ പുസ്തകം തഞ്ചാവൂരിലെ സരസ്വതി മഹാൾ ലൈബ്രറിയിൽ കിട്ടും. തഞ്ചാവൂരിലെ സരസ്വതി മഹാൾ ലൈബ്രറി ഉണ്ട്. ശരഭോജി രാജാക്കന്മാർ സ്ഥാപിച്ച പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥശാലയാണ്. അവിടെ ഈ പുസ്തകമുണ്ട്. ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തഞ്ചാവൂരിലെ തമിഴ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഈ ആർട്ട് ഹിസ്റ്ററിയുടെയൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ സ്കൾപ്ചർ ആൻഡ് ആർട്ട് ഹിസ്റ്ററി. അവിടുത്തെ ഒരു ഡോക്ടർ രാജു കാളിദാസ് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ അതിൻ്റെ ഒരു മേധാവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 60ഓളം ലേഖനങ്ങളും ജേണൽ പേപ്പറുകളും ഈ വിഗ്രഹശാസ്ത്രത്തിനെ കുറിച്ചിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൽ ഐക്കണോഗ്രഫി ഓഫ് സ്കന്ദ മുരുക, ഫ്ലാഷസ് ഓഫ് ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ടും ഐക്കണോഗ്രഫി ഓഫ് മുരുകൻ എന്ന് പറഞ്ഞിട്ടും തിരുമൂർത്തി ഓറിയൻറ്റേഷൻ മിഡീവൽ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 പ്രധാന ലേഖനങ്ങളുണ്ട്. ഇതൊക്കെ തപ്പി നെറ്റിലുണ്ടാവും. ജേണൽ പേപ്പറുകൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുകയാണ്. അന്വേഷിച്ചാൽ വായിക്കാൻ പറ്റും. മുരുകൻ്റെ ശില്പശാസ്ത്രത്തിനെക്കുറിച്ചുള്ള വളരെ വിസ്തരിച്ചിട്ടുള്ള പഠനം അതിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ 17 വിഗ്രഹങ്ങളെ നമ്മൾ പറഞ്ഞിരിക്കുന്നു. മഹേശ്വരകാന്ഡം ശിവൻ്റെ കഥകളായിരുന്നു. സുബ്രഹ്മണ്യൻ്റെ ജനനം ഒക്കെ അതിൽ നമ്മൾ പറഞ്ഞു. വിഷ്ണുകാന്ഡത്തിൽ നമ്മൾ വാസുദേവ മഹാത്മ്യം മുഴുവൻ പറഞ്ഞു. ബ്രഹ്മകാന്ഡത്തിൽ നമ്മൾ സൃഷ്ടിയുടെ മറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ധാരാളം തീർത്ഥങ്ങളെ വിവരിച്ചു. കാശീഖണ്ഡത്തിൽ നമ്മൾ കാശിയുടെ കഥയൊക്കെ പറഞ്ഞു. അവന്തിഖണ്ഡത്തിൽ മഹാകാലേശ്വരൻ്റെ കഥകളൊക്കെ പറഞ്ഞു. നാഗരഖണ്ഡം അഥവാ പ്രഭാസഖണ്ഡത്തിൽ പ്രഭാസത്തിൻ്റെയും അതേപോലെ തന്നെ ദ്വാരകയുടെയൊക്കെ കഥകൾ നമ്മൾ പറഞ്ഞു. ധാരാളം തീർത്ഥമഹാത്മ്യങ്ങൾ കേട്ടു, ക്ഷേത്രമഹാത്മ്യം കേട്ടു, വ്രതങ്ങളെക്കുറിച്ച് കേട്ടു, ദാനങ്ങളെക്കുറിച്ച് കേട്ടു, ഗണങ്ങളെക്കുറിച്ചും രുദ്രനെക്കുറിച്ചും ദേവിയെക്കുറിച്ചും ഒക്കെ അനവധി വിഷയങ്ങൾ കേട്ടു. സ്കന്ദൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിവൊക്കെ നമ്മൾ ഒരുപാട് കേൾക്കുകയുണ്ടായി. തമിഴിലുള്ള കാച്ചിയപ്പ ശിവാചാര്യരുടെ സ്കന്ദപുരാണവും അതേപോലെ തന്നെ സംസ്കൃതത്തിലുള്ള വ്യാസമഹർഷിയുടെ 81,000 ശ്ലോകം വരുന്ന സ്കന്ദപുരാണവും പ്രാദേശികമായിട്ട് നമ്മളിന്ന് സ്കന്ദപുരാണം എന്ന് പറയുന്ന സംസ്കൃതത്തിലുള്ള ശിവരഹസ്യഖണ്ഡം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളും എല്ലാം അവലംബിച്ചിട്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ 11 ദിവസവും സ്കന്ദപുരാണ കഥ പറഞ്ഞത്. അതിൽ സൃഷ്ടിയുടെ രഹസ്യം, ശിവൻ്റെ ശാസ്ത്രം, ശൈവം എന്താണ്, ശിവാഗമം എന്താണ്, കാശ്മീര ശൈവം എന്താണ്, തമിഴ് ശൈവം എന്താണെന്നൊക്കെ ആവുന്ന പോലെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നു. ഭഗവാന്റെ പരബ്രഹ്മത്വം എന്താണെന്ന് പറഞ്ഞു തന്നു. സ്കന്ദൻ്റെ ജന്മത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഭഗവാന്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. ഭക്തിമാർഗം എന്താണെന്ന് പറഞ്ഞു തന്നു. ധർമ്മശാസ്ത്രം പറഞ്ഞു തന്നു. ഇതൊക്കെ ഉപരി സ്കന്ദപുരാണത്തിൻ്റെ മാത്രം സവിശേഷതയായിട്ടുള്ള ഭാരതത്തിൻ്റെ പഴയ ആധ്യാത്മിക ഭൂമിശാസ്ത്രം പറഞ്ഞു തന്നു. ഭാരതത്തിലോ രാമായണത്തിലോ ഉള്ളതിനേക്കാളും കൂടുതൽ ആധ്യാത്മിക ഭൂമിശാസ്ത്രം നമുക്ക് സ്കന്ദപുരാണത്തിൽ നിന്ന് പഠിക്കാൻ പറ്റും. യോഗത്തെക്കുറിച്ചും വിദ്യയെക്കുറിച്ചും പറഞ്ഞു തന്നു. അവതാര കഥകളൊക്കെ പറഞ്ഞു തന്നു. അതുകൂടാണ്ട് സനൽകുമാര സംഹിത, സൂത സംഹിത, ശങ്കര സംഹിത, വൈഷ്ണവ സംഹിത, ബ്രഹ്മസംഹിത, സൗരസംഹിത, പ്രഭാസ സംഹിത, ഇത്രയും സംഹിതകളിൽ നിന്നും നമ്മൾ കഥകളെടുത്ത് പറഞ്ഞു. സ്കന്ദപുരാണത്തിൻ്റെ അർത്ഥം നമ്മുടെ ഉള്ളിലേക്കുള്ള തീർത്ഥയാത്രയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. സ്കന്ദപുരാണം നമുക്ക് ഇത്രയും ദിവസം കേട്ടിട്ട് എന്താ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ അകത്തേക്ക് തീർത്ഥയാത്ര ചെയ്തു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ അകത്തേക്ക് തീർത്ഥയാത്ര ചെയ്തു, ഞാൻ എൻ്റെ തന്നെ ബ്രഹ്മാനന്ദത്തിൽ കുളിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി. അതുവഴി എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ, എനിക്ക് ശിവഭക്തി കിട്ടി, അല്ലെങ്കിൽ വിഷ്ണുഭക്തി കിട്ടി, അല്ലെങ്കിൽ സ്കന്ദഭക്തി കിട്ടി. ഞാൻ ഏത് ദേവതയാണോ ആരാധിക്കണം ആ ദേവതയെ എങ്ങനെ ഞാൻ സ്നേഹിക്കണമെന്ന് ഞാൻ പഠിച്ചു. അപ്പോൾ ആ സ്നേഹിക്കാൻ പഠിച്ചുകൊണ്ട് എന്താ ഗുണം? എനിക്ക് ഈ ജീവിതത്തിൽ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ മോക്ഷം കിട്ടാനുള്ള വിദ്യ ഞാൻ പഠിച്ചു. മോക്ഷം കിട്ടിയെന്നുള്ളതുകൊണ്ട് മരിച്ചു പോകുക എന്നല്ല അർത്ഥം.
മുക്തിയാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ബ്രഹ്മത്തിൽ ഉറച്ചിരിക്കുക എന്നർത്ഥം. അല്ലാണ്ട് മുക്തിയാവുക എന്ന് പറഞ്ഞാൽ ആൾ അടിച്ചു പോവല്ല. അത് ലോകമണ്ടത്തരാണ്. ബ്രഹ്മചര്യത്തിന് 2 വാക്കാണ് ഹിന്ദുക്കളെ ഏറ്റവും കൂടുതൽ നോൺസെൻസിക്കലായിട്ട് ഉപയോഗിക്കുന്നത്: ബ്രഹ്മചര്യവും മുക്തിയും അഥവാ മോക്ഷം. ഇത് രണ്ടും വളരെ അബദ്ധമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ അകത്തേക്കാം. ഇനി പുറം ലോകത്തോ നമ്മൾ സാധാരണ ഗൃഹസ്ഥരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മുടെ രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ചുറ്റുമുള്ള സഹജീവികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സ്കന്ധജ്ഞാനം കിട്ടി. സ്കന്ധജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവനവൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങളോട് അനീതി കണ്ടാൽ തട്ടിക്കേട്ടുകൊണ്ട് തന്നെ പ്രതികരിക്കുക, സംഘടിക്കുക, രാഷ്ട്രശക്തിയാവുക, അതേപോലെ തന്നെ സമൂഹശക്തിയാവുക, അറിവ് കൊണ്ട് എങ്ങനെ യോദ്ധാക്കളാകണം എന്നും നമുക്ക് സ്കന്ദപുരാണം പഠിപ്പിച്ചു തന്നു. ഈ മഹാരാജ്യത്തിൻ്റെ സകല സവിശേഷതകളും പുണ്യവും മാഹാത്മ്യം മുഴുവൻ ഇത്രയും ശ്ലോകങ്ങളിലും കഥകളിലും കൂടെ പറഞ്ഞു തന്നിട്ട് നമ്മളിൽ ആധ്യാത്മികമായിട്ട് അടിത്തറയുള്ള ദേശഭക്തി ഉണ്ടാക്കി തരണം. ദേശഭക്തി പൊള്ളയായിട്ട് കാര്യമില്ല, അതിൽ ആധ്യാത്മികമായിട്ടുള്ള അടിത്തറ ഉണ്ടാവണം, ഈശ്വരീയമായിട്ടുള്ള അടിത്തറ അതുണ്ടാക്കി തന്നു. എങ്ങനെ സഹജീവികളെ സേവിക്കണം, ദരിദ്രനാരായണന്മാരെ, വിവേകാനന്ദ സ്വാമികളുടെ വാക്ക് കടമെടുത്ത ദരിദ്രനെ നാരായണനായിട്ട് കണ്ട് എങ്ങനെ സേവിക്കണം, എങ്ങനെ ശുശ്രൂഷിക്കണം, എങ്ങനെ മുരുകനെപ്പോലൊരു മകനാവണം, എങ്ങനെ മുരുകനെപ്പോലെ ഒരു സന്തതിയാവണം അച്ഛനമ്മമാർക്ക്, എങ്ങനെ മുരുകനെപ്പോലെ സ്നേഹിക്കണ ഭർത്താവാകണം, എങ്ങനെ മുരുകനെപ്പോലെ സ്നേഹിക്കണ കാമുകനാവണം, എങ്ങനെ മുരുകനെപ്പോലെ അനീതിക്കെതിരെ പോരാടുന്ന യോദ്ധാവാകണം, എങ്ങനെ മുരുകനെപ്പോലെ അറിവിനെ ഉപാസിക്കുകയും അർഹിക്കുന്നവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഗുരുനാഥനാവണം, എങ്ങനെ മുരുകനെപ്പോലെ നല്ലൊരു ശിഷ്യനാവണം. ഇതൊക്കെ നമുക്ക് സ്കന്ദപുരാണം പഠിപ്പിച്ചു തന്നു. നമ്മുടെ ഋഷിപരമ്പരകളുടെ മുഴുവൻ മാഹാത്മ്യം അതിൻ്റെ ചാറെടുത്തിട്ട് നമുക്ക് കുടിക്കാൻ തന്നു. കഴിഞ്ഞ 11 ദിവസത്തിനുള്ളിൽ എത്ര മഹർഷിമാരുടെ കഥകളല്ലേ കടന്നുപോയത്. അവരെയൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ സാഷ്ടാംഗം നമസ്കരിക്കണം. അവസാനം കാശിയുടെ മഹിമ പറഞ്ഞ് ശരീരം വിടുമ്പോൾ അതിനെങ്ങനെ തയ്യാറെടുക്കണം, മരിക്കാനെങ്ങനെ പഠിക്കണം. യഥാർത്ഥ ആധ്യാത്മിക വിദ്യ മരിക്കാൻ പഠിക്കലാണ്. ആ മരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം സന്തോഷത്തോടെയും ആത്മാർത്ഥതയോടെയും മനസ്സ് നിർത്തിക്കൊണ്ട്, മനസ്സിനെ ഒതുക്കിക്കൊണ്ട്, വേണ്ടാത്ത കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കാണ്ട്, അയ്യോ മക്കളൊന്നും ആയിട്ടില്ലല്ലോ, വീടിന് പെയിൻ്റ് അടിച്ചിട്ടില്ലല്ലോ, ഇതൊന്നും ആലോചിക്കാണ്ട് ശരീരം കടന്നു പോവുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാശീഖണ്ഡത്തിനെ പറഞ്ഞു തന്നു. കാശിയുടെ മഹാത്മ്യം പറയണത് മുഴുവൻ അതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വെറുതെ പുരാണം കേൾക്കുകയല്ല നമ്മൾ ചെയ്തത്. സനാതനധർമ്മത്തിൽ എന്താണ് എന്നുള്ളതിൻ്റെ ഒരു വലിയ വിശാലമായിട്ടുള്ള ഭൂപടം നമ്മുടെ മുന്നിൽ അങ്ങോട്ട് വിരിച്ചിട്ട് തന്നു. കഴിഞ്ഞ ദിവസം ഒരു ബ്രാഹ്മണ പെൺകുട്ടി 2ാമത്തെ ജന്മത്തിൽ ഒരു ചിത്രപടം കണ്ടപ്പോൾ തൻ്റെ പൂർവ്വജന്മം ഓർത്തതുപോലെ നമ്മളെയൊക്കെ യഥാർത്ഥമായിട്ടുള്ള സ്വരൂപത്തിനെ സ്കന്ദപുരാണം ഓർമ്മിപ്പിച്ചു തന്നു. നമ്മളൊന്നും ഒന്നിനും കൊള്ളാത്തവരല്ല. നമ്മളൊരു മഹാരാജ്യത്തിൽ, വലിയൊരു പാരമ്പര്യത്തിൽ, വലിയൊരു സംസ്കൃതിയിൽ പുണ്യവാന്മാരായിട്ട് ജനിച്ചിട്ടുള്ളവരാണ്. നമുക്കൊന്നും സമയം വൈകിയിട്ടില്ല. നല്ലത് തുടങ്ങാൻ ഇന്നതേ നല്ല മുഹൂർത്തം എന്നുള്ളത് ഇല്ല ആധ്യാത്മികതയിൽ. എപ്പോഴാണെന്ന് വെച്ചാൽ തുടങ്ങാം. ചടങ്ങ് തുടങ്ങണ പോലെയല്ല. ജപിക്കാൻ തുടങ്ങാം, നമസ്കരിക്കാൻ തുടങ്ങാം, സേവനം ചെയ്യാൻ തുടങ്ങാം. ഇതൊക്കെ ആ ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഉപാസന, ക്ഷേത്രം, തീർത്ഥം, ജ്ഞാനം, തപസ്, ധർമാചരണം, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു വിശിഷ്ടമായിട്ടുള്ളൊരു വിഭവത്തെ ഭഗവാൻ നമുക്ക് തന്നു. വിളിക്കണോ? ഈ വിധത്തിൽ അത് മാത്രമല്ലാണ്ട് നമ്മൾ കുറേ ചരിത്രവും ഒക്കെ പഠിച്ചു, കുറേ ഭക്ഷണങ്ങളെക്കുറിച്ച് പഠിച്ചു, അല്ലേ? കുറേ കാര്യങ്ങൾ പഠിച്ചു നമ്മൾ. അതുകൊണ്ട് സ്കന്ദപുരാണം വെറുതെ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്തും, ഇത് എങ്ങനെ നമ്മുടെ വരണ തലമുറയ്ക്ക് കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാവണം. ഇന്നിപ്പോൾ എത്രയോ വീടുകളിൽ എത്രയോ വ്യക്തികൾ പാരമ്പര്യമായിട്ട് ചെയ്തിരുന്നവരെ മാറ്റി നിർത്തിയിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആ കുടുംബങ്ങളിൽ വരെ ഹരഹര ഷൺമുഖാന്നും
വെട്രിവേൽ മുരുകനുക്ക് ഹരഹരോ ഹരാന്നും വേല് വേല് വേൽ വേൽ എന്ന് പറഞ്ഞിട്ടും ജപിക്കുന്ന അവസ്ഥ ഉണ്ടായി വരുന്നത് നമുക്ക് കാണുന്നുണ്ട്. പല മഹാത്മാക്കളും അതിനു വേണ്ടിയിട്ട് വലിയ എഫർട്ട് ഇടുന്നുണ്ട്. മുരുകൻ വീണ്ടും ഉണർന്നു വരുന്നു. സനാതനധർമ്മത്തിൻ്റെ വ്യക്തിത്വത്തിനെ അപ്പോളജറ്റിക് അല്ലാണ്ട് ഞാൻ ഹിന്ദുവാണെന്ന് എന്തോ മാപ്പ് പറയണ മാതിരി പറയേണ്ട അവസ്ഥയില്ലാത്ത തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന ആ ആത്മീയമായിട്ടുള്ള അടിത്തറയുള്ള ബോധത്തിലേക്ക്, രാഷ്ട്രീയ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്, ആത്മീയമായിട്ടുള്ള ബോധത്തിലുള്ള അടിത്തറ മുരുകൻ ഭരണകാലത്ത് ചെറുപ്പക്കാർക്ക് കൊടുക്കും. മുരുകൻ ചെറുപ്പക്കാരനാണ്. മുരുകനെപ്പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ദേവൻ സത്യം പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് വേറെയില്ല. കാരണം ആ ശൂരത്വം കൊണ്ടും അറിവ് കൊണ്ടും സൗന്ദര്യം കൊണ്ടും റൊമാൻസ് കൊണ്ടും ഒക്കെ മുരുകനോളം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ദേവനില്ല. അതേപോലെ തന്നെ ആത്മബലം, ഒരു കാര്യം തീരുമാനിച്ചാൽ നിശ്ചയത്തോടു കൂടി ചെയ്യാനുള്ളൊരു കഴിവ്, അതിനാവശ്യമായിട്ടുള്ള അച്ചടക്കം, വെറുതെ രാവിലെ സ്കൂളിൽ പോണതിന് മുമ്പ് ഒന്ന് ഓടി വന്ന് തൊഴുതു പോകുന്ന ആ ആധ്യാത്മികത എല്ലാ കുട്ടികൾക്കും കൊടുക്കേണ്ടത്. അവർ ജപിക്കുക പ്രാർത്ഥിക്കുക അതൊന്നുമല്ല. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും അവരുടെ ആത്മബലമായിട്ട് ഭഗവാനുണ്ട് എന്നുള്ള ബോധ്യം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതി അവർക്ക്. ആ ഗ്രിറ്റും ഡിസിപ്ലിനും, ദാറ്റ്സ് വാട്ട് യു ഷുഡ് ഗിവ്, നോട്ട് പാസീവ് സ്പിരിച്വാലിറ്റി. പാസീവ് സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മളിങ്ങനെ കാര്യത്തിന് മാത്രം വരിക പോവുക, അതുകൊണ്ട് കാര്യമില്ല. ഞാൻ റിലീജിയസ് ആവണം, മതചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ചല്ല പറയണത്, ആധ്യാത്മികതയെക്കുറിച്ചാണ് പറയണത്. രണ്ടാ. ആധ്യാത്മികത മനസ്സിനെ അടക്കല. അതിനുള്ള ഉപകരണങ്ങളാണ് ഈ ജപമൊക്കെ. ചടങ്ങുകളൊക്കെ അതിൻ്റെ പാടിന് നടന്നോളൂ. ആധ്യാത്മികത ഉറച്ചു കിട്ടിയാൽ മാത്രമേ ചടങ്ങിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കിയിട്ട് പങ്കെടുക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ഉത്സവ ബലി, എന്ത് ആറാട്ട്, എന്ത് ശുദ്ധി കലശം, എന്ത് ഒന്നുമില്ല. എന്തിന് കാവടി? ആർക്കും അറിയില്ല എന്തിനാ കാവടി. ഹിഡുമ്പൻ്റെ കഥ അറിയാം, കാവടിയുടെ തത്വം അറിയില്ല. അത് പറയാനുള്ളൊരു സ്ഥലം ഇവിടെ ഇല്ല. മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ വിസ്തരിക്കണില്ല. അഭിമാനം ഉണ്ടാവുക, വെറുപ്പില്ലാത്ത അഭിമാനം. മുരുകൻ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല ആരെയും. എന്നാൽ നമ്മളെ അടിക്കണവനെ തിരിച്ചടിക്കാനും പഠിപ്പിച്ചിട്ടുണ്ട്. അടിക്കണവനെ തിരിച്ചടിക്കണം, യാതൊരു സംശയമില്ല. മുരുകൻ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കാനൊന്നും പോയിട്ടില്ല. പ്രപഞ്ചത്തിൽ ഉപദ്രവം ഉണ്ടാക്കണവരൊക്കെ തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രൈഡ് വിത്തൗട്ട് ഹേറ്റ്രഡ്, വെറുപ്പില്ലാത്ത സ്വാഭിമാനം. ആരെയും വെറുക്കാണ്ട് സ്വാഭിമാനിയായിട്ടിരിക്കുക പറഞ്ഞാൽ അത് വലിയൊരു കഴിവാണ്. അവൻ മോശം, ഞാൻ വലുത്, അതല്ല പ്രൈഡ്. സ്വാഭിമാനത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ ഞാൻ നിറഞ്ഞവനാണ്, മറ്റുള്ളവരും ഈശ്വരസ്വരൂപമാണ്. എന്നാൽ എന്നെ ഈശ്വരസ്വരൂപമാണെന്നുണ്ടെങ്കിലും ശത്രുഭാവത്തിൽ വന്നാൽ ഞാൻ അതേ ഭാവത്തിൽ തിരിച്ചടിക്കും. അത് ഈശ്വരനാണെന്നുള്ള ബോധ്യമുണ്ട്. ഇതന്നെയല്ലേ ഗീത പഠിപ്പിച്ചത്. ഡിവോഷൻ വിത്തൗട്ട് വീക്ക്നെസ്. ഭക്തി വീക്ക്നെസ് അല്ല, ഭക്തി ശക്തിയാവണം. അല്ലാണ്ട് കരഞ്ഞു പിഴിയാനുള്ളതല്ല ഭക്തി. അയ്യോ എന്ന് പറഞ്ഞിട്ട് ദീനത. ആ ഭക്തിയാണ് 12-ാം നൂറ്റാണ്ട് തൊട്ട് ഈ രാജ്യത്തിന് ഇന്നത്തെ അവസ്ഥയിലെത്തിച്ച് ഇത്ര മടിയന്മാരും ചോമ്പേരികളും ആക്കി മാറ്റിയത്. ആ ഭക്തി നമുക്ക് ആവശ്യമില്ല. വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി കുട്ടികളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയി ഫുട്ബോൾ കളിക്കാമെന്നാണ് പറഞ്ഞു. നിങ്ങൾക്ക് കാരിരുമ്പിൻ്റെ സിരകളും ഉരുക്കിൻ്റെ സ്റ്റീലിൻ്റെ പേശികളും ഉണ്ടായി മാത്രമേ നിങ്ങൾക്ക് ഭഗവത്ഗീത നന്നായിട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു. അതുപോലെ വേണം നമുക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ. വിവേകാനന്ദനിൽ നമുക്ക് മുരുകനെ കാണാൻ സാധിക്കും. ആ അഗ്നിസ്വഭാവം, അറിവിലധിഷ്ഠിതമായിട്ടുള്ള യോദ്ധാവിനെ കാണണമെങ്കിൽ വിവേകാനന്ദനെ നോക്കിയാൽ മതി, മുരുകനെ കാണാം. അറിവിലധിഷ്ഠിതമായിട്ടുള്ള ജ്ഞാനഭാവത്തിനെ കാണണമെങ്കിൽ, ശാന്തതയെ കാണണമെങ്കിൽ രമണ മഹർഷിയെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മുരുകനെ കാണാം. പ്രണയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭാവത്തിൽ ഈശ്വര സങ്കല്പത്തിനെ കാണണമെങ്കിൽ നിങ്ങൾ ശ്രീരാമകൃഷ്ണദേവനിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മുരുകനെ കാണാം. മുരുകൻ ഇത് സകലതുമാണ്. താനാണതെന്ന് ഒരു ക്രെഡിറ്റും എടുക്കാണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഇരുന്ന് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന ഗുരുനാഥനാണ് ഗുഹൻ. ഒരേ സമയം ഒരു സാധുവും, സാധു വെച്ചാൽ നമ്മൾ പറഞ്ഞ സാധുവല്ല, സന്യാസി, സാധന ചെയ്യണവനും അതേസമയം യോദ്ധാവുമാണ് മുരുകൻ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അങ്ങനെ ഉണ്ടാവണ ബലം ശുദ്ധമായിരിക്കും. അത് അശുദ്ധിയുടെ ബലമല്ല, ശുദ്ധിയുടെ ബലമാണ്. ശുദ്ധിയുടെ ബലത്തിനെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. ആ ശുദ്ധിയുടെ ബലമാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടേണ്ടത്, അവരിലേക്ക് എത്തിക്കേണ്ടത്. അതാണ്
അല്ലാണ്ട് കുറേ ആക്രോശിച്ചിട്ടും ബഹളം ഉണ്ടാക്കിയിട്ടും ജയ് വിളിച്ചിട്ടും ഒന്നും കാര്യമില്ല. അത് അപ്പം അഡ്രിനാലും കയറുന്നല്ലാണ്ട് കയറിയ വഴിക്ക് ഇറങ്ങും. അതുകൊണ്ടാണ് ഒരു ദിവസം ഇപ്പോൾ ഭജനയിലൊക്കെ നമ്മൾ ആടുകയും പാടുകയൊക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം ആ നേരത്തെ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഡൗൺ ആയിട്ട് തോന്നും. ഇന്നലെ നമ്മൾ എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട് വ്യാകുലപ്പെടുകയും ചെയ്യും. അതിനുള്ളതല്ല ആധ്യാത്മികത. ഈ 11 ദിവസം കൊണ്ട് കിട്ടിയത് ഇനി വരുന്ന നിങ്ങളുടെ 111 വർഷം നിങ്ങളുടെ ശരീരത്തിൽ ഓടണം. ഈ ശരീരം വീണവരെ ഓടണം. ഇതിന്ന് ഉണ്ടാക്കിയെടുത്തത് എത്ര ജന്മം നിങ്ങൾക്ക് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ ആ ജന്മങ്ങളിൽ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുകയും വേണം ഈ ആധ്യാത്മിക സമ്പത്ത്. അതുകൊണ്ട് മുരുകൻ ചെയ്യണത് എന്താ വെച്ചാൽ ഇന്ന് പുതിയ തലമുറയെ അച്ചടക്കത്തിലേക്കും ഭക്തിയിലേക്കും ആന്തരിക ശക്തിയിലേക്കും ബാഹ്യമായിട്ടുള്ള ശക്തിയിലേക്കും ഒക്കെ ഒരേ സമയം വിളിച്ചുകൊണ്ട് വീണു. ഇത് ഭഗവാന്റെ സന്ദേശമാണ്. വടക്ക് സ്കന്ദനായിട്ടും കർണാടകത്തിൽ സുബ്രഹ്മണ്യനായിട്ടും ഹിമാലയത്തിൽ കാർത്തികേയനായിട്ടും ആഗമങ്ങളിൽ കൗമാരനായിട്ടും നമുക്ക് പഴനിയാണ്ടവനായിട്ടും ഒക്കെ ഇരിക്കണ മുരുകൻ നമ്മുടെ രാഷ്ട്രത്തിനെ ഒരു ചരടി കോർത്തു ഇരിക്കുന്ന ഒരു മഹാശക്തിയാണ്. അതുകൊണ്ട് ധർമ്മത്തിൽ നമ്മൾ യോദ്ധാവിൻ്റെ ശക്തിയെ ഉണർത്തിയേ പറ്റൂ. സനാതനധർമ്മം സത്യത്തെ അന്വേഷിക്കുന്ന വഴിയാണ്. സത്യത്തെ അന്വേഷിക്കുക പറഞ്ഞാൽ അതെന്തോ വളരെ സോഫ്റ്റായിട്ടുള്ള പാവപ്പെട്ട ആൾക്കാർക്ക്, മിണ്ടാതിരിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള വഴിയാണെന്നാണ് നമ്മളെ തെറ്റായി പഠിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ ഭാഗം ഊന്നിപ്പറയാണ്ട് എല്ലാം സഹിക്കണവരാകണം നമ്മൾ എന്നും നമ്മളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നു. പല പുരാണങ്ങളിൽ പോലും അത്തരം ഭാഗങ്ങൾ എഴുതി ചേർത്തത് കൊണ്ട് അതും തെറ്റായിട്ട് വരിക. എന്ത് പറ്റിയാലും നമ്മൾ സഹിച്ചോളാം, സഹിക്കാം, പക്ഷെ നമ്മൾ നമ്മുടെ ഭാഗം പറയേണ്ടവിടെ പറയുക തന്നെ വേണം. മുരുകൻ അതാ പഠിപ്പിച്ചത്. അസർട്ട് ചെയ്യാണ്ട് ടോളറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ടോളറൻസ് വിത്തൗട്ട് അസർഷൻ ഈസ് ഈക്വൽ ടു സൂയിസൈഡ്. ഒരു സംശയവും വേണ്ട. ആത്മഹത്യ ചെയ്യണ തുല്യമാണ്. എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ ഭാഗം പറയാണ്ടിരിക്കുക എന്ന് പറയും. ഇപ്പോൾ ഒരു വലിയ നഗരത്തിൻ്റെ മേയറായിട്ടൊരുത്തൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവൻ്റെ മതത്തിനെ ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ സകല പത്രങ്ങളും കിടന്ന് കൈയടിക്കുന്നു. ഇതിവിടെ ഒരു ഹിന്ദു പറഞ്ഞാലോ, എന്നിട്ട് ശരത്തേഹരിദാസൻ ഇപ്പം പറഞ്ഞാൽ നാളെ അത് വിവാദമാവും. നട്ടലുള്ളവർ ഈ വർഗങ്ങളെ അടിച്ച് പറപ്പിച്ച് കളയണം. ആദ്യം നശിപ്പിക്കേണ്ടത് ഇവിടുത്തെ മീഡിയ കൾച്ചറിൻ്റെ ഈ നെഗറ്റിവിറ്റിയാണ്. ഞാനൊരു മീഡിയ പേഴ്സണാണ്. അനവധി വർഷം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇൻ്റർനാഷണലി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നും പ്രസ് പാസ്സുള്ള ആളാണ് ഞാൻ. എംബാർഗോഡ് സ്റ്റോറീസിന് പ്രസ് പാസ്സുള്ള ആളാണ് ഞാൻ. അതായത് US ഗവൺമെൻറ് നിരോധനം ഏർപ്പെടുത്തും, ചില വാർത്തകൾ പെട്ടെന്ന് പുറത്തു വിടരുത്, ലോകത്തിന് അപകടമാകാൻ സാധ്യതയുള്ള റിസർച്ചുകളെക്കുറിച്ചും മറ്റുമുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ന്യൂസുകൾ. പക്ഷേ എംബാർഗോഡ് പ്രസ് പാസ്സുകൾ പോലും, പ്രസ്സിൻ്റെ റിലീസ് പോലും കിട്ടുന്ന പ്രസ് പാസ്സുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനത്തിൽ ഇരിക്കാണ്ടേ അല്ല അത് പറയണം. എലക്ഷൻ വരെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് നല്ലോണം പണിയെടുത്തിട്ടുണ്ട്. 11th ഞാൻ കേരളത്തിലെ പ്രസിദ്ധമായൊരു പത്രത്തിൻ്റെ സ്റ്റുഡൻ്റ് എഡിറ്ററായിട്ട് തുടങ്ങിയ ജീവിതമാണത്. 4 കൊല്ലക്കാലം അത് കേരളത്തിലെ എല്ലാ എഡിഷനിലും എഡിറ്റ് ചെയ്തിരുന്നതും ക്യാമ്പസുകളുടെ ആ പങ്ക്തി എഡിറ്റ് ചെയ്തിരുന്നതും ഞാനായിരുന്നു. അന്ന് തൊട്ടിട്ട് എത്രയോ സുഹൃത്തുക്കളൊക്കെ എനിക്ക് ആ മേഖലയിലുണ്ട്. പക്ഷേ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും ആ മേഖലയിൽ വരണ മൂല്യച്യുതിയാണ്. ഗംഭീരന്മാരായിരുന്നവരുണ്ട്. കേരളത്തിനെ പിടിച്ചു കുളിക്കുക പ്രമാദമായിട്ടുള്ളൊരു കേസിൽ, ഒരു ഗവൺമെൻറ് മറിച്ചിട്ട കേസിൽ അതിലെ പ്രധാന പ്രതി ഇവിടെ അടുത്തൊരു വീട്ടിൽ ഈ അമ്പ്യാപുരത്ത് വന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അന്ന് ഒരു പ്രധാന പത്രത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു ലേഖകൻ, പ്രസിദ്ധനായിട്ടുള്ളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളൊരു ലേഖകൻ, അന്ന് അദ്ദേഹത്തിന് ചെറുപ്പമാണ്. അദ്ദേഹം എന്നെ വേറെ എൻ്റെ ഒരു സുഹൃത്തിനെയും ഞങ്ങളന്ന് പ്രീ ഡിഗ്രിക്ക് വിക്ടോറിയ കോളേജിൽ പഠിക്കുകയാണ്. ഷർട്ടിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ച് കെട്ടിയിട്ട് നൂലിനെ പാൻറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ഓട്ടയാക്കിയിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യാം. സൈക്കിൾ വിട്ടിട്ട് അവിടെ നിൽക്കും, മണിക്കൂർ കണക്കിന് ട്യൂഷൻ കഴിഞ്ഞ് പോവുകയാണ്, വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണെന്നുള്ള വ്യാജേന അവിടെ വരണ സകല കാറുകളിൽ ഫോട്ടോ എടുപ്പിക്കും. അങ്ങനെ ഒരു ദിവസം ഈ പ്രതി അവിടെ വരണ ഫോട്ടോ കിട്ടി. അതിന് പിറ്റേ ദിവസം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല്ലം ഞാൻ അമ്പ്യാപുരം ഭാഗത്തേക്ക് വന്നിട്ടില്ല, പേടിച്ചിട്ട്. അയാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ കൂടെയുള്ളവർ പത്രക്കാരനെ ആക്രമിച്ചു, കയ്യിന് വെട്ടി. പക്ഷെ ആ കേസ് പ്രമാദമായിരുന്നു. കേരളത്തിലൊരു സർക്കാർ മറിഞ്ഞു വീണു. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും അപകടം പിടിച്ച ചില ഇലക്ഷനുകൾക്ക് വേണ്ടിയിട്ട് വരെ
പണിയെടുത്തിട്ടുള്ള അതേ ഞാൻ തന്നെയാണ് പറയണത്. ഇന്ന് മാധ്യമധർമ്മം ചവറ്റുകൊട്ടയിലാണ് കിടക്കണം. അതുകൊണ്ട് ഇതറിയാത്ത പണിയായിട്ട് അവിടെ ഇരുന്നിട്ട് വ്യാസപീഠത്തിൽ വന്നിരുന്ന് പറയുകയാണെന്ന് ചിന്തിക്കേണ്ട. കേൾക്കണവർക്കും കേൾക്കാനിരിക്കണവർക്കും ഒക്കെ വേണ്ടിയിട്ട് അത് പറയണത്. അതുകൊണ്ട് മാത്രമാണ് ആ സ്വന്തം അനുഭവം ഒന്ന് കുറച്ച് പറഞ്ഞു വെച്ചത്. പിന്നെ മൂന്നാമത്തെ, അതുകൊണ്ട് ടോളറേറ്റ് ചെയ്യാം, സഹിക്കാം. സഹനം വേണ്ടെന്നല്ല. നമുക്ക് ലോകത്തിലുള്ള എല്ലാവരും ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞിട്ട് സ്നേഹിക്കാനൊന്നും സാധിക്കില്ല. മനുഷ്യനെ എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല, സഹിക്കാൻ പറ്റും. പക്ഷെ സഹിക്കുമ്പോഴും നമ്മുടെ സ്റ്റാൻഡ് അവിടെ നമ്മൾ പറഞ്ഞിരിക്കണം. ഞങ്ങളുടെ നിലപാട് ഇതാണ്, അതിലധിഷ്ഠിതമായിട്ടുള്ള സഹനേ പറഞ്ഞിട്ടുള്ളൂ. മുരുകൻ അതാ നമ്മളെ പഠിപ്പിച്ച്. അദ്ദേഹം നിലപാട് പറയും, അതിന് പറ്റില്ല എന്ന് കണ്ടാൽ അദ്ദേഹം തട്ടിക്കളയും. മുരുകൻ്റെ രീതി അതാ. ചാടിക്കയറി മറ്റ് ദേവതകളിൽ വധം വരുമ്പോൾ വധം നേരിട്ടങ്ങോട്ട് വധ. മുരുകൻ സംസാരിക്കും, താൻ കൊല്ലാൻ പോകുന്ന ആളോട് സംസാരിച്ച് ആ വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ ശ്രമിക്കും. മൂന്നാമത്തെ കാര്യം മുരുകൻ നമ്മളെ പഠിപ്പിക്കുന്നത്, അത് ഗോവർദ്ധനോദ്ധാരണത്തിൽ, അമ്മ സംസാരിക്കല്ലേ, അമ്മ സംസാരിക്കല്ലേ, ഇവരോട് പറയൂ ആരെങ്കിലും, ഒച്ച വയ്ക്കല്ലേ എന്ന്. ഗോവർദ്ധനമെടുത്ത് ഉയർത്തുമ്പോഴും ആ 7 വയസ്സുള്ള കുട്ടി ചോദിച്ച ചോദ്യം, അതേപോലെ തന്നെ മുരുകൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, മുരുകൻ്റെ ജ്ഞാനപ്പഴത്തിലെ കഥയിലടക്കം അർത്ഥമില്ലാത്ത ചടങ്ങുകളുടെ നിരർത്ഥകത, അല്ലെങ്കിൽ അർത്ഥമറിയാതെ ചെയ്യുന്ന ചടങ്ങുകൾ എന്തു തന്നെ മാറ്റം സമൂഹത്തിലുണ്ടാക്കും എന്ന് ചോദിച്ച 2 ആൾക്കാരാണ് ഉണ്ണിക്കണ്ണനും ബാലമുരുകനും. അവരുടെ അച്ഛന്മാരെ വരെ അവർ ചോദ്യം ചെയ്തു. അർത്ഥമറിയാതെ ഒരുത്തൻ എങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? പ്രണവാർത്ഥമറിയാണ്ട് എങ്ങനെ ലോകത്തിൻ്റെ സ്രഷ്ടാവാകാം? വിധി നിർണ്ണയിക്കാൻ ബ്രഹ്മദേവന് സാധിക്കും? അവൻ്റെ അർഹത എന്തെന്ന് പച്ചയ്ക്ക് ചോദിക്കാൻ, സ്വന്തം അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ, ലോകഗുരുവായിട്ടുള്ള അച്ഛൻ്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഉള്ള ധൈര്യം മുരുകനുണ്ടായിരുന്നു. നന്ദഗോപരുടെ അടുത്ത് ചോദിച്ചു, അച്ഛാ, ഇന്ദ്രാദികളെ എന്തിനു പൂജിക്കണു? ഈ ഗോവർദ്ധനല്ലേ, ഈ പശുക്കളല്ലേ നമുക്ക് വേണ്ടതൊക്കെ തരണം, ഇവരെയല്ലേ പൂജിക്കേണ്ടത് എന്ന് ചോദിച്ചിട്ട് അന്നേ യഥാർത്ഥ വിപ്ലവകാരി അതാണ്. അതല്ലാണ്ട് അവനവൻ്റെ ക്രിമിനൽ ടെൻഡൻസികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ ഏതെങ്കിലും സംഘം ചേർന്നിട്ട് പാർട്ടികളിൽ പോണതല്ല സോഷ്യലിസം. യഥാർത്ഥ സോഷ്യലിസം ഇതാണ്. യഥാർത്ഥ സോഷ്യലിസം ഇതാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് എൻ്റെ അച്ഛനാണ്. പക്ഷെ അച്ഛൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ വിശ്വാസിയല്ല. എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ ഞെട്ടിച്ചിട്ടുള്ളൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹത്തിനും വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു വലിയ തുരുത്ത്, ഓൾമോസ്റ്റ് 10-20 വരുന്ന ഏക്കർ തുരുത്ത് കുടിയാന്മാർക്ക് വെറുതെ എഴുതി കൊടുത്തു. അതിനെക്കുറിച്ച് പിന്നെ എപ്പോൾ ചോദിച്ചാലും പറയും, അത് എൻ്റെ ആദർശമായിരുന്നു, അതിനെക്കുറിച്ച് നിങ്ങളാരും സംസാരിക്കേണ്ടെന്ന് പറയും. അതിനെക്കുറിച്ച് ഒരിക്കലും റിഗ്രറ്റ് ചെയ്തില്ല. ചെയ്യേണ്ടത് ചെയ്ത് കാണിച്ചിട്ടാണ് സോഷ്യലിസം നടപ്പിൽ വരുത്തേണ്ടത്. പ്രസംഗിച്ചിട്ടും ആൾക്കാരെ തമ്മിത്തല്ലിച്ചിട്ടും ജനങ്ങളിൽ അപകർഷതാബോധത്തിനെ വളർത്തിയിട്ടും പണ്ടത്തെ കാലത്ത് നടന്ന കാര്യങ്ങളെ കുത്തിപ്പൊക്കി ഇല്ലാ കഥകൾ ഉണ്ടാക്കി പുതിയ ചരിത്രം ഉണ്ടാക്കിയിട്ടും അല്ല വേണ്ടത്. വേറെ ഒരു പുരാണം പറയുമ്പോഴും നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. മുരുകനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമേ പറ്റുള്ളൂ. കാരണം മുരുകൻ ഈ രാഷ്ട്രത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന, സമൂഹത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന, നമ്മൾക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള 3 ശക്തികളെയും കൈയാളുന്ന, ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തിയും കൈയാളുന്ന യോദ്ധാവായിട്ടുള്ള ഉപാസകൻ്റെ രൂപമാണ്. ആ മുരുകൻ നമുക്ക് തിരിച്ചു കൊണ്ടുതരുന്നത് വീരഭക്തിയാണ്. നമുക്ക് നഷ്ടപ്പെട്ടതാണ്, ഓരോ ഭാരതീയനും നഷ്ടപ്പെട്ട വീരഭക്തിയാണ് തിരിച്ചു കൊണ്ടുതരുന്നത്. അഭിമാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള, അറിവിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭക്തി, വിവരമില്ലാത്ത ഭക്തിയല്ല, പൊള്ളത്തരല്ല, പറ്റിക്കലല്ല. എന്തെങ്കിലും മുദ്ര കാണിക്കുന്നത് കണ്ടിട്ട് ഭഗവാനെ പറഞ്ഞ് നോക്കി നിൽക്കുന്ന സാധുക്കളെ കണ്ടിട്ട് കരച്ചിൽ വരാറുണ്ട്. അത്ര വലിയ മണ്ടത്തരങ്ങളായിരിക്കും അവിടെ ഇരുന്ന് കാണിക്കുന്നത്. ചുണ്ടിൻ്റെ താഴെ മന്ത്രവും ജപിച്ച് കൈകൊണ്ടും കാലുകൊണ്ടും അബദ്ധമായിട്ടുള്ള മുദ്രകൾ വരെ കാണിച്ച് ഭഗവാൻ പോലും ഇവൻ എന്തായി കാണിക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ണു തള്ളിയിരിക്കുന്ന അവസ്ഥ. നമ്മൾ മഹാപകടത്തിലാണെന്ന്. ആരെ വിശ്വസിച്ചാണോ നമ്മൾ ഭഗവാനെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ വർഗവും, ആരെ വിശ്വസിച്ചിട്ടാണോ അതിൻ്റെ ഭരണം നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ആ വർഗവും, ആരെ വിശ്വസിച്ചിട്ടാണോ നമ്മുടെ അസ്തിത്വം തന്നെ നിലനിൽക്കുന്നത് ആ വർഗവും നമ്മളെ പൊടിയായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മുരുകൻ ഉയർന്നു വരുന്നത്.
ക്ഷാത്രധർമ്മത്തിനെയാണ് ഉയർത്തിപ്പിടിക്കുന്നത് മുരുകൻ. ധാർമ്മികമായിട്ടുള്ള ധൈര്യമാണ് ക്ഷാത്രധർമ്മം, അല്ലാണ്ട് അമ്പും വില്ലും എടുക്കുക എന്നുള്ളതല്ല. ധർമ്മത്തിൻ്റെ അധിഷ്ഠിതമായിട്ടുള്ള ധൈര്യം, ശരിയായിട്ടുള്ള ധൈര്യം. ശരിയായിട്ടുള്ള ധൈര്യം എപ്പോഴാണ് ഉണ്ടാവും അറിയോ? വെറുതെ കുറേ വാക്കുകൾ കേട്ടിട്ട് വീരസ്യം കൊണ്ടിട്ടല്ല. ഞാൻ ആ അമൃതശക്തി തന്നെയാണ്, ഞാൻ ആ സർവശക്തിയായിട്ടുള്ള ബ്രഹ്മം തന്നെയാണ്, ഞാൻ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ടുള്ള ആ ദേവൻ തന്നെയാണ്. മുരുകൻ്റെ ഉപാസകം പറഞ്ഞാൽ ഞാൻ മുരുകൻ തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ ഉപാസകം പറഞ്ഞാൽ ഞാൻ ഗുരുവായൂരപ്പൻ തന്നെയാണ്. ഞാൻ ശിവൻ്റെ ഉപാസകം പറഞ്ഞാൽ ഞാൻ മഹാദേവൻ തന്നെയാണ് എന്ന് സ്വാർത്ഥ ചിന്തയില്ലാണ്ട് ഞാനിതാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ മോശമാണെന്നുള്ളതല്ല. എൻ്റെ ചുറ്റുമുള്ളവരും അതൊക്കെ തന്നെയാണ്. ഈ കാണിക്കുന്ന വൃത്തികേടുകൾ കാണിക്കുന്നവരും അത് തന്നെയാണ്. പക്ഷേ എൻ്റെ ജോലി അവരിലുള്ള ആ ചൈതന്യത്തിനെ ശിക്ഷാരൂപത്തിലോ രക്ഷാരൂപത്തിലോ ഉപദേശരൂപത്തിലോ എങ്ങനെയാണ് വെച്ചാൽ ഉണർത്തുകയാണ് എന്നുള്ള ഭാവത്തോടു കൂടി ഇറങ്ങി പണിയെടുക്കുമ്പോഴാണ് ധർമ്മം ഉണരുക. അതിന് അഭിമാനം വേണം. നമ്മൾ ഇറ്റലിയിലൊക്കെ അല്ലെങ്കിൽ റഷ്യയിലൊക്കെ ഉള്ള മാഫിയ സംഘങ്ങളിൽ പറയും എന്ത് നഷ്ടപ്പെട്ടാലും ഓണർ നഷ്ടപ്പെടരുതെന്ന്. അവർക്ക് ഓണർ, അഭിമാനം വളരെ പ്രധാനമാണ്. ടു ലിവ് വിത്ത് ഓണർ എന്ന് പറയും കൊള്ള സംഘങ്ങൾ. അവരെ നിന്ന് പഠിക്കേണ്ടതാ. ഓണറിനെ കുറിച്ചിട്ട് അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. നമ്മളിന്ന് യുവർ ഓണർ എന്ന് വിളിക്കുന്നവർ പോലും കള്ളന്മാരാ. യുവർ ഓണർ എന്ന് വിളിക്കുന്നവർ പോലും കള്ളന്മാരാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടിനെ മുഴുവൻ നിസ്സാരവൽക്കരിക്കും. ഏത് ദന്തഗോപുരത്തിൽ ഇരിക്കണവന് വേണ്ടിയിട്ട്, ഏത് പാതിരാത്രിക്ക് വേണ്ടിയിട്ടും വിധിന്യായം പുറപ്പെടുവിക്കാനും മടിക്കാത്ത, ഭഗവാന്മാരുടെ പൂജകൾ വരെ മുടക്കുന്ന, അതും എഴുതിയ ന്യായം മാറ്റി എഴുതിയിട്ട്, ഇന്നലെ എഴുതിയത് ഇന്ന് മാറ്റിയാണ്. അതിൻ്റെ ഇടയിൽ ചില ധാർമ്മികരുള്ളത് കൊണ്ട് നമുക്ക് ചില വിഷയങ്ങളൊക്കെ അനുകൂലമായിട്ട് പുനഃസ്ഥാപിച്ച് കിട്ടുന്നുണ്ട്. ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ഗതികേട് എന്താ അറിയുന്നു? നമ്മുടെ ഓരോ ചടങ്ങും ഓരോ വിശ്വാസവും ഈ കോടതി മുറിയിൽ പോയിട്ട് തെളിയിക്കേണ്ട അവസ്ഥയിലായിരിക്കുന്നു. ഇതിലും വരെ നാണം കെട്ടൊരു വർഗം വേറെ ഈ പ്രപഞ്ചത്തിലുണ്ടോ? നമ്മളെപ്പോലെ അല്ലാണ്ട്. ലജ്ജ തോന്നുന്നില്ലേ നമുക്ക്? എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി, ഞങ്ങളുടെ ലോകം എന്നും പറഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ നശിച്ചു പോവും. നിങ്ങൾ നാളെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു സമ്പത്ത് വരുന്ന തലമുറയ്ക്ക് ബാക്കി വെക്കണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ സ്നേഹം. അതുകൊണ്ട് അച്ചടക്കമുണ്ടാകാൻ, ഓണർ ഉണ്ടാവാൻ, തെളിഞ്ഞ ബുദ്ധി ഉണ്ടാവാൻ, ക്ലാരിറ്റി ഉണ്ടാവാൻ പഠിപ്പിക്കുക. വയലൻസ് അല്ല പഠിപ്പിക്കേണ്ടത്. നമ്മുടെ സംഘടനകൾ, ധർമ്മത്തിൻ്റെ പേരിലുള്ള പല സംഘടനകളുടെയും വിഷയവും അവിടെയാണ് വരുന്നത്. വയലൻസിലേക്ക് വീഴും. വയലൻസ് അല്ല വേണ്ടത്. അവനവൻ്റെ സ്വഭാവത്തിൻ്റെ ശക്തിയിൽ, സ്വഭാവം, അവനവൻ്റെ ഭാവം, ഈശ്വരഭാവ, അതിൻ്റെ ശക്തിയിൽ ഇളകാത്ത വിശ്വാസമുണ്ടാക്കുക എന്നുള്ളതാണ് വേണ്ടത്. മുരുകൻ പറയണു ദയാലുവാകൂ, പക്ഷേ ആരുടെ അടിമയാവരുത്. ദയാലു ആവണം, അടിമയാവരുത്. ഇതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്കന്ദപുരാണത്തിൻ്റെ ശ്രവണാദി മഹാത്മ്യം വ്യാസമഹർഷി എഴുതിയത് സൂതൻ സനകാദികളോട് പറയണതിന് മുമ്പ് നമ്മളിതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളണമെന്ന് പറയണം തോന്നി. അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞതൊന്നും ഒന്നുമല്ല. നിങ്ങൾക്ക് എന്നെക്കാളും നല്ല ആശയങ്ങളുണ്ടാവും, ധാരാളം ഉണ്ടാവും. അതൊക്കെ പ്രാവർത്തികമാക്കുക, സന്തോഷമായിട്ടിരിക്കുക, ഐശ്വര്യമായിട്ടിരിക്കുക. നമ്മളിവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഈ ചൈതന്യം, സ്കന്ദപുരാണം 11 ദിവസം കഥാകഥനായിട്ട് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടന്നതെന്ന് വെറുതെ പത്രത്തിൽ വന്നിട്ടൊന്നും നമുക്ക്, നിങ്ങൾക്കോ എനിക്കോ ആർക്കോ സമൂഹത്തിനോ ഒരു ഗുണമില്ല. ക്ഷേത്രത്തിനും കുറച്ച് കാലത്തേക്ക് ഓർമ്മയുണ്ടാവും, കുറച്ച് വർഷം കഴിയുമ്പോൾ ഈ തലമുറ കിടക്കുമ്പോൾ ആർക്കും ഒന്നും ഓർമ്മയുണ്ടാവില്ല. പക്ഷെ നമ്മൾ കൊളുത്തി വെച്ച് പോകുന്ന തിരികൾ, നമ്മൾ കൊളുത്തി വെച്ച് പോകുന്ന ദീപങ്ങൾ, അത് വരണ തലമുറകളിലേക്കും പോകണം. ഒരു 100 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ ചൈതന്യം ഇവിടെ ഉണ്ടാവണം. അല്ലാണ്ട് വെറുതെ ചില ഗുരുനാഥന്മാർ പറയും, സത്യമാണ് അവർ പറയണത്, സനാതനധർമ്മം അങ്ങനെയൊന്നും നശിക്കില്ല, എന്തെങ്കിലുമൊക്കെ അതൊക്കെ ഉയർത്താൻ ആൾക്കാർ വരും, ഒക്കെ സത്യമാണ്. പക്ഷെ അതും പറഞ്ഞിട്ട് കസേര കിടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളും പണിയെടുക്കണ്ടേ? ഒരാൾ വിചാരിച്ചാൽ, 2 ആൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും പണിയെടുക്കണം, എല്ലാവരും നേതാവാവണം, എല്ലാവരും പടയാളിയാവണം, അല്ലെങ്കിൽ നടക്കില്ല.
അതിന് വാളെടുത്തിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, അവനവൻ്റെ വീട്ടിൽ ചെയ്താൽ മതി. സാധിക്കുമ്പോൾ കൂട്ടപ്രാർത്ഥനകൾ സംഘടിപ്പിക്കുക. ക്ഷേത്രങ്ങളിലുള്ള എല്ലാ മാതൃസമിതികളോടും എൻ്റെ എളിയ അഭിപ്രായമാണ്, ഒന്നിച്ചിരുന്ന് ജപിക്കുക മാത്രമല്ലാതെ കൂട്ടപ്രാർത്ഥനയ്ക്കുള്ള പ്രാർത്ഥന എഴുതിയുണ്ടാക്കിയിട്ട് ഒന്നിച്ച് വായിക്കുക. അർത്ഥം മനസ്സിലാവാതെ വെറുതെ സംസ്കൃതത്തിലുള്ള സ്തോത്രങ്ങളും കീർത്തനവും പാടുന്നതിനെക്കാട്ടിലും ശക്തിയായിരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളെ നോക്കി വായിക്കുമ്പോൾ. അപ്പം നമ്മുടെ നാണക്കേട് എന്നുള്ള ഒരു ഭാഗം പൊട്ടിപ്പോവും, ലജ്ജ എന്നുള്ളത് പൊട്ടണം. മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇപ്പം ഞാനിവിടെ ഹരഹരോ എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ അത് വരുന്നില്ല തൊണ്ടയെന്ന്. എന്താ നിങ്ങളെ പിടിച്ചു നിർത്തണം? നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ അലറി വിളിക്കുന്നില്ലേ? നിങ്ങൾക്ക് സ്നേഹം വരുമ്പോൾ നിങ്ങൾ മൂളിപ്പാട്ട് പാടുന്നില്ലേ? കണ്ണേ കരളെ മാനയെന്നൊക്കെ വിളിക്കുന്നില്ലേ? എന്താ ഭഗവാനെ വിളിക്കാൻ ഇത്ര വിഷമം? കാരണം എന്താ? നിങ്ങൾക്ക് ഭഗവാൻ വേറെ പുറത്തുള്ള ഏതോ ഒരാളാണ്. നിങ്ങളുടെ കാര്യസാധ്യം നടത്തിത്തരാനും മരിക്കാൻ കിടക്കുന്ന ആളെ വേഗം കൊന്നു തരാനും ഒക്കെയുള്ള വഴിപാട് വാങ്ങേണ്ട ഒരു വസ്തുവാണ് നിങ്ങൾക്ക്. ഇന്നലെ എൻ്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്. വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ വഴിപാട് പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേ ദിവസം വന്നിട്ട് പറയണേ, അല്ല അവരൊന്ന് വേഗം പോവാൻ, അതാണ് അർത്ഥം, അവർക്ക് മുക്തി കിട്ടാൻ എന്താ വഴിപാട് എന്ന് എന്നോട് ചോദിച്ചു. എന്താ കരുതിയിരിക്കുന്നത്? ഇതുകൊണ്ട് എനിക്കുണ്ടാവണ കർമ്മദോഷം എന്താന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണോ നിങ്ങൾ എനിക്ക് തരണ ദക്ഷിണ? ഈ രീതിയിൽ ധർമ്മം ആചരിക്കരുത്. അതിലും ഭേദം നിരീശ്വരവാദിയായിട്ട് നടക്കണമാണ്. എൻ്റെ 10 ദിവസത്തെ സന്തോഷം മുഴുവൻ ആ ഒരൊറ്റ നിമിഷം നശിച്ചു. ഇന്നലെ രാത്രി എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ശരീരം തവിടുപൊടിയാണ് എൻ്റെ. ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തൊണ്ട പൊട്ടി പറഞ്ഞത്? ഇതാണോ നിങ്ങൾ പഠിച്ചത് 10 ദിവസം കൊണ്ട്? ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത് ഇത്ര നേരം. ഇതാണോ പഠിച്ചത് 10 ദിവസം കൊണ്ട്? ഇതാണോ മുരുകൻ പഠിപ്പിച്ചത് നമ്മളെ? ഇനി ഞാൻ ആ സ്കന്ദപുരാണത്തിൻ്റെ ശ്രവണാദി മഹാത്മ്യം വായിക്കുക, പക്ഷേ ഉള്ളിൽ ചിന്തിക്കുക, എനിക്കെന്ത് കിട്ടി? ഞാൻ എന്താ പഠിച്ചത്? ഞാൻ ധർമാനുസൃതമായിട്ടുള്ള കാര്യങ്ങളാണോ പഠിച്ചത്? അതോ കുറേ വഴിപാട് മാത്രം കഴിക്കാനും ഊണ് കഴിക്കാനും മാത്രമാണോ ഞാൻ വന്നതെന്ന് ഒരു നിമിഷമെങ്കിലും ആലോചിക്കുക. അത് ഇവിടെ ഇരിക്കുന്നവരും കേൾക്കുന്നവരും എവിടെ ഇരുന്ന് കേൾക്കുന്നവരും നാളെ ഇനി കേൾക്കാണ്ടിരിക്കുന്നവരും ഒക്കെ ചിന്തിക്കണം. ഇവിടെ ഇരുന്നിട്ട് ഭഗവാന്റെ പേരിൽ ഭഗവാന്റെ ശക്തി കൊണ്ട് മാത്രം ഒട്ടും ആരോഗ്യമില്ലാത്ത ഈ ശരീരവും തൊണ്ടയും വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ, നിങ്ങളത് ശരിക്കും ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൽഫലങ്ങൾ ഉണ്ടാവും. അല്ലാണ്ട് ഇതിൻ്റെ മാഹാത്മ്യം നിങ്ങളുടെ അകത്തേക്ക് എത്തില്ല. വാക്കുകളായിട്ട് വെറുതെ അന്തരീക്ഷത്തിൽ ഒഴുകിപ്പോവുള്ളൂ. മുരുകൻ അഗ്നിയാണ്. അത് കത്തിക്കും, ഭസ്മാക്കും, ശുദ്ധിയാക്കും. നമ്മുടെ സകല ദുഷിപ്പുകളെയും ആ അഗ്നി കത്തിച്ച് ശുദ്ധമായിട്ട് ഭസ്മമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. ആചാര്യസ്വാമികൾ ശരീരം വിടുന്ന സമയത്ത് പത്മപാദരുടെ മടിയിൽ കിടന്ന് നമ്മൾ പറയും അദ്ദേഹം അങ്ങനെ കയറിപ്പോയി കേദാരനാഥിൻ്റെ അപ്പുറത്ത് പോയി അപ്രത്യക്ഷനായി. അതൊക്കെ നമ്മുടെ വിശ്വാസാദികളാണ്. ദശശ്ലോകി എന്ന് പറഞ്ഞിട്ടൊരു അവസാന കൃതിയുണ്ട്. പത്മപാദൻ കണ്ണീരൊഴുക്കാണ്. 32 വയസ്സുള്ള ഗുരുനാഥൻ, തന്നെക്കാളും പ്രായം കുറഞ്ഞ ഗുരുനാഥൻ തൻ്റെ മടിയിൽ കിടന്ന്, പത്മപാദനും അദ്ദേഹം സമപ്രായമാണെങ്കിലും പത്മപാദാചാര്യർ കുറച്ച് മാസം കൊണ്ട് മൂക്കും, മടിയിൽ കിടന്ന് ശരീരം വിടുകയാണ്. ഗുരുനാഥ, അങ്ങ് ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു തന്നു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചു. ആചാര്യസ്വാമികൾ പറഞ്ഞു, ഞാൻ അച്ഛനല്ല, അമ്മയല്ല, വായുവല്ല, അഗ്നിയല്ല, ജലമല്ല, അങ്ങനെ അനവധി വസ്തുക്കളല്ല പറഞ്ഞിട്ട് ഓരോ ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ ഒരു വരി പറയും.
ഏകോവശിഷ്ട ശിവക്കേവലോഹം. എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ, എല്ലാം നശിച്ചാലും അവശേഷിക്കണ ശിവനാണ് ഞാൻ, ശിവനാണ് ഞാൻ എന്ന് ഉറക്കെ പറയും. ആ ആചാര്യസ്വാമികളുടെ അവസാന സന്ദേശം തന്നെയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരെയും ഓർമ്മിപ്പിക്കാനുള്ളത്. സൂതൻ ഋഷിമാരോട് പറഞ്ഞു, പണ്ട് ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ഭൃഗുവിൻ്റെ അടുത്ത് സ്കന്ദം പറഞ്ഞതാണ് ഈ സ്കന്ദപുരാണത്തിൻ്റെ ശ്രവണാദി മഹാത്മ്യം. അത് ഭൃഗു മഹർഷി അങ്കിരസ് മഹർഷിയോടും, അങ്കിരസ് മഹർഷി ചവന മഹർഷിക്കും, ചവന മഹർഷി ഋചിക മഹർഷിക്കും പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരമ്പരാപ്രാപ്തമായിട്ട് ഭൂമിയിൽ ഈ സ്കന്ദപുരാണം സർവത്ര പ്രചരിച്ചു. സജ്ജനങ്ങളായിട്ടുള്ളവരുടെ നടുക്കിരുന്നിട്ട് ഈ പുരാണം കേൾക്കണവൻ പാപമുക്തനാവും. ഈ പുരാണം 4 വർണ്ണങ്ങൾക്കും സുഖം കൊടുക്കും, ആയുസ്സുണ്ടാക്കും. 7 ഗണ്ഡങ്ങളോട് കൂടിയിട്ടുള്ള ഈ പുരാണം കേൾക്കണവൻ്റെ പുണ്യം കണക്ക് കൂട്ടാൻ സാധിക്കില്ല. സ്കന്ദപുരാണം ദാനമായിട്ട് നൽകണവൻ ഇതിലുള്ള അക്ഷരങ്ങളുടെ സംഖ്യയോളം കാലം സ്വർഗത്തിൽ വസിക്കും. ഇന്നലെയും ഞാൻ പറഞ്ഞു, മിനിയാന്നും പറഞ്ഞു, സ്കന്ദപുരാണമാണ് ദാനം ചെയ്യാൻ യോഗ്യമായിട്ടുള്ള ശാസ്ത്രാനുസാരിയായിട്ടുള്ള ഗ്രന്ഥം. ബാക്കിയുള്ളതൊക്കെ പിന്നെ നമ്മൾ കൊടുക്കുകയാണ്. ഗീതയാണെങ്കിലും ദേവി മഹാത്മ്യാണെങ്കിലൊക്കെ നമ്മൾ സന്തോഷത്തിന് കൊടുക്കണം, അതിന് പുണ്യമുണ്ടില്ല എന്നല്ല. നാരായണീയം കൊടുക്കണവരുണ്ട്. പക്ഷെ ദാനം ചെയ്യാൻ ശാസ്ത്രം വിധിച്ചിട്ടുള്ള ഗ്രന്ഥം സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണത്തിൻ്റെ പാഠം കൊണ്ട് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും. കേട്ടാലും മതി. പുത്രന്, ധനാർത്ഥിക്ക്, ധനം വേണ്ടവന് ധനം ഉണ്ടാവും. ഭർത്താവിനെ ആഗ്രഹിക്കണ പെൺകുട്ടിക്ക് ഭർത്താവിനെ കിട്ടും. നല്ല ഭാര്യയെ ആഗ്രഹിക്കണവർക്ക് ഭാര്യയെ കിട്ടും. ബന്ധുക്കൾക്ക് ദൂരത്തുള്ള ബന്ധുക്കളെ കാണാൻ സാധിക്കും. രാജാവിന് നഷ്ടപ്പെട്ട രാജ്യം കിട്ടും. വൈശ്യന് ധനധാന്യാദികൾ ബിസിനസ്സിൽ വർധനയുണ്ടാവും. ക്ലേശങ്ങൾ ഉണ്ടാവില്ല ആർക്കും. ഒരധ്യായോ ഒരു ശ്ലോകോ പകുതി ശ്ലോകോ ശ്ലോകത്തിൻ്റെ ഒരു കഷ്ണം പാദം കേട്ടാൽ തന്നെ വൈകുണ്ഠം കിട്ടും. മുരുകൻ്റെ വാക്കാണ് വൈകുണ്ഠം, ഹരിലോകം പ്രാപ്യത എന്നാണ് പറയുന്നത്. ഈ പുരാണം കേട്ട ശേഷം വായിക്കുന്നവനെ പൂജിക്കണവർക്ക് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പൂജിച്ച ഫലം കിട്ടും. ശാസ്ത്രത്തെ ഉപദേശിക്കണ വ്യാസമഹർഷി സംപൂജ്യനാണ്. അദ്ദേഹത്തിനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അദ്ദേഹമാണ് നമുക്ക് തന്നത്. ഈ ശാസ്ത്രം കേട്ട ശേഷം പറയുന്ന ആളെ ഭൂമി, പശുക്കൾ, സ്വർണം, വസ്ത്രം ഇതൊക്കെ കൊടുത്ത് പൂജിക്കണവന് ശിവലോകം കിട്ടും. വയറിൽ അമൃതുണ്ടായിട്ടും ദേവന്മാർ മരിക്കണം. അതുകൊണ്ട് കണ്ഠത്തിൽ വിഷമിരിന്നിട്ടും ജീവിച്ചിരിക്കണ ശ്രീപരമേശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന്. എന്താ വരി നോക്കൂ. വയറിൽ അമൃത് കഴിച്ചിട്ടും ഇരിക്കണ ദേവന്മാർ പോലും മരിച്ചു പോണു. പക്ഷെ കഴുത്തിൽ വിഷമിരുന്നിട്ടും ജീവിച്ചിരിക്കണ ശ്രീപരമേശ്വരൻ നിങ്ങളെ രക്ഷിക്കട്ടെ. വ്യാസമഹർഷി പറഞ്ഞു. അവിടുന്ന് അത് സൂതൻ പണ്ട് പറഞ്ഞു കൊടുത്തതിന് വ്യാസൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്നതായിട്ടൊക്കെയാണ്, ഉള്ളിൻ്റെ ഉള്ളിലെ കഥകളാണ്. സൂതനിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോൾ ഋഷിമാർ അദ്ദേഹത്തിനെ പൂജിച്ചു. അപ്പോൾ പറയാം, ഋഷിമാർ പറയണം, അവിടുന്ന് സ്വർഗം, പ്രതിസർഗം, വംശം, വംശാനുചരിതം, മന്വന്തരം ഇതൊക്കെ പുരാണ ലക്ഷണമാണ്. ഇതെല്ലാം ഉള്ളതാണ് പുരാണം. ഭാഗവതം പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഞാനത് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് സപ്താഹത്തിലും ആചാര്യന്മാരത് പറയും. എന്താ ഈ സർഗം, പ്രതിസർഗം, വംശം, വംശാനുചരിതം, മന്വന്തരങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉള്ളതിനെ നമ്മൾ പുരാണം എന്ന് വിളിക്കുള്ളൂ. സൃഷ്ടി, സംഹാരം, വംശങ്ങളുടെ ചരിത്രം, വംശങ്ങളുടെ ഭാവിയിലേക്കുള്ള ചരിത്രം പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട്, പ്രവചിച്ചുകൊണ്ട്, മന്വന്തരങ്ങളുടെ കഥ, അതിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, ഇതൊക്കെ വേണം. അപ്പോഴാണ് പുരാണം പുരാണാവുക. ആത്യന്തികമായിട്ട് അവസാനം അത് മോക്ഷത്തിലെത്തും. അതാണ് ഭാഗവതം. അതിന് പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഏകാദശം വരുമ്പോൾ മോക്ഷമാണ്. മോക്ഷവിദ്യ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ക്രമമായിട്ട് അവിടുന്ന് പറഞ്ഞു തന്നു. ബ്രഹ്മാണ്ടത്തിനെയും ജ്യോതിചക്രത്തിനെയും വർണ്ണിച്ചു. അങ്ങയുടെ മുഖത്തുനിന്ന് സ്കന്ദപുരാണം കേട്ട ഞങ്ങൾ സന്തുഷ്ടരും കൃതാർത്ഥരും ധന്യരുമായി. അങ്ങ് സുഖിയായിട്ട് വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ഇങ്ങനെ അനുഗ്രഹവും ആശിസ്സുകളും ഒക്കെ കൊടുത്ത്, വസ്ത്രാഭരണങ്ങളൊക്കെ കൊടുത്ത് ഋഷിമാർ രോമഹർഷണൻ എന്നുള്ള ആ സൂതനെ യാത്രയാക്കി. അതിനുശേഷം ശൗനകാദി ഋഷിമാർ അവരുടെ സത്രത്തിൻ്റെ യജ്ഞകർമ്മങ്ങൾ
തുടർന്നു എന്ന് പറഞ്ഞു. മുരുകൻ നിങ്ങളെയൊക്കെ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കും എന്ന് ഈ വ്യാസപീഠത്തിലിരുന്ന് പറയണു. എല്ലാവർക്കും നല്ലത് വരട്ടെ. എൻ്റെ ദേഷ്യമൊന്നും കണക്കാക്കണ്ട, ഞാൻ താഴെ ഇറങ്ങിയ പാവാണ്. ഇവിടെ ഇരിക്കുമ്പോഴേ ഈ ബഹളമൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം കൂടപ്പുറപ്പിനോടെന്ന പോലെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഞാൻ നിങ്ങളെ എപ്പോഴെങ്കിലുമൊക്കെ ചിരിപ്പിച്ചിട്ടുണ്ട്, സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ വരുന്ന തലമുറയ്ക്കും വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. മുരുകാ ഗുരുവായൂരപ്പ സർവേശ്വര